ചിന്തിച്ചവരുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ചിന്താ പ്രക്രിയയുടെ ഭാഗമാണ്. ഈ ലേണിങ്ങിൽ എപ്പോഴും നമ്മൾ പറയും ചിന്താ പ്രക്രിയക്കാണ് സ്ഥാനം. നിങ്ങൾ വളരെ കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ മാർക്ക് കൊടുക്കലില്ലേ? അറിയില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഒരു ചിത്രീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കഥാപാത്രങ്ങളിൽ ആയിഷയുണ്ട്, ജുമൈലിയുണ്ട്. ഞാൻ സ്ട്രോക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ജുമൈലിയുണ്ട്, പിന്നെ ഭർത്താവും ഉണ്ട്. അപ്പോൾ ഉച്ചക്ക് ഭർത്താവ് കയറി വന്നപ്പോൾ ആയിഷ തലവേദനയായിട്ട് കിടക്കുകയാണ്. ആയിഷ ഈ അപ്പുറത്തെ വീട്ടിലെ ജുമൈലിൻ്റെ കറിയും ചോറും അച്ചാറും വെച്ചിട്ട് കിടന്നിടന്ന് വിളിച്ച് പറഞ്ഞു, ഉള്ളതും കൂട്ടി കഴിച്ചേക്കണേ, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് നല്ല ഭർത്താവാണെങ്കിൽ ചെന്നിട്ട് ആ തലയിലൊരു കൈയൊക്കെ വെക്കണം എന്നൊക്കെയാണ്, പക്ഷെ അതൊന്നും നാട്ടിൽ നടക്കാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ സമയത്ത് ഒരു സ്പൂണ് കറി കോരി ഒഴിച്ച് ചോറ് വാരി വായിൽ വെക്കുന്ന സമയത്ത് ഭർത്താവ് അറിയാതെ റിഫ്ലക്ഷൻ പോലെ പറഞ്ഞു, ഒന്നാന്തരം കറി കേട്ടോ, തലവേദനയാകുമ്പോൾ എൻ്റെ കറി നന്നാണെന്ന് പറയാം. ആയിഷയുടെ തലവേദന കൂടി. 15 കൊല്ലായി മനുഷ്യൻ ഈ കറിയും ചോറും വെച്ച് കൊടുക്കുന്നു, ഇതുവരെ എൻ്റെ ഒരു കറിക്ക് നല്ലത് പറഞ്ഞിട്ടില്ല. അപ്പുറത്തെ ജുമൈലിൻ്റെ കറിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ്. അതാണ് ഈ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിൻ്റെ അടുത്ത് സ്കൂട്ടർ ഓഫാക്കലും പിന്നെ ഓണാക്കലും പിന്നെ ഓണടിക്കലും. ഈ കിടന്നത് ഞാൻ പറഞ്ഞത്, ഈ നോൺ സ്ട്രോക്ക് പലപ്പോഴും അനാവശ്യമായ സംശയങ്ങളുണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, കുട്ടി ഒരു ചിത്രം കൊണ്ടുപോകാൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടി നിങ്ങളെയും നോക്കുക, ഏട്ടത്തിനെയും നോക്കുക. കുറിച്ച് പറയും, നീയാണ് എൻ്റെ മുഖ്യ ശത്രു, ഇന്നലെ നീ ഉണ്ടാക്കിയപ്പോൾ നല്ല പറയുന്നത് ഞാൻ കേട്ടില്ല, എനിക്ക് മാത്രമാണ് ഇങ്ങനെ. ഞാനത് പറഞ്ഞു, കുട്ടിയുമായിട്ട് ഇമോഷണൽ ഡിസോസിയേഷൻ വീട്ടിൻ്റെ അകത്ത് സംഭവിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എറിക് ബേൺ പറഞ്ഞ 3ാമത്തെ ബർത്ത്, അതായത് സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായ ജന്മം കിട്ടാൻ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞതിൽ ഞാൻ സ്ട്രോക്കുകളെ കുറിച്ച് പറഞ്ഞു, ഐ കോണ്ടാക്റ്റിനെ കുറിച്ച് പറഞ്ഞു, നല്ല വർത്താനം പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പൽമാരൊക്കെ ഇല്ലേ നിങ്ങൾ? ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ എന്നോട് ടീച്ചർ ഇന്നലെ ഇവർക്ക് ഷെയർ ചെയ്തു, ഒരു മിനിറ്റോട് പറയാം. ഒരു സ്കൂളിലെ ടീച്ചർക്ക് സമ്മാനം കൊടുത്തിട്ടും ശരിയാകുന്നില്ല, അടി കൊടുത്തിട്ടും ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ നോവലായിട്ട് കൊടുക്കും, വ്യത്യസ്തമായിട്ട് കൊടുക്കും. ടീച്ചർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ബസ്സിൽ കയറാൻ നേരത്ത് കുഞ്ഞു കടലാസിൽ ഒരു കളറിൽ എഴുതി കൊടുത്തു, യു ആർ ഗ്രേറ്റ്, യു ആർ വെരി സ്മാർട്ട്, ഐ ലവ് യു വെരി മച്ച്. താഴെ ഒപ്പും ടീച്ചറുടെ പേരും ഫോൺ നമ്പറും. 4ാം ക്ലാസ്സിലെ കുട്ടിക്ക്. കുട്ടിയുടെ ബിഹേവിയറാണ് മാറേണ്ടത്. കവറിലിട്ടിട്ട് കൊടുത്തു. കുട്ടിനോട് പറഞ്ഞു വീട്ടിലെത്തിക്കാൻ നോക്കാൻ പറ്റുള്ളൂ. കുട്ടി കണ്ണുകൊണ്ട് ടാറ്റ പറഞ്ഞിട്ട് കയറിപ്പോയി. രാത്രി ഇതിങ്ങനെ നോക്കിയപ്പോൾ ജീവിതത്തിൽ ആരും പറയാത്തൊരു സെൻറ്റൻസ്. കുട്ടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വലിയ ശക്തിയുണ്ട്, പറയുമ്പോൾ അത് കാറ്റായിട്ട് പോകും. എഴുതിച്ചാൽ കൊടുക്കൂ. അത് ഈ പിള്ളേരൊക്കെ ലവ് ലെറ്ററൊക്കെ എഴുതുന്നതിന് ഒരു പ്രത്യേകത. ജാമ്യഭാഷ പെട്ടെന്ന് അറിയാണ്ട് തിരിച്ച് അപ്പം ട്രിഗറിങ് എന്നൊരു വാക്കറിയില്ലേ, ട്രിഗർ. അപ്പം ഇത് കുട്ടി കുറേ നോക്കി, ഉമ്മക്ക് കാണിച്ചു കൊടുത്തു, ഉപ്പക്ക് കാണിച്ചു കൊടുത്ത് നോക്കി, എൻ്റെ ടീച്ചർ എഴുതി തന്നിരിക്കണേ. പിറ്റേന്ന് ടീച്ചർ വരാതിരോട് ഇത് പോയിട്ട് ഇങ്ങനെ നോക്കി, ഇന്നെന്തെങ്കിലും തരാനുണ്ടോ? ഇന്ന് കൊടുത്തില്ല ടീച്ചർ. ആകാംക്ഷ കൂടി, ഉദ്വേഗം കൂടി. പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു, കൊടുത്തു. 3 കത്തേ വേണ്ടി വരുള്ളൂ. കുഞ്ഞു കടലാസിൽ സ്ട്രോക്ക്, അതിൻ്റെ പവറൊക്കെ ആട്ടെ നിങ്ങൾ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വലിയ സമ്മാനം കൊടുക്കണില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് പോകണം. സൈക്കോളജിക്കൽ ബർത്ത് കിട്ടിയ കുട്ടി ഒരിക്കലും കുഴപ്പക്കാരനാവില്ല, കളവ് പറയൂല, തമ്മാടിത്തരം കാണിക്കൂല, അനുസരണക്കേട് കാണിക്കില്ല. നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുന്നു, പറഞ്ഞതെല്ലാം ചെയ്യും. 4ാമത്തെ ഏരിയ എന്താണ്? സോഷ്യൽ ബർത്ത്. സോഷ്യൽ ബർത്തിനായിരുന്നു വിദ്യാലയം. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എന്താ പഠിച്ച്? ഇന്നലെ അങ്ങനെ ഒരു രസകരമായ ഡിസ്കഷൻ്റെ അവിടെ അധികം കുട്ടികളും ടെക്സ്റ്റലല്ല, ബുക്ക് വായിക്കുക, പഠിക്കുക, നോക്കുക, അതിന് പറ്റുന്ന കുട്ടികൾ നിങ്ങൾ എണ്ണയിട്ട് നോക്കിയാൽ 40% കിട്ടിയുള്ളൂ. ബാക്കി അധികം കുട്ടികളും ടെക്നിക്കൽ ആൻഡ് ഡൈനാമിക്കാ. എന്തിനാ സ്കൂളിൽ വരുന്നത്? കുഞ്ഞുങ്ങളെ കൂടെ കൈപിടിച്ച് നടക്കണം, ഇയാളെ നോക്കണം, ടീച്ചറെ കുറിച്ച് 2 അഭിപ്രായം പറയണം, ടീച്ചറെ ഡ്രസ്സിനെ കുറിച്ച് പറയണം, തമാശ കളിക്കണം, ഇറങ്ങണം, ഓടണം, ഒളിപ്പിച്ചു വെക്കണം, ഇക്കിളി ഉണ്ടാക്കണം. അങ്ങനെ രാവിലെ വൈകുന്നേരം വരെ കുഞ്ഞിക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ എനർജിയും സോഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട്. അതാണ് ഒരു വിദ്യാലയത്തിൻ്റെ ധർമ്മം. ഇവിടെ കുട്ടി ക്യൂ നിൽക്കാൻ പഠിക്കുന്നുണ്ട്. ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഫിലോസഫിയാണ്. ഊഴം കാത്തു നിൽക്കുകയും മറ്റൊരാൾക്ക് അവസരം കൊടുക്കുകയും ചെയ്യാൻ കുട്ടി പഠിക്കുന്നുണ്ട്. വേറൊരു സ്മെല്ല് കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. വേറൊരാളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ കുട്ടി ശീലിക്കുന്നുണ്ട്. പൊരുത്തപ്പെടാൻ മനസ്സിലാക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലൊക്കെ വന്നിരുന്നാൽ ഒരു തള്ളായിരുന്നു. ഞാനൊക്കെ 1ാം ക്ലാസ്സിൽ പോയപ്പോൾ വല്ലാത്ത തള്ളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും. കാരണം ഇതെല്ലാം എൻ്റെ സീറ്റാ, എൻ്റെ ഏതെന്ന് പറയുന്നതെന്ന് മാറിയിട്ട് നമ്മുടെ ഏതെന്ന് പറയുന്ന
അവസ്ഥയിലേക്ക് കുട്ടി വളർന്നിട്ടുണ്ട്. ദാറ്റ് സോഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ വളർന്ന കുട്ടികളാണ് റെയിൽവേ സ്റ്റേഷനിൽ വലിയ ക്യൂ കാണുമ്പോൾ അതിൻ്റെ ഇടക്കൂടെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് അഗ്രസീവായിട്ട് ടിക്കറ്റ് വാങ്ങണത്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കും. ഞാനും എൻ്റെ അയൽവാസി നാട്ടുകാരെല്ലാം കൂടി ചേർന്ന ഒരു സമൂഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൽ ജീവിക്കേണ്ട മര്യാദ എന്നൊരു മൊറാലിറ്റി, അത് ഹദീസും ഖുർആനും കേട്ടു പഠിക്കേണ്ടതല്ല, ഫ്രം ദി എക്സ്പീരിയൻസ്. അതിനായിരുന്നു വിദ്യാലയം. ആ വിദ്യാലയം കൂടി പൂട്ടിക്കിടക്കുമ്പോൾ തൽക്കാലം ഈ വീട് ആ വിദ്യാലയമാക്കാനുള്ള പരിശീലനം നിങ്ങളൊന്ന് അവസാനമായിട്ട് പറയണം. അമ്മാനോട് ഉപ്പാനോടൊക്കെ പറയും, നാഞ്ഞു പിടിച്ച് കളിക്കുകയൊക്കെ ചെയ്യും, ഒന്ന് പുറത്തിറങ്ങിയിട്ട് മുറ്റത്തോടുകയൊക്കെ ചെയ്യും, ഒന്ന് ഈ കുട്ടിൻ്റെ കൈ പിടിക്ക്, ഒന്നൊരു എനർജി ഉണ്ടാക്ക്, ഒന്ന് വീട്ടിൻ്റെ അടുത്ത് കുഞ്ഞു വിദ്യാർത്ഥി സമാജങ്ങൾ ഉണ്ടാക്ക്, പാട്ട് പാടട്ടെ, കളിക്കട്ടെ, ഫുട്ബോൾ കളിക്ക്, ഓട് തിമിർക്ക്. എന്നൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ആ വീട്ടിൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെട്ടാൽ കുറേ ഓളങ്ങൾ ഉണ്ടാവും, കുറേ പേരുകൾ പിടിക്കും, കുറേ വർത്തമാനങ്ങൾ പറയും. അതുപോലെ നിങ്ങളെ ചങ്ങായിമാരെയൊക്കെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റൊക്കെ ഗ്രൂപ്പിൽ പോകാനും സംസാരിക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിശീലനങ്ങൾ കൊടുക്കുക. അപ്പോൾ സോഷ്യൽ ഇൻ്റലിജൻസും മരവിച്ച് കിടക്കാണ് കേട്ടോ. എന്നിട്ട് ആ കുട്ടിനോട് വീണ്ടും വീണ്ടും പഠിക്ക്, അസൈൻമെൻറ്റ് വാട്സപ്പ് അയക്ക്, വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടി ചെയ്യും. ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കൊരു നല്ല സ്മാർട്ടായ ഒരു കുട്ടിയുണ്ട്, 4ാം ക്ലാസ്സിലപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല മാനേജറാണ്. ആ ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞ് അസൈൻമെൻ്റെല്ലാം കൂടി ഫോൾഡറിലാക്കിയിട്ട് അതിന് ഫയൽ നെയിം എന്താ കൊടുത്തെന്നറിയോ? പിരാന്ത്. ഞാനത് കണ്ടതാ. ഞാൻ എടുക്കാനൊന്നും പോയില്ല. ഐ വാസ് റിയലി വണ്ടർ. എന്താ അതെ, ഇത് പോറല്ലേ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എല്ലാം നാളേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞാനെന്താ ചെയ്യുക? നമ്മൾ എനിക്ക് ആവുന്നത് ചെയ്താൽ മതി. പക്ഷെ രാത്രി അവർക്ക് ഫുള്ള് ചെയ്തു. അല്ല നീ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ അതാകത്ത് അകലും. എന്നോടും ദേഷ്യവും ടീച്ചറോടും ദേഷ്യവും. ഇതാണ് കുഞ്ഞുങ്ങളുടെ സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകം തകർന്ന് കിടക്കുമ്പോൾ വീടൊന്ന് ലൈവാക്കാൻ പ്രവാചകർ പഠിപ്പിച്ചു. ഞങ്ങളുടെ വീട് കബറിടമാകരുത് എന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? പാരന്റിംഗ് സൈക്കോളജി വളരെ പ്രധാന സംഗതിയാണ്. കൊടുക്കുകയും വാങ്ങുകയും ചോദിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ഇപ്പണി വീട്ടിൽ ഇന്ന് വൈകുന്നേരം പോയി തുടങ്ങാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞ് 12:20 എൻ്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Congratulations, SV Muhammad Ali sir. It was excellent. ഇതിനപ്പുറമൊന്നും പറയാനില്ല അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കുറേസോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പേപ്പറിൽ നോട്ട് ചെയ്ത് ഡെസ്കിലേക്ക് ഇത് എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ തരാം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്ത് ഞാനിന്ന് രാത്രി വരെ ഫുൾ അത് മാത്രം ശ്രദ്ധിച്ചോ. അതല്ല നല്ലത്. ഓക്കെ, അങ്ങനെ നമ്പർ ഒന്ന് പറയാം. 999 5254 601. 999 5254 601. ഓക്കെ, ആരെങ്കിലും ഒരാൾ വന്നുകൊണ്ട് 1 മിനിറ്റ് ദൈർഘ്യം കൊണ്ട് ഒരു ഫീഡ്ബാക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ നല്ലതാണ്. 1 മിനിറ്റിൽ അധികമായാൽ നിങ്ങളുടെ സമയം നഷ്ടമാവും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, നല്ല പ്രായത്തിലുള്ള സന്തോഷമുള്ള ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. സമയം വളരെ പരിമിതമായി പോയി എന്നറിയാം. വളരെ ഗഹനമായിട്ടുള്ള വിഷയമായിരുന്നു. എന്നിരുന്നാലും 1 മണിക്കൂറിലോ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചില സ്ട്രോക്സ്, ചില ക്ലൂസ് തന്നിട്ടുണ്ട്. ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് തന്നിട്ടുള്ളത് സാധാരണ ഒരു കീ ആണ്. ആ കീ ഉപയോഗിച്ച് നമ്മൾ ഡോർ തുറക്കേണ്ടതുണ്ട്, അൾമാരി തുറക്കേണ്ടതുണ്ട്, ഷെൽഫുകൾ തുറക്കേണ്ടതുണ്ട്, കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സാർ പറഞ്ഞോട് പറയില്ല, വളരെ നല്ല ക്ലാസ് ആയിരുന്നു, സന്തോഷമായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. ഇങ്ങനെ സമയത്തെക്കുറിച്ച് ഇങ്ങനെ ഡെസ്കിലുള്ളവർ പറയുമ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്തെക്കുറിച്ച് അൽഹംദുലില്ലാഹ് സന്തോഷമായിരുന്നു. വളരെ നന്ദി അറിയിക്കുന്നു. വാട്സാപ്പ് നമ്പർ എന്നൊരു ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സാർ വളരെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിനും ഈ രാത്രി ചെലവഴിക്കാമെന്ന് പറഞ്ഞതിനും കൂടി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. Please stand up. Can you handle your session? Can you handle your session in your school? Yes. If yes, you can sit there. Thank you. Thank you for your best cooperation. ഇൻഷാല്ലാ നമ്മളുടെ അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. ഈ സെഷൻ നിങ്ങൾ
എന്ന് പറയുന്നത് ഭംഗിവാക്കായി പറയുന്നില്ല, യഥാർത്ഥത്തിൽ ഒരുപാട് അനുഭവങ്ങളെ കൊണ്ട് സർട്ടിഫൈഡ് ആണ്. ഒരു ഫിസിക്കലി കാണാൻ കഴിയാത്ത സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് സമ്മാനിക്കാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അനുഭവമാണ്. അനുഭവത്തിലൂടെ നിങ്ങൾ ആർജിച്ച നിങ്ങളുടെ ഒരു മാനേജറിയൽ കപ്പാസിറ്റി ഉണ്ട്. അതിനെ ഒന്നുകൂടി പോളിഷ് ചെയ്ത് തിളക്കമുള്ളതാക്കാനാണ് ക്ലീൻ നിങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടി ഏറ്റവും മനോഹരമായി ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ KT അഷ്റഫ് സാറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് നാസർ കാളപ്പാറ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ബഷീർ സാറ്, അതുപോലെ തന്നെ SP സാറ്, അഷ്റഫ് സാറ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട അസ്മിയുടെ ലീഡേഴ്സ്, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽമാർ, നല്ലൊരു സെക്ഷൻ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഒരു കോവിഡ് സമയത്ത് പോലും വളരെ വിദൂരതയിൽ നിന്ന് പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടാവും. എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടായാലും ഇവിടെ വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി എന്ന് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാനും വേദിയിലിരുന്നു കൊണ്ടാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ആ ക്ലാസ് വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഒരു കാര്യമായിരുന്നു. അടുത്ത ഒരു സെക്ഷനോട് കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. കൃത്യം 1:45 തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഈ മീറ്റ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് അടുത്ത സെക്ഷനിൽ ഇവിടെ ക്ലാസ് എടുക്കുന്നത് പ്രിയപ്പെട്ട KT അഷ്റഫ് സാർ അവറുകളാണ്. വയനാട്ടുകാരനായിട്ടുള്ള അദ്ദേഹം നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മോയിൻകുട്ടി മാഷ് പറയുകയുണ്ടായി, മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസത്തിന് പുതിയ ഒരു മാനവും ഒരു വിപ്ലവവും നൽകുന്നതിന് നേതൃത്വം വഹിച്ചിട്ടുള്ള വിജയവേദിയുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള KT അഷ്റഫ് മുട്ടിലവറുകളാണ് ഈ ഒരു സെക്ഷന് നമുക്ക് എടുക്കുന്നത്. ആർട്ട് ഓഫ് ലീഡർഷിപ്പ് എന്നുള്ള ഒരു ഹെഡിലാണ് അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു ദിവസമായിട്ട് SP സാർ എടുത്ത അതേ ലെവലിൽ തന്നെയുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി അഷ്റഫ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി, അസ്ബയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ഇൻസ്പെക്ഷൻ വിങ് നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷം ഇൻസ്പെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്ഥാപനങ്ങളിൽ വന്ന് 2019 ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് സാറ് ഇപ്പോഴത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇൻസ്പെക്ഷൻ അടുത്ത മാസങ്ങളിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കുക. അത് നിങ്ങൾക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പാർട്ട് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരെത്ര പേര് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, അവരുടെ മാനസിക അവസ്ഥകൾ എന്തൊക്കെയാണ്, രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഓൺലൈനുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ടുള്ള പാർട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ഫോമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. ഇൻഷാ അല്ലാഹ് അതെല്ലാ പ്രിൻസിപ്പൽമാരും ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായിട്ട് ഉണർത്തിക്കൊണ്ട് നല്ലൊരു സെക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി നല്ലൊരു സെക്ഷന് വേണ്ടി പ്രിയപ്പെട്ട KT അഷ്റഫ് സാർ അവരുടെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. താഴെ പറയുന്ന സ്ഥാപനങ്ങളിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ റിസപ്ഷൻ കൗണ്ടറിലുള്ള ഓഫീസ് സ്റ്റാഫുമായിട്ടൊന്ന് ബന്ധപ്പെടണം. ബീലൈൻ സ്കൂൾ ഉള്ളണം, ഗ്രേസ് നീറാട്, നജാത്ത് രണ്ടത്താണി, ഫേസ് ഓട്ടുംപാറ.
ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല ഇത് സബ്ജക്റ്റിലും വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ഈ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഡർഷിപ്പ് ഒക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഐഷയും മൈമൂനെ വീടും തളവലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബോറടിക്കാനുള്ള സാധ്യത ബോറടിക്കും പറഞ്ഞേക്കണം. അത് അതിനൊരു റൈറ്റ് നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ സാർ ഞങ്ങൾക്കൊരു ബോറടിക്കുന്നുണ്ട്, ഒരു നൃത്തിയുടെ സഹിക്കാന്നുള്ളത് ഏത് സമയത്ത് ഇരുന്ന് പറഞ്ഞാൽ മതി, എനിക്ക് നിൽക്കേണ്ട കാര്യം. ഇവിടെയുള്ളവരൊക്കെ പ്രിൻസിപ്പൾമാരാണെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. നമ്മൾ 2-3 രീതിയിൽ പ്രിൻസിപ്പൾമാരുണ്ട്. ഒരാൾ ജനിച്ചപ്പോൾ തന്നെ പ്രിൻസിപ്പളായിട്ട് രജിച്ചിട്ടുണ്ട്, അയാൾ ജനിച്ചാലും പ്രിൻസിപ്പളാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. ചില ആൾക്കാർ സ്കൂളിൽ മാഷായി, പിന്നെ നമ്മുടെ സ്കൂളിൽ സ്വഭാവം അറിയാലോ, ഇന്ന് പ്രിൻസിപ്പാൾ രാവിലെ കണ്ട പ്രിൻസിപ്പാൾ വൈകുന്നേരം കാണില്ല, വൈകുന്നേരം കണ്ടാവും ചിലപ്പോൾ രാത്രി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്താ പറയാ പ്രിൻസിപ്പാൾ ആവാൻ വിധിക്കപ്പെട്ട ചില ജന്മങ്ങളുണ്ടാവും. ചില ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ പ്രിൻസിപ്പാളിന്റെ വലിയ കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാൽ മതി, എനിക്കൊരു ടി സിയിൽ ഒപ്പിടണം, ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഒരു മീറ്റിംഗ് വന്ന് അധ്യക്ഷത വയ്ക്കണം, പിന്നെ മാനേജ്മെന്റ് മീറ്റിംഗ് ഉണ്ട്, ഇഷ്ടമുള്ളതൊക്കെ പോവാം. കാരണം എല്ലാ പ്രിൻസിപ്പാളും മാനേജ്മെന്റ് മീറ്റിംഗ് എന്നിട്ട് പോകുന്നത് പോലെ എടുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ DO മീറ്റിംഗ്, AO മീറ്റിംഗ് എന്നൊക്കെ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഈ സുഖം ഒന്ന് അനുഭവിച്ചോളാൻ വിചാരിച്ചിട്ട് പ്രിൻസിപ്പൾ ആളുകളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇതിലൊന്നും പെടാത്ത ആൾക്കാരുണ്ടോ, അത് ഇതുവരെ എനിക്ക് ശ്രദ്ധയപ്പെട്ടിട്ടില്ല, പെട്ടതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഏതായാലും നമ്മൾ പ്രിൻസിപ്പളാണ്. അപ്പോൾ ആയ സ്ഥിതിക്ക് ഇതൊരു നല്ല പ്രിൻസിപ്പൾ ആവാം എന്ന് ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഇവിടെ പറയുന്നതിന് പകരം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു റിയൽ എക്സ്പീരിയൻസ് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആസ് എ പ്രിൻസിപ്പൾ വാട്ട് ടൈപ്പ് ഓഫ് ദ ഇഷ്യൂസ് ആൻഡ് ക്രൈസിസ് യു ഹാവ് ഫേസിങ് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് പറയുകയാണ്. നമുക്ക് ഓരോരോ ആ ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഫിലോസഫിയിലേക്കും അതിൻ്റെ ഒരു തിയറിയിലേക്കും ഇങ്ങനെ പോവാം. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഫിലോസഫി ഇല്ലാത്ത ഒരു കാര്യമില്ല. അതേപോലെ തന്നെ എല്ലാ ഫിലോസഫിക്കും ഒരു എക്സിക്യൂഷൻ പാർട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഫിലോസഫിയും അതുപോലെ തന്നെ ഫിലോസഫി ഇല്ലാത്ത എക്സിക്യൂഷനും വൃഥാവിലാണ്. ഏത് കാര്യത്തിനും ഒരു എന്താ പറയുക തിയറി പാർട്ട്, അതിൻ്റെ ഒരു സൈദ്ധാന്തിക വശമുണ്ട്, അതിൻ്റെ ഒരു പ്രായോഗിക വശമുണ്ട്. ഏതൊരു പ്രയോഗത്തിനും ഒരു സൈദ്ധാന്തിക വശം ഉണ്ടാവണം, ഏതൊരു സിദ്ധാന്തത്തിനും അതിൻ്റെ ഒരു പ്രായോഗിക വശം ഉണ്ടാവണം. പ്രായോഗികമല്ലാത്ത സിദ്ധാന്തങ്ങൾ നമ്മൾ ഉട്ടോപ്യൻ എന്താ പറയുക ഉട്ടോപ്യൻ ആശയങ്ങളാണ് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ഒരു ഫിലോസഫിക്കൽ സൈഡുണ്ടാവും, ഒരു പ്രായോഗിക പ്രാക്ടിക്കൽ സൈഡുണ്ടാവും. അതുകൊണ്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോവാം. അപ്പോൾ ഞാൻ താഴോട്ട് വെച്ചത് കുറച്ചുകൂടെ നമ്മൾ നന്നാവും. ആദ്യത്തെ ഒരു പ്രിൻസിപ്പളിനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് തന്നെയാണ്, ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതല്ല, നിങ്ങൾ ആളുകളുടെ അടുത്തേക്ക് പോകേണ്ടവരാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓഫീസിലായിരുന്നല്ലോ, നിങ്ങൾക്ക് അവിടെ ഒന്നുകൂടായിരുന്നോ എന്ന് നമ്മൾ ആരോടും പറഞ്ഞത്. പിന്നെ അടുത്ത പ്രിൻസിപ്പാൾക്ക് അറിയാവുന്ന അത്യാവശ്യം മൈക്രോ സാധനമൊക്കെ ഉപയോഗിച്ച് പഠിക്കണം. ആണ് രണ്ടാമത്തെ ഭാഗം. എപ്പോഴും നമ്മൾ ചെയ്താൽ ഓഫീസിൽ മറ്റുള്ളവരെ കാത്തിരിക്കും. നമുക്കൊരു കാര്യം അറിയാം എന്ന് മനസ്സിലായാൽ പിന്നെ ആൾക്കാർ നമ്മൾ കഴിക്കില്ല. മറ്റേ ഞാൻ വന്നാലേ കാര്യം നമുക്ക് കാത്തിക്കട്ടെ എന്ന് അവരൊക്കെ തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഞാൻ എൻ്റെ പ്രിൻസിപ്പളുടെ അനുഭവം ഞാൻ പറയാം. ഞാനൊരിക്കൽ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി. ഞാൻ ബേസിക്കലി ഗവൺമെന്റ് സർവീസിലാണ്. വയനാട്ടിലെ ഹയർ സെക്കൻഡറി സ്കൂൾ മാഷാണ്. ഡെപ്യൂട്ടേഷൻ മലപ്പുറത്താണ് ഉണ്ടായിരുന്നത്. ഒരു 2007 ശേഷം പിന്നെ സർവീസിന് ലീവ് എടുത്ത് പിന്നെ സ്വന്തം ചില കൂലിപ്പണിയൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പ്രിൻസിപ്പളാണ്. അപ്പോൾ പ്രിൻസിപ്പളായിട്ട് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരീക്ഷകളുണ്ട്. ആ പരീക്ഷ നടക്കുമ്പോൾ 10 മണിക്ക് പരീക്ഷ വന്നാൽ ടീച്ചേഴ്സ് വരും 10 വെക്കാലാവും, കുട്ടികൾ കയറുമ്പോൾ 10 ആവും. ഏകദേശം 12 മണിക്ക് തീരുന്ന പരീക്ഷ 12:30 തീരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊന്നും പറ്റില്ല. 9:45 ടീച്ചേഴ്സ് ക്ലാസ്സിൽ കയറണം. ഒരു 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം. കൂൾ ഓഫ് ടൈം ഒക്കെ സർക്കാർ പറയുന്നതിന് മുമ്പാണ് കൂൾ ഓഫ് ടൈം കൊടുക്കണം. 10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണം. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തു. പിന്നെ ഞാൻ രാവിലെ തന്നെ ഞാനൊരു 9:30 ആകുമ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഡെലിബറേറ്റ്ലി ഞാൻ അന്ന് ഇതുപോലെ മാനേജ്മെന്റ് ഓഫീസിലിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടെന്നുള്ള വ്യാജം. കാരണം നിർദ്ദേശം പാലിക്കപ്പെട്ടുള്ള അറിയണം. ഞാൻ കൃത്യം 9:40 വന്നപ്പോൾ ടീച്ചേഴ്സ് മുഴുവൻ വന്നിട്ടില്ല. പരീക്ഷാ ഹാളിൽ റൂമിൽ നിന്ന് പരീക്ഷ ഡ്യൂട്ടിയുള്ള ആളുകൾ പുസ്തകം മുഴുവൻ കൊണ്ടുപോയിട്ടില്ല. കുട്ടികളൊന്നും ഷട്ടർ ഉള്ള റൂംസാണ്. ഓഡിറ്റോറിയം ഷട്ടറൊക്കെ ഇല്ല.
അവസാനം ഞാൻ എന്ത് പറഞ്ഞാൽ സീനിയർ +2 ക്ലാസ്സിലെ കുട്ടികളെ 4 മിനിറ്റ് വിളിച്ച് പോയി സ്പെഷ്യൽ മുഴുവൻ എടുത്ത് വരാൻ പറഞ്ഞു, ഷട്ടറും മുഴുവൻ വെക്കാൻ പറഞ്ഞു, കുട്ടികളൊക്കെ ആൻസർ ഷീറ്റും പഠിപ്പിച്ചു. കൃത്യം 10:10 പരീക്ഷ തുടങ്ങി. അപ്പോഴേക്കും കുറേ ആളുകൾ കൂടി കഴിച്ചു വന്നതിനൊക്കെ ആയിട്ട്. സോ ഞാൻ 10:10 ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് തുടങ്ങി. അതിനുശേഷം അവിടെ ആ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇയാൾ പരീക്ഷ നടത്തും. ഞാനല്ല നടത്തിയ, കുട്ടികളാണ് നടത്തിയത്. കുട്ടികൾ വളരെ ഭംഗി നടത്തും, ഇത്രയും കോപ്പിക്കാൻ ശ്രമിച്ചില്ല. മനസ്സിലായി, ഒരു കരയാගෙන കോപ്പിടിക്കാറുള്ളത് മാഷന്മാർക്ക് അറിയാവുന്നത് കാലൊക്കെ മാറി. അപ്പൊ എന്താ സംഭവം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യം ഇപ്പം എനിക്കറിയാം, കടകശ്ശേരി സ്കൂൾ മജീദ്, കടകശ്ശേരി ഐഡിയൽ മജീദ് ബസ് ഡ്രൈവ് ചെയ്ത് കുട്ടികളുണ്ട്. ഞാൻ ആ സ്കൂളിന്റെ തുടക്കം മുതലേ അവിടെ ബന്ധപ്പെട്ടിട്ടാണ്. ഡ്രൈവേഴ്സ് എന്ന പ്രശ്നമാക്കിയപ്പോൾ മജീദ് ബസ് മാനേജറാണ്, ബസ് എടുത്ത് വരെ കുട്ടികളെ കൊണ്ടുപോകും. അപ്പോൾ ഡ്രൈവിംഗ് വരെ പ്രിൻസിപ്പാൾ അറിഞ്ഞിരിക്കും. അത് ഡ്രൈവ് ചെയ്യാനല്ല എന്ന് സംബന്ധമാൽ ഇയാൾക്കൊന്നും നടക്കൂല എന്ത് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സ്കൂളിൻ്റെ A to Z കാര്യം. ഒരു പൈപ്പ് പൊട്ടിയാൽ ഏതിലാ പൈപ്പിലെ ലൈന് പോയെന്നുള്ളത് പ്രിൻസിപ്പാൾക്ക് അറിയണം. അപ്പം അതിനെന്ത് വേണം, നാളെ ഒന്ന് പോയ പ്രിൻസിപ്പാൾക്ക് ഇന്നത്തെ ലൈൻ അറിയും ഇല്ല. അപ്പം എന്ത് ചെയ്യും, അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനും അതിൻ്റെ ഒരു ഡ്രോയിങ്ങും, ഇലക്ട്രിസിറ്റി ലൈൻ ഡ്രോയിങ്, പ്ലംബിംഗ് ഡ്രോയിങ്, ഇത്തരം സാധനങ്ങൾ എവിടെയൊക്കെയാണ് DB സിസ്റ്റം. എന്താ DB സിസ്റ്റം? DB സിസ്റ്റം ഉണ്ടെങ്കിൽ പവർ പ്ലാന്റ് എടുക്കാൻ പറ്റുള്ളൂ. DB സ്വിച്ച് എവിടെയാണ്, മെയിൻ സ്വിച്ച് എന്തൊക്കെയാണ്, ഡിപ്പർ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി ടെക്നിക്കലായിട്ടും അല്ലാത്തതുമായിട്ടും മുഴുവൻ കാര്യങ്ങൾ അത്യാവശ്യം വന്നാലും എന്നുള്ളത് എന്താ പറയുക, ഒരു മേസൺ വന്നു കഴിഞ്ഞാൽ 2 വർഷം അങ്ങോട്ടേക്ക് പറയുന്നത് ഇതെത്രയും റേഷ്യോ ഒക്കെ ചോദിക്കുന്നത്. ഏത് സിമെന്റും കമ്പി കൂടുതലാണ്, മണൽ കൂട്ടുന്നുണ്ട്, ഒരു ചുക്കും അറിയണ്ട. അപ്പൊ അവർ മനസ്സിലാവും 3:1 ആണെന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് 3 ചട്ടി സിമെന്റ് ഇതിൽ മണലിൽ 1 ചട്ടി സിമെന്റ് കൂട്ടിയില്ലെങ്കിൽ ഇയാൾ കഴിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടാവണം. മനസ്സിലായത്? അതിന് ഞങ്ങൾ പെണ്ണുങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്താ തോന്നുന്നത്, വീട്ടിൽ ഫ്യൂസായാലും ബൾബ് ഫ്യൂസായാലും ബൾബ് മാറ്റുന്ന എത്ര ടീച്ചർമാരുണ്ട്? ഇവര് നല്ല പ്രിൻസിപ്പൾമാരാണ്. ഞാൻ പറഞ്ഞത് അതൊക്കെ അറിഞ്ഞു. ഇവര് റെസ്പെക്റ്റീവ് ഓഫ് ദ ലേഡി വെച്ചാൽ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എല്ലാ കാര്യങ്ങളും ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനെ ശരിക്കും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, ഒരു പ്രിൻസിപ്പളാണ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കലാണ്. അതിൽ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ ഒന്ന് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് പോയി. ഇപ്പൊ ഇവിടെ നിങ്ങൾ വന്നല്ലോ, ഇവിടെ ആദ്യം ഈ ക്യാമ്പസ് ആദ്യമായിട്ട് നടത്താറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നടന്ന് കാണണം, ഈ ഹോള് കാണണം, ഡൈനിങ് ഹാള് കാണണം, ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് കാണണം, ഇവിടെ ക്ലാസ് റൂംസ് കാണണം, ഇവിടെ സൗകര്യങ്ങൾ കാണണം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഈ ബ്ലൂ ലൈനിലെ വെറും വൈറ്റ് ആയാലും കുറച്ചുകൂടെ നന്നാവുമായിരുന്നു അല്ലേ? എങ്ങനെ വരെ മൊത്തത്തിൽ അറിയാം എന്റെ തോന്നി ഞാൻ പറയുന്നു, വെറും വൈറ്റ് ആയാലും കുറച്ചുകൂടെ ഭംഗിയാകുമായിരുന്നു എന്ന് ഞാൻ എനിക്ക് തോന്നൽ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ചില അറിയാത്ത ലേഡീസ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന സാധനം കാര്യങ്ങളെ അറിയാൻ എല്ലാ അർത്ഥത്തിലും അറിയാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അറിയണമെന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു എവിടെ ഇപ്പൊ ഏതെല്ലാം ജില്ലയിലുള്ള ആൾക്കാരുണ്ട്? കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. ഓക്കെ, നിങ്ങൾക്ക് പരിചയം ഉണ്ടല്ലോ, എവിടുന്ന ആണല്ലേ? ഇതോടെ അപ്പോ അമാനത്താണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? അങ്ങനെ മൈക്ക് ഒഴിവാക്കണം. ഇല്ല, ആകെ ദിവസം കൊറോണ വരുന്നതാണ്. കുഴപ്പമില്ല, ഞാൻ അധികം വരുമ്പോൾ അടുത്ത് വരുമ്പോൾ നോക്കി പറഞ്ഞാൽ മതി, അതൊന്ന് വിട്ടിക്കറിഞ്ഞാൽ മതി. കാരണം ഞാൻ ഡബിൾ വാക്സിനേറ്ററാണ്, പക്ഷെ ഞാൻ കാരിയറായി. ഡബിൾ വാക്സിൻ എടുത്തുകൊണ്ട് വൈറസിന്റെ ശരീരത്തിൽ ഇല്ല എന്നതിനർത്ഥമല്ല, എന്നെ അഫക്ട് ചെയ്തില്ല എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഞാൻ കാരിയറായി, അതുകൊണ്ട് അപ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ അപ്പോൾ സ്ഥാപനവും അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഞാൻ കാര്യം പറയും, പെട്ടെന്ന് എഴുതണം, വളരെ പെട്ടെന്ന്. നിങ്ങൾ ഇതോടുകൂടി ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നുണ്ടോ? നിങ്ങളാണ് സംസാരിക്കുന്നത്. വളരെ പെട്ടെന്ന് ആലോചന ചർച്ച ചെയ്തിട്ട് ഒറ്റയടിക്ക് എഴുതണം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് അതിൽ എഴുതല്ല, ഒരു ചെറിയ തുള്ളിവെപ്പുണ്ടായാലും മതി. ശരി, മൂവെത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ വെക്കും. എന്നാൽ പിന്നെ എനിക്ക് ഞാൻ സ്റ്റാൻഡിലായി, മറ്റേ ഇല്ലേ ഞാനിങ്ങനെ നടക്കും. അതിൻ്റെ ഞാൻ അവിടെ നിന്നാലും സംഭവിക്കാതെ നമ്മളൊന്നും ഒരു ഇന്റിമസി പ്രശ്നം തുടങ്ങി. അവർക്ക് നിങ്ങളെ സൗകര്യം ഇങ്ങനെ എനിക്ക് നല്ല പരിചയം.
വെറുതെ ആഗ്രഹം കൊണ്ട് പറയാറുണ്ട്. അപ്പോ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയും, പെട്ടെന്ന് അതിനുള്ള മറുപടി എഴുതും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേരെഴുതുക, പെട്ടെന്ന് എഴുതണം, ആലോചിക്കാൻ സമയമില്ല, എഴുതിയല്ലോ അത്. എന്താ എഴുതി? ഒന്ന് എണീച്ചത് നിങ്ങളെന്താ എഴുതി? നിങ്ങളുടെ പേര് മുബഷിർ തങ്ങള് റോസ് എഴുതിയത്. റോസ് എഴുതിയത് ഒന്ന് എണ്ണ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 21 റോസ്. അല്ലാതെ വേറെ ആരൊക്കെയുള്ളത്? വേറെ എന്താ എഴുതി? മുല്ലപ്പൂ. പഠിത്തയിലാണ് എഴുതിയുള്ളൂ. അല്ല, മുല്ലപ്പൂ ഒക്കെ അതിന്റെ സമയം. ഒരാള് മുല്ലപ്പൂ എത്ര ആളുണ്ട്? 2 ആള്. പിന്നെ വേറെ എഴുതിയില്ല, 2 ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആ സാധനം എഴുതി കാണിച്ചത് അവിടെ വെച്ചിട്ട് നമുക്ക് തുറന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ ചോദിക്കണം പേടിയ എനിക്കറിയാം പരമാവധി ആൾക്കാർ റോസ് ഇഷ്ടമുണ്ട്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായത്? എങ്ങനെയാണ്? നിങ്ങൾ റോസ് എടുത്ത് കുറെ കാലമായില്ലേ? വീട്ടിലുണ്ട്, എല്ലാ ദിവസവും റോസ് കാണുന്നുണ്ട്. ഈ റോസ് എഴുതിയൊക്കെ എല്ലാ ദിവസവും റോസ് കാണുന്നുണ്ടോ? ഉണ്ടോ? വീട്ടിലൊക്കെ റോസ് ഉണ്ട്. എന്നാലും എല്ലാവർക്കും റോസ് അല്ലാതെ നമ്മൾ വളരെ ഫെമിനാർ വേറെ പൂവുണ്ട്. പക്ഷെ നിങ്ങൾക്ക് റോസാണ് ഇഷ്ടം എന്നല്ല എനിക്കിങ്ങനെ മനസ്സിലാവുന്നത്. അതൊരു സ്വാഭാവികമായ സംഭവങ്ങൾ എവിടെ പോയി എഴുതാനും ഇങ്ങനെ എഴുതുള്ളൂ. അതിന് വലിയ അനുഭവമൊന്നുമില്ല. കാരണം പൂവ് നമ്മുടെ വീട്ടിൽ റോസ് ഇല്ലെങ്കിലും നമുക്ക് റോസ് ഇഷ്ടമില്ലെങ്കിലും ഒക്കെ തന്നെ റോസ് എഴുതാം. അഥവാ അത് നമ്മളുടെ ഒരു സാമൂഹിക ധാരണയെ അങ്ങനെയാണെന്ന് ധാരണയ്ക്കുള്ളൂ. ഈ ധാരണ കൂടെ പ്രധാനം നമ്മുടെ സ്ഥാപനത്തിന്റെ പൊതുവായ സ്വഭാവം എന്താണ്? ഇവിടെ ഉള്ള ആളുകളുടെ പൊതുവായ സ്വഭാവം നിങ്ങൾക്കൊക്കെ റോസ് ഇഷ്ടമാണ് എന്നുള്ളതാണോ? ആണല്ലേ? അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് നമുക്കുണ്ടാവണം. നമ്മുടെ സ്ഥാപനത്തിന്റെ പൊതുവായ സ്വഭാവം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നത് ഇത് കുറെ പറയണം, കുറെ 1 മണിക്കൂർ 2 മണിക്കൂർ പറഞ്ഞാൽ മതിയാണ്, പ്രത്യേകിച്ച് ഇത്ര സ്ഥാപനങ്ങളെ കുറിച്ച്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനം എന്നുള്ള വേറെ വാക്ക് പറയാം. ഞാൻ കുറച്ചുകൂടി ചുരുക്കി പറയാൻ അവകാശപ്പെടുന്നില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവെച്ചത് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളല്ല, നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ, നിങ്ങൾ ഹെഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വന്നപ്പോഴാണ് ഗുണനിലവാരം എന്നൊരു ചിന്ത പൊതുസമൂഹത്തിലുണ്ടായത്. ആ ഒരു മത്സരം വന്നപ്പോഴാണ് പൊതുവിദ്യാലയങ്ങൾ നന്നായത്. ഈ മത്സരം വന്നപ്പോൾ പിന്നെ എനിക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സ്ഥാപനങ്ങളെ ഒരു ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് മലബാറിൽ. മലപ്പുറത്ത് പള്ളി കമ്മിറ്റികളും അതുപോലെ മദ്രസ കമ്മിറ്റികളും ഒക്കെ തന്നെ ഈ പാവപ്പെട്ട പ്രവാസികൾക്ക് പിരിവെടുത്തും നാട്ടുകാരോട് പറഞ്ഞ് പിരിവെടുത്തും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് വളരെ ചെറിയ 1000-1500 രൂപ ശമ്പളം കൊടുത്തിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലാത്തവരുമാണ് അധ്യാപകരെ വെച്ചിട്ട് ബസ് വിട്ടും ജീപ്പ് വിട്ടും കുട്ടികളെ പിടിച്ചോണെന്ന് പഠിപ്പിച്ചപ്പോഴാണ് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മുടെ സ്ഥിതി അറിയാം. ഞാൻ കുറേ സ്കൂളുകളെ കഥ പറയാം, കാരണം നമ്മൾ അവസാനിക്കില്ല. എന്നാലും 1-2 ചെറിയ ഉദാഹരണം പറയാം. പാലപ്പെട്ടി എന്ന സ്ഥലം മലപ്പുറത്ത്. പാലപ്പെട്ടി ഭാഗത്തുള്ള കാര്യങ്ങളുണ്ടോ? പാലപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ 2001 ഞങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു നീളം ബിൽഡിംഗ് പകുതി ഓരോ മറിച്ചൊരു ബിൽഡിംഗ് ആണുള്ളത്. 10ാം ക്ലാസ് വരെ ഉണ്ട്. അവിടെ വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ 5%. നമ്മുടെ കുട്ടികളിൽ 5 കുട്ടികളെ പാസ്സാവുള്ളൂ. അതും 210 മുകളിൽ കിട്ടുന്ന ആരുമില്ല. കുട്ടികൾ 6 മാസം ക്ലാസ്. ഒരിക്കലും അവിടെ ഇതിന് കുഴപ്പം, ഞാൻ അനുഭവം പറഞ്ഞപ്പോൾ അങ്ങനെ പോകും. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് പറഞ്ഞത് ഒരിക്കലും ഞങ്ങളുടെ ഇൻസ്പെക്ഷൻ ആയ സമയത്ത് 10 മണിക്കാണ് അവിടെ എത്തുന്നത്. പകുതി ടീച്ചേഴ്സ് എത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ ടീച്ചേഴ്സ് ഞാൻ ചോദിച്ചാൽ എന്താ വൈകി എന്ന് പറഞ്ഞ് അത് ട്രെയിൻ വൈകി. ചൊവ്വാഴ്ച ഉണ്ടല്ലോ ദിവസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം വെള്ളിയാഴ്ച പോയപ്പോൾ ഒറ്റ ടീച്ചർമാർക്ക് ആകെ എച്ചം മാത്രം. എച്ചമ്മിനോട് ഞാൻ കഞ്ഞിയുടെ ഒരു കണക്ക് കൊടുക്കണം, കണക്കെടുത്ത് തരാം സ്കൂളിൽ ആദ്യം കുട്ടികളില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താ ചൊവ്വാഴ്ച വരാനുള്ള ദിവസവും വെള്ളിയാഴ്ച പോകാനുള്ള ദിവസം എവിടുന്നാ വരിക അറിയാം ടീച്ചർമാർ? കോട്ടയത്തുനിന്ന് ദിവസവും പാലപ്പെട്ടി വന്ന് ക്ലാസ് എടുത്ത് തിരിച്ച് കോട്ടയം വീട്ടിലെത്തുകയാണ്. അത് തിരിച്ചു പോകുമ്പോൾ ഞാൻ ടീച്ചർ ഇങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് ചാടി വന്നപ്പോൾ ടീച്ചറിന്റെ പച്ചക്കറിയൊക്കെ വന്നു എവിടുന്ന് കിടപ്പാടുന്നു. ഞാൻ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ പാലപ്പെട്ടി സ്കൂളാൻ കണ്ടത് ഇതെന്താ പച്ചക്കറി വിടുന്ന വന്നു. അതാകുമ്പോൾ ട്രെയിനിനെ കഴിഞ്ഞ് റെഡിയാക്കി കുറേ കൂടി സാമ്പാറുണ്ട്. ഈ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വൃത്തികെട്ടൊരു സീൻ എന്താണ്? എനിക്ക് ട്രെയിനിൽ നിന്ന് പച്ചക്കറി മേടിക്കുന്നതാണ്. നിങ്ങളെത്ര കണ്ടിട്ടുള്ളത് ആ കാഴ്ച? ഇപ്പൊ കാണുന്ന സീസൺ ടിക്കറ്റ് എടുത്ത ടീച്ചർമാരെ പച്ചക്കറി ട്രെയിനും മുറിക്കും. അത്രയും സമയം സേവ് ചെയ്യാൻ ഒരു ട്രെയിൻ യാത്ര പോലും എൻജോയ് ചെയ്യാൻ മനസ്സിലാത്ത ആൾക്കാർ ടീച്ചർമാരായാലും പിന്നെ കാര്യം നോക്കാം. അപ്പോൾ ഞാൻ അതേപോലെ നമുക്ക് പറഞ്ഞ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത്ര സ്കൂളുകൾ വന്നു, 100% വിജയം എന്നുള്ള അവസ്ഥ വന്നു. മലപ്പുറം ജില്ലയിൽ സെന്റ് ജോൺസിൽ മാത്രമേ 100% വിജയം ഉണ്ടായിരുന്നു. അത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്നത്.
പൂക്കോട്ടൂർ സ്കൂൾ ഭാഗമായിട്ട് ടീച്ചർ പറഞ്ഞു മാഷേ നിങ്ങൾക്ക് മനസ്സിലായത് പൂക്കോട്ടൂർ അസല ഇവിടെ ഒന്നും നടക്കില്ല. ആ പൂക്കോട്ടൂർ സ്കൂളിൽ നിന്ന് അത്ര റിസൾട്ട് ഇവിടെ കൂടുതലുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞാൽ ഈ നിങ്ങളുടെ സ്കൂളുകളുടെ റെലവൻസ്, നിങ്ങളുടെ സാമൂഹ്യ എന്താ പറയുക സ്ഥാനം എന്ന് പറയുന്നത് കേരള സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം എന്നൊരു മെസ്സേജ് കൊടുത്ത സ്ഥാപനങ്ങളുണ്ട്. ഇതൊന്നും തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയില്ല. ശരിക്കും മരിച്ചു പോയിച്ച ഈ സ്കൂളുകളൊന്നും തന്നെ സാമ്പത്തികമായിട്ട് നഷ്ടമല്ലാതെ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അധ്യാപകർക്ക് നല്ല ശമ്പളം കിട്ടുന്നില്ല. അതേപോലെ തന്നെ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇപ്പം പൊതുവിദ്യാലയങ്ങളിൽ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ സൗകര്യങ്ങൾ അന്നും ഉണ്ടായിട്ടില്ല, എന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പൊതുസമൂഹത്തിന്റെ പണമാണ് ഉപയോഗിച്ചത്. പക്ഷെ എന്നാട്ടും പേരുള്ള വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ പേരാണ് നമ്മളുടെ പേരിലൊക്കെ ഉള്ളത്. അത് വേറെ ചർച്ച ചെയ്യാം. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകും. അപ്പൊ അതാണ് അങ്ങനെ വിദ്യാഭ്യാസ കച്ചവടക്കാരാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ എന്താണ് ഒരു പ്രിൻസിപ്പൾ എന്ന അർത്ഥത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ? ഓരോന്നോരോന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ മുകളിൽ തന്നെ ചർച്ച നടത്താം. ആരും കാത്തിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒന്നും തയ്യാറാക്കിയ സ്ലൈഡുകളോ ഒന്നും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് SP മുഹമ്മദ് സാഹിബ് പറഞ്ഞു അത് തന്നെയാണ്. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് അതിനൊക്കെ പരമാവധി മറുപടി തരാൻ പറ്റുന്നില്ല. അല്ലാതെ നമുക്ക് കണ്ടെത്താം ഒന്ന് ചെയ്തത്. എന്താണ് ആസ് എ പ്രിൻസിപ്പാൾ നിങ്ങളുടെ പ്രതിസന്ധികൾ? നന്മകളൊക്കെ ഒന്നുമില്ല. പ്രധാനമായിട്ട് ക്വാളിറ്റി അധ്യാപകരുടെ അഭാവമാണ്. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ടീച്ചേഴ്സിന്റെ വർഷം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ക്വാളിറ്റി ടീച്ചേഴ്സിന്റെ അഭാവം. അസ്മിയെ പോലെ സ്ഥാപനം നമ്മൾ ട്രെയിനിങ് കൊടുക്കാം. ട്രെയിനിങ് കൊടുത്ത അധ്യാപിക അടുത്ത മാറി. പിന്നെ ടേൺ ഓവർ കൂടുതലാണ് അല്ലേ? ടീച്ചേഴ്സിന് ടേൺ ഓവർ കൂടുതലാണ്, വന്നു പോകുന്നു. ഓക്കെ പിന്നെ അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. എന്നാലും നമ്മൾ അവസാനിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചർച്ചയുടെ ആവശ്യമില്ല. അതൊരിക്കലേ ഈ മുല്ലാ നസറുദ്ദീന് ഒരിക്കലും ആളുകൾ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. മൂപ്പർക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. മൂപ്പർ അവിടെ പോയി വെച്ചു ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോന്ന് ചോദിച്ചു. ആളുകൾ അറിയില്ലാന്ന് ഒന്നും അറിയാത്ത ആൾക്കാരെ വിളിച്ചൊന്നും പറയാനില്ല. പിന്നെ ഈ സർക്കാരെ വിളിച്ചോളൂ. എന്നിട്ട് ഇയാൾ വീണ്ടും ചോദിച്ചു ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ആൾക്ക് നേരത്തെ അനുഭവമുണ്ട്. ഒരു പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു. എല്ലാം പറയാമെന്നോട് എനിക്കൊന്നും പറയാനില്ല. അപ്പൊ വീണ്ടും പിടിച്ചു. നമ്മൾ ഒരു തീരുമാനിച്ചു ഒരു ഭാഗം അറിയാമെന്ന് ഒരു ഭാഗം അറിയാമെന്ന് പറയാൻ തീരുമാനിച്ചു. വീണ്ടും പിടിച്ചു. ഇയാൾ ചോദിച്ചു ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയാമെന്ന് ചോദിച്ചു. ഈ ഭാഗം പറഞ്ഞാൽ അറിയാവുന്നതാണ്, ഇവരൊന്നും അറിയില്ലാന്ന്. അങ്ങനെ അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റും. അതേപോലെ എല്ലാം അറിയാതാണെങ്കിൽ പിന്നെ അറിയാതാണെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നിങ്ങളുടെ ക്രൈസിസ്? മാഷ് പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് ഒരു മുൻകൂട്ടി പറയാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ വരുന്ന പ്രതിസന്ധിയെ അയാൾ എങ്ങനെ തരണം ചെയ്യുന്നു അത് അയാൾ സ്വയം അപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് തരണം ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ചോദിച്ചാൽ അനുഭവപ്പെട്ട പ്രതിസന്ധി പറയും. പല പ്രതിസന്ധികളും സിംഗിൾ ഇൻസിഡന്റ് പറഞ്ഞാൽ മതി. ജനറൽ ആയിട്ട് ഒറ്റ ഇഷ്യൂ സാറ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. എന്നാൽ കൈകാര്യം ചെയ്ത സംഭവം ഒരു എന്താ പറയാ ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറഞ്ഞു. മെയിൻ പ്രശ്നം വലിയ ക്ലാസ്സിലെ കുട്ടികള് സ്വഭാവ ദൂഷ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ വെച്ച് ചെയ്യുമ്പോൾ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില കുട്ടികളുടെ പാരന്റ്സ് സ്കൂളുമായിട്ട് നന്നായിട്ട് ബന്ധിക്കുന്നവർ എന്നാലും ആ വിഷയം എന്തുകൊണ്ട് മാഷ് ഇങ്ങനെ കൈകാര്യം ചെയ്തു, അത് അത്ര ചെയ്യേണ്ടതില്ല, നമ്മൾ കുട്ടികളെയും ആളുകളെ മുന്നിൽ അത്ര മോശക്കാരായില്ല എന്നുള്ള ഒരു ചെറിയ ഇഷ്യൂസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ അലട്ടുന്ന ഇഷ്യൂസ് കുട്ടികളുടെ ഒരു പിന്നെ മോശം പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് മുകളിൽ നടപടി എടുക്കുക അല്ലെങ്കിൽ പേരൻസ് അറിയിക്കുക ചെയ്യുമ്പോൾ അവരത് അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അത് നമുക്ക് വേറൊരു കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടി മാത്രമല്ല ഉള്ളത്, ശരിക്കും പറഞ്ഞാൽ അവനൊന്നും ചെയ്തിട്ട് അവരെ കൂടെ നിൽക്കേ ചെയ്തിട്ടുള്ളൂ, അവൻ കണ്ടിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വിഷയങ്ങൾ അല്ലേ. ജനറലായിട്ട് പറഞ്ഞാൽ പേരൻസിനെ കൈകാര്യം ചെയ്യുന്നതുമായി പറഞ്ഞാൽ അവരുമായിട്ട് ആശയവിനിമയത്തിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ പിന്നെ ഒരു പ്രിൻസിപ്പൾ എന്ന രീതിയിൽ മാനേജ്മെന്റിന്റെ ഒരു ആഗ്രഹം, കുട്ടികളുടെ വേറെ ആഗ്രഹം, പാരന്റ്സിന്റെ വേറെ ആഗ്രഹം, ടീച്ചേഴ്സ് സ്റ്റാഫിന്റെ വേറെ ആഗ്രഹം, അതെല്ലാം കൂടി വന്നിട്ട് നമ്മുടെ അതാ നമുക്കൊരു ആഗ്രഹമില്ലാത്ത അവസരം ഇത് എന്താ പറയാ എല്ലാവരുടെയും ഞങ്ങൾ നാടൻ ഭാഷ പറയും എല്ലാവരുടെ അമ്മായിയാവുന്നത് അങ്ങനെ ആവാൻ കഴിയുന്നില്ല.
ഒരു പ്രിൻസിപ്പളുടെ കഴിവ് തന്നെയാണ്, സംശയം. അതേ ആ വിഷയം ഞാൻ അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ എനിക്ക് വളരെ നല്ലൊരു പടം നിങ്ങളെ പറയുന്നത് സിറാജ്, നല്ലൊരു തുടക്കമാണ് സിറാജ് സാർ തന്നിട്ടുള്ളത്. എന്താ ഇതിന്റെ വിഷയം നൽകുന്നത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഒരു ഫിലോസഫി ഉണ്ട് പറഞ്ഞു. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പിൽ അത് തുടങ്ങിയ ആളുകൾക്ക് ഫിലോസഫി ഉണ്ടാവും. അതിനെ നമ്മൾ മിഷൻ എന്നൊക്കെ പറയുന്നത്. എന്തിനു വേണ്ടി, വാട്ട് ഫോർ, ഈ സ്ഥാപനം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ആരാണ്? ശരിക്കും ഈ സ്ഥാപനം എന്തിനു വേണ്ടിയാണ് പറയേണ്ടത് ആരാണ്? ആരാ പറയേണ്ടത്? മാനേജ്മെന്റ് ആണ് പറയേണ്ടത്. ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്ഥാപനം ഉണ്ടാക്കിയത്? അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഈ സ്ഥാപനം ഉണ്ടാക്കിയത് കാശുണ്ടാക്കാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഖ്യാപന ലക്ഷ്യം ലാഭം ഉണ്ടാക്കുന്നതാണ് ആണല്ലോ. അപ്പൊ ആ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗവും നമ്മൾ ആരാണ്. വേറെ ആൾ പറയാണ്, ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ മേപ്പാടി സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ് ഷിഫ്റ്റ് ആക്കി, സൗകര്യമില്ലാത്തത് 7:30 മുതൽ 12:30 വരെ ഒരു ബാച്ചും 12:30 മുതൽ 4:30 വരെ ഒരു ബാച്ചും 4 വരെ 5 മണി വരെ ഒരു ബാച്ചും. ആ സമയത്ത് കുറേ മേപ്പാടി എന്ന സ്ഥലത്ത് കണ്ടത് വയനാട്ടിലെ തോട്ടത്തൊഴിലാളി മേഖലയാണ്. തോട്ടത്തൊഴിലാളികൾ കുറേ സ്ത്രീകൾ ആ തോട്ടത്തിൽ നിന്ന് അങ്ങനെ തന്നെ ആ പറയില്ല ചാക്കൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഓഫീസിൽ വന്നു. ഞാൻ ആ ക്ലാസ് ടീച്ചർ 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, മാഷേ അത് ഷിഫ്റ്റ് ആക്കി ശരിയാവില്ല. ഞാൻ ചെന്ന നല്ല സൗകര്യമില്ല, കാരണം കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൂടെ നിങ്ങൾക്ക്? സാർ അതാ പ്രശ്നം. കാരണം ഇത് പാടി റൂം, പാടി എന്ന് പറയും, പാടി എന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്തടുത്ത് റൂമുകളാണ്, പാടി റൂമാണ് സാർ. ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ വേറെ ആരുമില്ല. അതേസമയം അവരെ നോക്കാനായിട്ട് ആ സമയത്ത് വേറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാർ എങ്ങനെയൊക്കെ വൈകുന്നേരം വരെ അവരവിടെ പിടിച്ചെത്തും, ഞങ്ങൾ തോട്ടത്തിൽ തിരിച്ചെത്തുന്നവരെ ഈ പെൺകുട്ടികളെ സാറൊന്ന് പിടിച്ചെത്തുന്നു. അപ്പോൾ അവരുടെ ആ രക്ഷാകർത്താവിന്റെ ലക്ഷ്യം എന്താണ്? ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് പകൽ സമയത്ത് നോക്കാനുള്ള സ്ഥലം തന്നെയാണ്. അവിടെ ജയിക്കലും പഠിക്കലൊന്നും ഒരു വിഷയേ. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ ഒരു ഗോപാലനുണ്ടായിരുന്നു. ഗോപാലൻ രാജനൊക്കെ ആദിവാസി ഫാമിലിയിലെ കുട്ടികളാണ്. ഇതൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ പിന്നെ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ ഗോപാലൻ രാജനൊന്നും വരില്ല. അല്ലാത്ത ദിവസം അവർ വളരെ നേരത്തെ വരും, ഏറ്റവും അവസാനം പോകുള്ളൂ. അപ്പോൾ ഞാൻ ഗോപാലനോട് എന്താ സംഭവം, ശനിയാഴ്ച എന്താ വരുന്നത്? ശനിയാഴ്ച ഉപ്പുമാവില്ലല്ലോ, പിന്നെ എന്താ വരുന്നത്? അന്ന് ഉപ്പുമാവാണ്, കഞ്ഞിയല്ല, ചോറല്ല, ഉപ്പുമാവാണ്. ഉപ്പുമാവ് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റ് കിട്ടുന്ന ഒരു ഉപ്പുമാവാണ്. അപ്പൊ അന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാറാണെങ്കിൽ 7ാം ക്ലാസ് കുട്ടികൾ മുതിർന്നവർ ഉണ്ടാക്കുക. അത് രാജ്യം ഗോപാലൻ ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകി പോകുന്ന ഉദ്ദേശം നമ്മൾ ഉച്ചക്കനെ കുറച്ച് മാറ്റി വെക്കും ആദ്യം. കാരണം ഓർക്കറിയാം എത്ര 7ാം ക്ലാസ് എത്ര കുട്ടികളുടെ മുന്നിൽ വളർന്നപ്പോഴറിയാം. അതിനുള്ള കണക്കുമ്പോൾ മാറ്റി വെക്കും. ഇത് കൊണ്ടുപോയിട്ട് വേണം അമ്മക്ക് കഴിക്കാൻ വരുന്നത്, അമ്മക്കും താഴെ കുട്ടികൾ കഴിക്കാൻ. അവനേക്ക് കൊണ്ടൊന്നല്ല. എന്നിട്ടാണ് കുടുംബം ജീവിച്ചു പോകുന്നത്. ശനിയാഴ്ച കിട്ടൂല, അപ്പം വന്നിട്ട് എല്ലാം അവന്റെ പ്രഖ്യാപന ലക്ഷ്യം എന്താണ്? ഉപ്പുമാവ് കിട്ടാൻ. അപ്പം അവിടുത്തെ പ്രിൻസിപ്പാളെ അവനോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർ സമയാസമയത്ത് ഉപ്പുമാവ് കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് അതാദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ മാനേജ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുമ്പോൾ നിങ്ങൾ മാനേജ്മെന്റ് ചോദിക്കേണ്ട ചോദ്യം, ഞാൻ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? സ്ഥാപനത്തിന്റെ മികവിനാണോ? അതല്ല ലാഭകരമായി സ്ഥാപനം നടത്താനാണോ? അതല്ല കുറേ കുട്ടികളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനാണോ? അങ്ങനെ ഉണ്ടല്ലോ നാട്ടൻ കുട്ടികൾ എങ്ങനെയെങ്കിലും ഒരു 10ാം ക്ലാസ് വരെ പോട്ടെ സാറേ എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് വരെ അവിടെ നിന്ന് പോകാനാണോ എന്നുള്ള സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത നിലപാട്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യമേ അറിയണം. അത് നിങ്ങളോട് മാനേജ്മെന്റ് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് തിരിച്ചുവിട്ട് ആദ്യം മാനേജ്മെന്റ് ചോദിക്കേണ്ടത് എന്താണ് ഉദ്ദേശം? മനസ്സിലായി? ഇങ്ങനെ ചോദിക്കരുത്, വേറെ നീ ചോദിക്കണം, അങ്ങനെ വെച്ച് വരാറ്. അപ്പൊ അത് ചോദിക്കണം. അപ്പൊ അത് ചോദിച്ചാൽ പിന്നെ നമ്മൾ അതാണ് വിഷൻ എന്ന് പറഞ്ഞ സാധനം. പിന്നെ അതിന്റെ മിഷൻ അതെങ്ങനെ അച്ചീവ് ചെയ്യണം, അതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ളത് പിന്നെ നമുക്കൂടെ കൂടി തീരുമാനിക്കേണ്ടത്. അവിടെയാണ് മിഷൻ രൂപീകരിക്കുന്ന കാര്യത്തിലാണ് പ്രിൻസിപ്പളുടെ റോൾ. മാനേജ്മെന്റ് ഇത് സ്ഥാപിച്ച ആളുകൾക്ക് ഇങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്? അത് ആ സമീപനം എങ്ങനെയായിരിക്കും എന്ന് ധാരണ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞതിനർത്ഥം ഒരു കാര്യം ചെയ്യാത്ത ഒരാളായിരിക്കണം. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞതിനർത്ഥം ഒരു കാര്യവും ചെയ്യാത്ത ഒരാൾ എന്നായിരിക്കണം. അഥവാ നിങ്ങളാരും ഒന്നും ചെയ്യരുത്, എല്ലാം എന്ത് ചെയ്യണം? ചെയ്യിപ്പിക്കണം. മറ്റൊന്ന് സംഭവിക്കാന്നാൽ എല്ലാവരുടെ തലയിലുണ്ടാവും, പ്രിൻസിപ്പളെ തലയിലുണ്ടാവും. രക്ഷാകർത്താവ് തന്നെ പ്രിൻസിപ്പളെ കണ്ടാൽ മതി. കുട്ടി ഒന്ന് വൈകി വന്ന പ്രിൻസിപ്പളെ കാണാൻ മതി, മറ്റേ ബാങ്ക് വന്ന നമ്മുടെ പ്രിൻസിപ്പളെ കാണാൻ മതി. ഒക്കെ ആരുണ്ടായിരിക്കും? പ്രിൻസിപ്പളിന്റെ പണിയല്ലാത്ത എല്ലാ പഠിക്കുന്നുണ്ട്, വേറെ പണി നോക്കുന്നുണ്ട്. ആദ്യം പഠിക്കേണ്ടത് ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യണം. എങ്ങനെ ടീം ബിൽഡ് ചെയ്യാം? ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം, ഒരു ഫുട്ബോൾ ടീം എടുക്കാം.
എല്ലാവരും കളിക്കുന്നത് ഗോൾ അടിക്കാനില്ല, ആണോ അല്ലേ? ആണ്. പക്ഷെ എന്താണ്, ഗോൾ അടിക്കുന്നവർ മറഡോണയോ മെസ്സിയോ അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ഗോൾ അടിക്കും. ഒരു ഗോൾ പോലും അടിക്കാത്ത ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ഏറ്റവും ഭയങ്കര പൈസ കൊടുത്ത ക്ലബ്ബുകൾ വാങ്ങും അവരെ. അയാൾ ഗോളൊന്നും അടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്യും, ക്ലബ്ബുകൾ പൈസ കൊടുത്ത് വാങ്ങും. എന്താ കാര്യം? മറ്റാൾ ഗോൾ അടിക്കണമെങ്കിൽ ഇയാളോട് വേണം, കളിക്കളത്തിൽ വേണം, അല്ലെങ്കിൽ ഇയാൾ പോസ്റ്റിൽ പോകണം. മനസ്സിലാവുന്നില്ലേ? അതേപോലെ നിങ്ങളുടെ ടീം പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് ധരിക്കണം, കൃത്യമായ ധാരണ വേണം. ടീം പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ ആളുകൾ എന്നല്ല. നമുക്ക് അതിന്റെ പരിപാടി നമ്മുടെ കുറച്ച് ആൾക്കാർ, പ്രിൻസിപ്പൾ സ്വന്തം ആൾക്കാർ, മറ്റേ ടീച്ചർമാർ പറയും അത് പ്രിൻസിപ്പളിന്റെ ആളാണ്. മാത്രമല്ല ഇയാൾക്ക് വല്ല കാര്യം നടക്കണമെങ്കിൽ അയാളോട് എടുക്കുന്നത് പ്രിൻസിപ്പളോട് പറഞ്ഞോ, ഈ 2 ദിവസം ലീവ് തോന്നിച്ചു അയാൾ അത് വലിയൊരു പ്രസ്റ്റീജ് ആയിട്ട് എടുത്തിട്ട് അയാളോട് പറഞ്ഞ് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു കേട്ടോ, പ്രിൻസിപ്പൾ തരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തലവാറുള്ള സ്കൂളിൽ അതിനർത്ഥം ആദ്യം നിങ്ങളെ എന്താ പറയുക ആ പരിപാടി അവസാനിപ്പിക്കും. സ്കൂളിൽ നമ്മളാളുകളില്ല, എല്ലാവരും നമ്മളാണ്. എല്ലാവരും ഞാൻ പ്രിൻസിപ്പൾ സ്വന്തം ആളാണെന്ന്, എന്താ പ്രിൻസിപ്പൾ ആരുടെ സ്വന്തം ആളാവാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നമ്മുടെ ഇഫക്റ്റീവ്നെസ് ഒക്കെ പോകുന്നത്. എന്താ മനസ്സിലാക്കേണ്ടതെന്നാൽ എല്ലാ മനുഷ്യരും യുണീക്കാണ്, എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഏറ്റവും പുസ്തകം നമ്മൾ ചെയ്യാം. നമ്മൾ സാധാരണ പറയും കോളേജ് സ്കൂളുകളിൽ ഈ പ്രധാനാധ്യാപകരോട് പ്രധാനപ്പെട്ട അധ്യാപകരുണ്ട്. ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കാൻ അറിയോ? പ്രധാനപ്പെട്ട അധ്യാപകർ. അപ്പോ ഈ പ്രധാനപ്പെട്ട അധ്യാപകർ എന്നാൽ പ്രധാനാധ്യാപകൻ കഴിച്ചാൽ പിന്നെ സ്കൂളിൽ അധ്യാപകരെ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്തായിരിക്കണം? പ്രധാനപ്പെട്ട അധ്യാപകരായിരിക്കണം. അല്ലാതെ ഉള്ള സാഹചര്യം. പക്ഷെ എന്താ വെച്ചാൽ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞ പോലെ സ്റ്റാഫ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഈ പ്രിൻസിപ്പൾ മാറി മാറി വരുമ്പോൾ പിന്നെ പ്രധാനപ്പെട്ട അധ്യാപകർക്ക് പലപ്പോഴും കാര്യം തീരുമാനിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ് പ്രിൻസിപ്പൽ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു. ഇപ്പം KT അഷ്റഫ് പ്രിൻസിപ്പൽ സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു. അയാളുണ്ടായ കാലത്ത് അയാളുണ്ടായ സമയത്ത് എന്ന് എല്ലാ കാലത്തും പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അടയാളം വിട്ടേച്ച് പോകാവുന്ന രീതിയിൽ വേണം നിങ്ങളുടെ പ്രിൻസിപ്പളാണ്. അങ്ങനെ അടയാളം വിട്ടേച്ച് വേണം ഏറ്റവും ചുരുങ്ങിയ 3 വർഷമെങ്കിലും സ്ഥാപനത്തിരുന്നാലേ പറ്റൂ. അല്ലാതെ പഠിക്കുന്നത് പോകരുത്. അപ്പൊ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, എന്റെ ടെന്യൂർ, ഈ സ്കൂൾ എന്റെ ടെന്യൂർ എത്രയാണ്. അത് മാനേജറിനോട് ആദ്യം പറയണം, ഞാൻ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് ഇത്ര വർഷം തരണം. നിങ്ങൾ പറഞ്ഞു വിട്ടാൽ ഞാൻ പോകില്ല. അതുമായിട്ട് പറഞ്ഞു വിടാൻ ശ്രമിക്കരുത്. പക്ഷെ പറഞ്ഞു വിടാതെ ഞാൻ തോന്നണം, മാനേജ്മെന്റിന് തോന്നണം. മനസ്സിലായില്ലേ? അത് തോന്നിക്കാവുന്ന കപ്പാസിറ്റി നമുക്ക് അതിനേക്കാൾ അധികം കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ അതിനൊന്ന് ക്രമീകരിക്കുന്നത് മാത്രമേ വിഷയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിന്റെ വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് മിഷൻ രൂപീകരിക്കണം. ആ മിഷൻ എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് നമ്മൾ ഉണ്ടാവുന്നതാണ്. ആ ടീം എന്ന് പറയുന്നത് മുഴുവൻ ആളുകളും ചേർന്ന് ഇന്നലെ വന്ന ആൾ മുതൽ അവിടെ തുടക്കം മുതലുള്ള ആളുകളാണ്. ചില ആളുകൾ ഞാൻ ഈ സ്കൂളിന്റെ തുടക്കം മുതൽ 28 കൊല്ലം സ്കൂളിന്റെ മുകളിൽ നിന്ന്, അതന്നെയാണ് സ്കൂളിൽ കുഴപ്പവും. 28 കൊല്ലം സ്കൂളിൽ മാറ്റം വന്നിട്ടുണ്ടാവില്ല. അയാൾ ഇതൊന്നും ഒറ്റ കാരണം ഉണ്ടായിരിക്കും സംഭവിക്കുക. ഞാനൊരിക്കലും ഒരു സ്കൂളിൽ പോയിട്ട് നമ്മൾ ഈ ജൂനിയർ സീനിയർ ഇഷ്യൂ ഉണ്ടല്ലോ പലപ്പോഴും, അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പിന്നെ മാട്രിക്സും അതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റാഫ് ഓഫീസിൽ പ്രിൻസിപ്പാളിൽ ഇരിക്കുമ്പോൾ ടീച്ചറിന് എടുത്ത് വന്നിട്ട് ഒപ്പിടാൻ വന്നു. അപ്പം പറഞ്ഞു, സാർ നല്ല ക്ലാസ്സായിരുന്നു കേട്ടോ. പറഞ്ഞു താങ്ക് യു. സീനിയേഴ്സിന് അങ്ങനെ തന്നെ പറഞ്ഞു, സാർ നല്ല കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ മിണ്ടാതെ കുറച്ച് ടീച്ചർ കുറച്ച് പ്രായമായ ടീച്ചർ വന്നു. ടീച്ചർ ഇപ്പോൾ പറഞ്ഞു, സാറേ നല്ല ക്ലാസ്സായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞാൽ താങ്ക് യു. ജൂനിയേഴ്സിന് കണക്കിന് കിട്ടി, ഞാൻ സന്തോഷമായി. ഞങ്ങളുടെ പോയി എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. എന്താ സംഭവം ഇവർക്ക് എന്താണോ വേണ്ടത് അവർ അത് മാത്രമേ എന്ത് ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞ മുഴുവൻ എടുത്തില്ല. ജൂനിയേഴ്സിന് ചീത്ത പറഞ്ഞൊക്കെ സീനിയേഴ്സ് ശരിക്കും പഠിച്ചു, സീനിയേഴ്സിന് ചീത്ത പറഞ്ഞൊക്കെ ജൂനിയേഴ്സും പഠിച്ചു. പക്ഷെ അവരോട് പറഞ്ഞ കാര്യം മാത്രം അവർ പഠിച്ചില്ല. ഈ ഒരു പ്രശ്നമൊക്കെ സ്കൂളിലുള്ളതാണ്. അപ്പം ഒന്ന് അത് സമ്മതിക്കരുത്. ഇന്നലെ വന്ന ടീച്ചറാണെങ്കിലും തുടക്കം മുതലുള്ള ടീച്ചറാണെങ്കിലും കൂടുതൽ ഉത്തരവാദിത്വം തുടക്കം മുതലുള്ള ടീച്ചർക്കാണ്. ഈ ഇന്നലെ വന്ന ആളുകളെയും കൂടെ എന്ത് ചെയ്യാൻ നന്നാക്കിയിട്ട് അതിന് സ്കൂളിൽ കൃത്യമായുള്ള മെന്റർഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ടീം വർക്കിലെ ആദ്യത്തെ ഒരു പടി എന്നാണ് മെന്റർഷിപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രസിദ്ധമായ സ്ഥാപനങ്ങളാണ് IIT. ഇപ്പൊ മുഹമ്മദ് സാഹിബ് പറഞ്ഞു, നമ്മളിപ്പോ HSC എക്സാം എഴുതിയിട്ട് ഹ്യൂമാനിറ്റീസിലെ IIT പഠിക്കാൻ പോയിരിക്കുക. ആ കുട്ടിക്ക് അഡ്മിഷൻ കൺഫേം ആയില്ല. ആ കുട്ടിക്ക് അവിടുന്ന് ഒരു കോൾ വരും, IIT കോൾ വരും. അവിടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കാം. ഇവിടെ സീനിയർ സ്റ്റുഡൻറ്റ് വിളിക്കും. എന്നിട്ട് പറയും, ആ ഇന്ന ആളല്ലാതെ നിന്റെ ഇന്റർവ്യൂ ഇത്രാം തീയതിയാണ്, നിങ്ങൾ കോഴിക്കോട് നിന്നല്ലേ വരുന്നത്, ട്രെയിനാണോ വരുന്നത്, ട്രെയിനാണെങ്കിൽ ഇങ്ങനെ ട്രെയിൻ ഇത്ര മണിക്ക്, അത് ഇത്ര മണിക്ക് ട്രെയിൻ ഇവിടെ എത്തും, ഇവിടത്തേക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇത്ര ദൂരമേ ഉള്ളൂ, ഞാനിവിടെ ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഉണ്ടാവും, എൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ കുട്ടി പറയും.
ഇവിടെ ആണെങ്കിലോ സാധാരണ കോളേജിൽ ജൂനിയറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഗേറ്റ് ആളുണ്ടാവും എന്താണ് അതോടെ കോളേജിൽ പോകാനുള്ള എല്ലാം കൂടും ടൈമും പോകും അല്ലേ? നേരെ തിരിച്ചാണ്. ആ മെന്റർഷിപ്പ് എന്നാണ് പിയർ മെന്ററിംഗ് എന്ന് പറഞ്ഞ സാധനം IIT വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നടത്താവുന്ന സാധനമാണ് മെന്റർഷിപ്പ്. ഒരു പുതിയ ടീച്ചർ വരുമ്പോൾ വേറെ ടീച്ചർ ഉത്തരവാദിത്തമില്ല, അതിൻ്റെ അപ്പോയിൻമെന്റ് മുതൽ എല്ലാ കാര്യങ്ങളും. പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു അക്കോമഡേഷൻ ആയിരിക്കണം ടീച്ചർ കൊടുക്കുന്നത്. പുതിയ ആൾ വരുമ്പോൾ എന്നെ നോക്കാനാളുണ്ട്, എന്നോട് കാര്യങ്ങൾ പറയാനാളുണ്ട്, എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ടീം ബിൽഡിങ്ങിൻ്റെ ആദ്യത്തെ പടിയാണ്. എനിക്ക് ആ സ്കൂളിൽ ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോഴും സൈനബ ടീച്ചറായിരുന്നു എനിക്ക് എല്ലാ സപ്പോർട്ട് ചെയ്തത്. സൈനബ ടീച്ചർ വായത്തൊന്നും ചെയ്തതല്ല. സൈനബ ടീച്ചർ ആരെ ഉത്തരവാദിത്തപ്പെടുത്തിയത്? ആരാ? പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ സൈനബ ടീച്ചറെ വിളിക്കണം. ടീച്ചറെ നമ്മുടെ മഞ്ജു ടീച്ചറെ ഏൽപ്പിച്ചത് എന്താ സ്ഥിതി? മഞ്ജു ടീച്ചർ ക്ലാസ് അഭിഷാറില്ല, അവർ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അവർ വിശേഷം എന്തെങ്കിലുണ്ടോ? അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ വരുമ്പോഴേ ഈ ടീം ബിൽഡിംഗ് അറിയാതെ രൂപപ്പെട്ടു വരിക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്തോ പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്ത് ഞാൻ എന്റെ വായിക്കുന്നത് പറയാം, ഡിസ്കസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് സീനിയർ ടീച്ചേഴ്സിന് ജൂനിയർ ടീച്ചേഴ്സിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്കുള്ള പുതിയൊരാൾ കടന്നു വന്നാൽ അവരെ എന്താ പറയുക, അവിടെ ഒരു മെന്റർഷിപ്പിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടീം ബിൽഡിംഗ് നടക്കുന്നു. ആദ്യമായിട്ട് പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ആളുകൾ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടാവാനേ പാടില്ല. എല്ലാവർക്കും ഞാൻ പ്രിൻസിപ്പളിന്റെ ഗുഡ് ബുക്കിലാണ് തോന്നുന്നത്. പക്ഷെ ചില ആളുകൾ പ്രിൻസിപ്പളിന്റെ ഗുഡ് ബുക്കിലാണ് തോന്നുന്നില്ല. എന്താ സംഭവം? നമ്മുടെ ഇടക്കിടക്ക് ചീത്തറിയുന്നുണ്ട്. ചീത്തറി നമ്മളെ ഇതൊന്നും നല്ല പറയുന്നില്ല. നമ്മളെ പ്രധാനപ്പെട്ട അധ്യാപകരൊന്നും പറയണം, സാർ ഇന്നലെ ഞാൻ 3 വീടിന്റെ മുമ്പ് കൂടെ പോകുമ്പോൾ ടീച്ചർ മേശപ്പെട്ട് കയറി ഇരുന്നിട്ട് കാലിന് കാലടിച്ച് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പിറ്റേന്ന് ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞു, ടീച്ചർ ഇന്നലെ 3 പേര് കാലിന് വെച്ച് ക്ലാസ് എടുത്തില്ലേ? ഞാൻ പറഞ്ഞത് എത്ര മേശ നമ്മൾ കയറിക്കുന്നത് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പ്രിൻസിപ്പളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ണിൽ കാണാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു ടീച്ചറെ വിളിച്ച് കമന്റ് കൊടുക്കാൻ പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് കാണേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നിങ്ങൾക്ക്. നിങ്ങൾ എന്നിട്ട് ഞാനൊരു സാധാരണ ടീച്ചറാണ്, നിങ്ങൾ പ്രിൻസിപ്പളാണ്, നിങ്ങൾ എന്നെ കർഷകർ നോക്കണ്ടോ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം DO മീറ്റിങ്ങിന് പോയി. ഞാനത് നോക്കിയിട്ട് ഒരു സാറേ ഭയങ്കര മോശമാണ്, എന്താ സ്ഥിതി? എല്ലാവരും 10 മിനിറ്റ് ടീച്ചർമാരെ ക്ലാസ്സിൽ. അപ്പോൾ ആരൊക്കെയാണ് ലിസ്റ്റുന്നുണ്ടാവും. എന്നിട്ട് സ്റ്റാഫ് മീറ്റിംഗിൽ ഞാൻ പേരെന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞു പൊതുവായിട്ട് ഇങ്ങനെയായിട്ട്. അതൊരു പ്രിൻസിപ്പളുടെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. അങ്ങനെ അഥവാ എല്ലാ ദിവസം നിങ്ങൾ ഏൽപ്പിക്കാൻ നോക്കാൻ ഏൽപ്പിച്ചു, ഞാൻ നിങ്ങൾക്കൊന്ന് റിപ്പോർട്ട് ചെയ്തു, ശരി അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ട് പിന്നെ അതുണ്ടോ ഇല്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ള കമന്റ് പൊതുവായിട്ടോ സ്വകാര്യമായിട്ടോ നടത്താൻ പാടുള്ളൂ. അതാണ് രണ്ടാമത്തെ ഘട്ടം. എന്ന് പറഞ്ഞാൽ സ്വയം ബോധ്യപ്പെടുക എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു കാര്യവും കേട്ട മതി കേൾക്കാത്ത മതി ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. അത് ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിൽ. കുട്ടികളെ കുറിച്ച് ടീച്ചേഴ്സിന് ഒരാളെ കുറിച്ച് കൊണ്ടുവരും. സാറേ ഇവന്മാർ രണ്ടാമതല്ല ക്ലാസ്സിൽ നിന്നിട്ട് എത്ര ദിവസം ഞാൻ ഇവരോട് പറയുന്നത്. നമ്മൾ ടീച്ചർ പറഞ്ഞേക്കാൾ എന്താണ് ക്ലാസ്സിൽ ഇങ്ങനെ പരിപാടി, ക്ലാസ്സിൽ വിലയ്ക്ക് ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഈ ടീച്ചർ പറഞ്ഞ അറിവേ ഉള്ളൂ. ആണോ അല്ലേ? ഇങ്ങനെ നടന്നോ ഇല്ലെന്ന് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? ഈ കുട്ടികളെ നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യണ്ടേ? അതുകൊണ്ട് എന്തിരുന്നാൽ ഈ എല്ലാ കുട്ടികളുടെയും അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും ബോധ്യപ്പെട്ടതിന് മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചർക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു മാനസികമായ പ്രയാസം നമ്മൾക്ക് ഉണ്ടാവാതെ വേണം നോക്കാൻ. ടീച്ചർ നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. ടീച്ചർ കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇവൻ അലമ്പ് ടീച്ചർ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. ആ ടീച്ചറെ നമ്മൾ കുറ്റം പറയാൻ വേണ്ട. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ നിന്നും അലമ്പ് പിടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഉണ്ടായിരിക്കുന്ന മനോഭാഷം മാർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല, നമുക്കുണ്ടാകും. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രശ്നമാണ്, നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ പഠിക്കണം. പ്രശ്നത്തെ പഠിക്കുമ്പോൾ നമ്മൾ ആ പ്രശ്നം ഉണ്ടാകാനായ സാഹചര്യം പഠിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെറുതും വലുതുമായ രക്ഷകർത്താക്കളുടെ കാര്യങ്ങളാകട്ടെ, കുട്ടികളുടെ കാര്യങ്ങളാകട്ടെ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നേരിട്ട് പഠിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ജനറൽ ആയാലും പൊതുവായ കാര്യങ്ങൾക്ക് പബ്ലിക്കായിട്ട് കമന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴുണ്ട് കുറച്ചുകൂടെ ഉഷാറായിട്ടിരിക്കണം. എല്ലാ ക്ലാസ്സും മുഹമ്മദ് സാറിന്റെ ക്ലാസ്സും വരെ ഉഷാറാവണില്ലല്ലോ. അപ്പൊ എന്റെ ക്ലാസ്സൊക്കെ മനസ്സിലാക്കും. എന്നാലും നിങ്ങളൊരു അറ്റൻഷൻ കാണിക്കണ്ടേ എന്നൊക്കെ വേണമെങ്കിൽ പൊതുവായിട്ട് പറയാം. അത് എല്ലാവർക്കും ഉള്ള അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാൾ മാത്രം പറയുമ്പോൾ നമ്മൾ സാർ എങ്ങനെ എനിക്ക് ശരിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഈ ഫീലിംഗ് ഉണ്ടാവില്ലേ? അത്തരം കാര്യങ്ങൾ എത്ര ഹാർഷാണെങ്കിലും എത്ര ലളിതമാണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് മാത്രം വിളിച്ച് പറയുക. അതൊരാളോട് ഷെയർ ചെയ്യാൻ
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ഷെയർ ചെയ്യും. നമ്മൾ പ്രധാനപ്പെട്ട ഞാൻ മറ്റേ രജിസ്റ്ററെ വിളിച്ചിട്ട് മറ്റേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനി ശരിയാവും നോക്കാം, നിങ്ങൾ നല്ല ഉദ്ദേശം ഉണ്ടാവും. ആ നേരെ സ്റ്റാഫ് പോയിട്ട് രജിസ്റ്റർ സാറിന്റെ പ്രിൻസിപ്പൾ നല്ല കിട്ടി, ഇനി മുമ്പൊക്കെ ശരിയാവും. അതോടുകൂടി നിങ്ങൾ എന്ത് പറഞ്ഞോ അതിന് നേരെ വിപരീതമായ റിസൾട്ടാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത്തരം കാര്യങ്ങൾ ഒരാളുമായിട്ടും ഷെയർ ചെയ്യും. മെന്ററോട് ഈ അർത്ഥത്തിൽ പറയരുത്. മെന്ററോട് ഈ അർത്ഥം, മെന്റർ നമ്മൾ ആളെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് തന്നെ. മെന്ററോട് ഈ അർത്ഥത്തിൽ പറയാം. കാരണം മെന്റർ എന്ന് പറയുന്നത് എന്താ സമയം, ഒരു ഗ്രൂപ്പിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ലൂസ് ടോക്കുകളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണ്. അപ്പോൾ അവിടെ ഈ വർഷം ശമ്പളം പരിഷ്കരിച്ചു നന്നായിട്ട്. അപ്പോൾ അവിടുത്തെ ഈ സ്വീപ്പേഴ്സ്, 2 സ്വീപ്പേഴ്സ് ഉണ്ട്. അവിടെ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ്, പുതിയ പണി കഴിഞ്ഞു. ആ ബിൽഡിംഗ് ഇവർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ജോലിഭാരം കിട്ടിയിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ മിനിമം സാലറി എന്നർത്ഥത്തിൽ 7500 രൂപയായിട്ട് നിങ്ങൾ ശമ്പളം മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല ശമ്പളം വന്നില്ലെങ്കിൽ നിങ്ങളെ ക്ലീൻ ചെയ്യില്ല. ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ വേറെ ആൾ അപ്പോയിന്റ് ചെയ്യും. ആ വേറെ ആൾ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവിക കാലാകാലം ഈ ശമ്പളം ഇരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ പറയണം. നല്ല സാർ ഞങ്ങൾ ചെയ്ത സാർ ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ വൈസ് പ്രിൻസിപ്പൾ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ കുറേ കാര്യം പറഞ്ഞതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നമ്മുടെ സത്യയുടെ വിജയിയുടെ ശമ്പളത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം ശമ്പളം വലിയ എഴുതുമ്പോൾ ഇവരാണ് ചെക്ക് ചെയ്യേണ്ടത്, ആ വിവരം കൊടുക്കണമല്ലോ അവർക്ക്. ഇവരെന്ത് ചെയ്തു എന്നല്ലേ, അവരെ വിളിച്ചു പറഞ്ഞു, ഞാൻ അഷ്റഫ് സാറ് സംസാരിച്ചിട്ട് അഷ്റഫ് സാർ നിങ്ങളുടെ ശമ്പളം കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർക്ക് പോയിട്ട് ഞാൻ സത്യയോട് വിജയോട് പറഞ്ഞു എന്നുള്ളത് ഇവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ സാർ അഷ്റഫ് സാർ നിങ്ങൾ ശമ്പളം കൂട്ടിയിട്ടുണ്ട്, ഉണ്ടായ കഥ പറയുന്നത്. എന്തായിരിക്കും ഈ വൈസ് പ്രിൻസിപ്പാളിനെ കുറിച്ച് ഈ 2 സ്റ്റാഫിന്റെ മനസ്സിലുണ്ടാകുന്ന ഇമേജ് ആലോചിച്ചൊക്കെ? സത്യത്തിൽ ലൂസ് സ്റ്റോക്കാണ്. ലൂസ് സ്റ്റോക്ക് ഉണ്ടാകും പ്രിൻസിപ്പളുടെ ഭാഗത്ത് ഒരു ലൂസ് സ്റ്റോക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചെറുതും വലുതുമായ കാര്യം സൂക്ഷിക്കേണ്ട ആളുകളാണ് ആര്? പ്രിൻസിപ്പൾമാർ. ഒരാളോട് ഈവൻ നമ്മുടെ വീട്ടിൽ പെട്ടു പറയും. ഒരിക്കലും പേരാപ്പുറ ടൗണിൽ ഒരാൾ ഇങ്ങനെ കോളേജ് കൂടി പോകുമ്പോൾ ഒരു കുട്ടി ഒരാളെ കൊടതാ കൊണ്ടുകൊടുക്കുന്നതല്ലേ നോക്കുമ്പോൾ തന്നെ മുമ്പേ ഭാര്യ ടീച്ചറാണ്. മനസ്സിലായില്ല, ടീച്ചർ മലയത്തിൽ കുട സ്കൂളിൽ കിട്ടിയെടുത്തിട്ട് വീട്ടിൽ പോയി. അതുകൊണ്ട് ടീച്ചറെ ഭർത്താവ് അങ്ങാടിയിലായിരുന്നു. യഥാർത്ഥ കൊണ്ടാണ് കുട്ടി അങ്ങാടിയിൽ കണ്ട് കുട്ടി എന്താ കൊണ്ടോടുന്നത്. മനസ്സിലായില്ല, അത് കൊടയാണ്. അതേപോലെ തന്നെ വിവരങ്ങളും ഭർത്താവിനോട് പോലും പറയുന്നത്. കാരണം സംഭവിക്കുന്നത് നമ്മൾ ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ പൊതുജീവിതത്തിലുള്ള ആളുകളാണ്. അവർ കല്യാണത്തിലോ വീട്ടിൽ കൂടെ കാണുമ്പോൾ ആ ടീച്ചറല്ലേ എൻ്റെ ഭർത്താവ് നല്ല പറഞ്ഞതാണ്, ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവളോട് അതെങ്ങനെ പാടും. അതുകൊണ്ട് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അത് ഒരു അത്യാവശ്യം നിലവാരം പാലിക്കേണ്ട, ശീലിക്കേണ്ട ഒരു പോസ്റ്റാണ്. അല്ലാണ്ട് വെറുതെ അതും ഇതും എല്ലാവരോടും പറഞ്ഞ രീതി ഉണ്ടാവാനേ പാടില്ല. ഏറ്റവും പ്രധാനമാണ് ആളുകൾ അഭിമാനം സംരക്ഷിക്കേണ്ട ഒരാളും കൂടിയാണ് ആര്? പ്രിൻസിപ്പൾ. കാരണം കുട്ടികളുടെ ഏറ്റവും പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പോലും ആർക്ക് വരും? നിങ്ങളടുത്ത് വരും. ടീച്ചർമാരാവും. ഇപ്പം ഞാനൊരു ശരിക്കും പറഞ്ഞാൽ തലക്ക് ചോദിച്ചൊരു വിഷയമാണ്. തലക്ക് ചോദിച്ചത് ഒരു ടീച്ചർ പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നില്ല ന്യൂസായിട്ട്, ഓൺലൈൻ ടീച്ചറാണ്. അപ്പം ഞാൻ അവരുടെ പ്രിൻസിപ്പാളോട് HOD വിളിച്ച് ചോദിച്ചാൽ പ്രിൻസിപ്പാളില്ല, HOD വിളിച്ച് ചോദിച്ചാൽ അല്ല ടീച്ചർ എടുക്കുന്നില്ലല്ലോ. ഉടൻ ടീച്ചർ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കോൾ, സാർ ഞാൻ ചെയ്ത ടീച്ചറാണ്. എന്താ ടീച്ചർ? അത് സാറേ അത് ഞാനും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ എന്നോട് നല്ല സാറിന് പറഞ്ഞാൽ എനിക്ക് ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും പുറത്തു വരാൻ പറ്റുന്ന പല കാര്യങ്ങളും ടീച്ചറോടിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ അവസാനം ഇതൊക്കൊണ്ടൊക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്നത് ക്ലാസ് എടുക്കാൻ. എന്നാ പറഞ്ഞു ഈ ടീച്ചർക്ക് എന്നോട് പറഞ്ഞാൽ സാർ കുറച്ച് ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്, ഈ ആഴ്ച ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവരുടെ രീതി വെച്ചതൊക്കെ പറഞ്ഞു. അവർക്ക് വളരെ ആശ്വാസമായി തോന്നുന്നു. നിങ്ങൾ ആലോചിക്കുക, അത് പ്രിൻസിപ്പാൾ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് എന്നോട് പറയേണ്ടത്. അത് പ്രിൻസിപ്പളോട് പറഞ്ഞെങ്കിൽ ഞാൻ ഇന്നും ഒരാൾ ആരോടും ഇങ്ങനെ ആളെ പറയട്ടെ നിങ്ങളോട് പറയാം ആരാണെന്താന്ന് പറയാത്തത് തന്നെയാണ് പറഞ്ഞു. ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് വരും. കുട്ടികളത് വരും, രക്ഷകർത്താവ് വരും, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെത് വരും, ഒക്കെ വരും. ഇതൊന്നും ആരോടും ഷെയർ ചെയ്യും. നിങ്ങൾ വിചാരിക്കും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മോളോട് പറഞ്ഞാൽ കുഴപ്പമില്ല, മോളാണ് ആദ്യം പുറത്തു വന്നത്. മറ്റൊരാളെ കുറിച്ചുള്ള കാര്യമാണ് അതൊരിക്കലും പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് പല ഇപ്പോൾ ഒരു കുട്ടി ഫീസ് അടച്ചില്ലാതെ കുട്ടികളുടെ മാർക്ക് ഒരിക്കലും കുട്ടികളുടെ മൊത്തം ക്ലാസിന്റെ മാർക്ക് ഗ്രൂപ്പിലിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള എല്ലാം ഗ്രൂപ്പിലാണല്ലോ. ഒരിക്കലും ഒരു ക്ലാസിന്റെ 3B ക്ലാസിന്റെ കുട്ടികളുടെ EVS കിട്ടിയ മാർക്ക് മൊത്തമായിട്ട് ആ മാർക്ക് സെൻഡ് ചെയ്യരുത്, ഗ്രൂപ്പിലിട്ടത്. അത് വളരെ കുട്ടിക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. ഗ്രൂപ്പിലിട്ടത് സംഭവിക്കാൻ ഞാൻ ആദ്യത്തെ കുട്ടിയുടെ മാർക്കെല്ലാം നോക്കുക,
ഓടെ കുട്ടി നമ്മൾ എത്തണം, എന്നിട്ട് ഇവർക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പന്മാർക്ക് എന്തല്ല മതി, കുറേ കുഴപ്പങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇതൊക്കെ കൊണ്ടിട്ട് ഒരു കുട്ടിയുടെ മാർക്കാണ് നിസ്സാരമായ കാര്യമാണ്. ഒരു ടീച്ചറെ വ്യക്തിപരമായ കാര്യം എന്നാൽ കുറച്ചുകൂടി പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ടീം വർക്ക് ഉണ്ടാക്കുന്നതിലെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കാര്യം പ്രിൻസിപ്പാളോട് വിശ്വസിച്ച് പറയാം. അയാൾ അത് ആരോടും പറയില്ല. അയാൾക്ക് എന്ത് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഗോഡ് ഫാദർ പൊസിഷനിലേക്ക് പ്രിൻസിപ്പാൾ ടീമിനകത്ത് മാറണം. അത് എങ്ങനെ ഉണ്ടാവുക പറയുന്നത് അത് കൊറോണ വിളിച്ചത് എന്ത് വിഷയം എന്നോട് പറയട്ടെ, ഞാൻ കിട്ടും നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ല, അങ്ങനെ പറയണ്ട. അത് നിങ്ങളുടെ പൊതുവായ ചില നിലപാടുകൾ ഉണ്ടാവും. അതൊക്കെ ഇപ്പം എൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ഒരു ചെറിയ സംഭവം ഉണ്ട്. ഒരു രക്ഷകർത്താവ് പിന്നെ ഫീസ് ടീച്ചറെ അടുത്ത് കൊടുത്തു. ടീച്ചർ അത് ക്ലർക്കിൻ്റെ അടുത്ത് കൊടുത്തു. പക്ഷെ റെസീപ്റ്റ് കിട്ടിയില്ല. കുറേ രക്ഷകർത്താവ് ഫീസ് അടച്ചിട്ടില്ല. ഈ പൈസ എവിടെ പോയി ധാരണയില്ല. അങ്ങനെ എല്ലാവരും കൂടെ അപ്പം ഈ രക്ഷകർത്താവ് പറഞ്ഞു ഞാൻ ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ട്, അന്ന് റെസീപ്റ്റ് തരാൻ ടീച്ചർ പറഞ്ഞാൽ ടീച്ചറിക്ക് തന്നിട്ടില്ല. ക്ലർക്കിന് കിട്ടിയില്ല എന്നൊരു ഉറപ്പില്ല. എന്തായാലും ഈ ടീച്ചർ ആകെ ടെൻഷൻ. ടീച്ചർ ഒരു മാസം ശമ്പളം ഇല്ല, അല്ല ഒരു മാസം ശമ്പളം അതിനേക്കാളും കുറവാണ്. അപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചർ ഒന്നും വിഷമിക്കണ്ട, പൈസ നമുക്ക് കണ്ടെത്താം, നിങ്ങൾ ഇവിടെ ബേജാറായിട്ട് കാര്യമില്ല, ഏതായാലും എവിടെയെങ്കിലും ഉണ്ടാവും, ഞാനെങ്കിലും ഒരു മാസത്തെ പൈസ അല്ലേ, എനിക്ക് വഴിയുണ്ട, നിങ്ങൾ ഒരു ബേജാറും വേണ്ട എന്ന് ടീച്ചറോട് പറഞ്ഞു. പക്ഷേ ടീച്ചറോട് തന്നെ പൈസ വാങ്ങിയിട്ടോ ആ പ്രശ്നം. ഒന്നാം ഘട്ടത്തിൽ എൻ്റെ നിലപാടെന്തായിരുന്നു, ഒന്നും വിഷമിക്കേണ്ടതായിരുന്നു. അതോടുകൂടി അത് പകുതി റിലാക്സ്ഡ് ആയി. പകുതി റിലാക്സ്ഡ് ആയപ്പോൾ അതിന് മനസ്സിലായി എന്താ സംഭവിച്ചത്. അപ്പൊ എന്താ സംഭവിച്ചാൽ ഇത് പൈസ ക്ലർക്കിന് കൊടുത്തു. ക്ലർക്ക് ടീച്ചറിനെ വെക്ക് ഞാൻ ചെയ്യാം, പിന്നെ റെസിപ്റ്റ് നമ്മൾ തിരിച്ചു കൊടുത്തു. ഇവർ വീട്ടിൽ പോയി, വീട്ടിൽ പോയപ്പോൾ ഇവരുടെ പേഴ്സണും അവൻ്റെ പൈസ എടുത്തതാണ് സംഭവിച്ചത്. പക്ഷെ ഇതൊന്നും ഇതിന് ഓർമ്മയല്ല ഈ ഒരു ടെൻഷൻ. അപ്പൊ ആദ്യം ഒരു കുഴപ്പമില്ല ഒന്ന് പ്രിൻസിപ്പാളിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ആശ്വാസം. ഒന്ന് ആദ്യം വരുന്ന ആളുകളൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞ വിഷയത്തിലൊക്കെ നടക്കേണ്ട കാര്യമാണ്. നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്, റിലാക്സ് ചെയ്യുന്നത്. പ്രശ്നം നമ്മൾ രക്ഷകർത്താവ് നിങ്ങളെ നല്ല പറയേണ്ടത് നമ്മളെ കുട്ടി, നമ്മുടെ പ്രിൻസിപ്പാളിന്റെ നിലപാട്. കാരണം നിങ്ങളെ കുട്ടിയാണത്, നിങ്ങളെ സ്കൂളിലല്ലേ പഠിക്കുന്നത്, നമ്മളെ കുട്ടി ഓൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്, അത് നമുക്കിത് കൈകാര്യം ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാല് നിങ്ങളെ അറിയിക്കാതെ കാര്യം കൈകാര്യം ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇനിയും പറ്റില്ല എന്നപ്പോഴാണ് നിങ്ങളെ വീട്ടിച്ചത്. സംഭവം നമുക്ക് നമ്മുടെ കുട്ടിയെ രക്ഷിച്ചെടുക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഈ രക്ഷകർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അത് വന്നപാടെ നിങ്ങളെ കുട്ടി എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ചെയ്ത പണിയാണ് ചെയ്തത്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നതോടുകൂടി അയാൾ പറയുന്നത് എൻ്റെ കുട്ടി മാത്രമല്ല എന്നുള്ള നിലപാടിലേക്ക് മാറും. അപ്പൊ കുട്ടികളുടെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെ കുട്ടിയുടെ പേരന്റെ ഭാഗത്തിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരു സാധനം വളരെ സത്യസന്ധമായിട്ട് പറയാൻ പറ്റും നിങ്ങളോട്. എന്റെ മുമ്പിൽ വന്നിരുന്ന ഒരു രക്ഷകർത്താവ് ദേഷ്യം പിടിച്ചെണീറ്റ് പോയിട്ടില്ല. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്നിരുന്ന ആളുകളൊക്കെ പോകുന്ന ശരി സാർ എന്ന് പറഞ്ഞേ പോയി. എന്താ കാര്യം എന്നാല് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിനോട് എല്ലാ രക്ഷകർത്താക്കൾക്കും ഒരു തരത്തിലുള്ള ഒരു മാനസികമായിട്ടൊരു എതിർപ്പുണ്ട്. എത്ര അനുകൂലമായിരിക്കുന്ന രക്ഷകർത്താവാണെങ്കിലും അയാൾക്ക് പ്രശ്നം വരുമ്പോൾ അയാൾ സ്കൂളിനെതിരാവും. രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എതിർക്കാൻ നിൽക്കുന്ന അപ്പുറത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരാണെന്നുള്ള മനോഭാവം നമ്മുടെ അടുത്ത് വേണം. മനസ്സിലായി? ആ മനോഭാവം നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷെ അത് വെച്ച് വെടിവെക്കാൻ നിൽക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ മുമ്പിൽ തോക്ക് സറണ്ടർ ചെയ്യുന്ന രീതിയിലേ സംസാരിക്കണം. എന്ത് പ്രശ്നമായിട്ട് എത്ര ബഹളം കുട്ടികളുണ്ട്. പക്ഷെ ഇതെന്താ ചൂടാക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ടീച്ചർ ഒന്ന് പറയുന്നത് ആ കുട്ടി ഇങ്ങനെ കുഴപ്പമുണ്ടാക്കി സാർ 3-4 രക്ഷകർത്താവ് വിളിച്ചാൽ അയാൾ വിളിക്കുന്ന സമയത്ത് ആളോട് ചീത്ത വരെ ചെയ്യാം. അയാൾ കേൾക്കാൻ പോലും തയ്യാറാവില്ല. അയാൾ സ്കൂളിലെയും ടീച്ചർമാരെയും പ്രിൻസിപ്പളൊക്കെ ചീത്ത പറയും. പ്രിൻസിപ്പളെ പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൂടെ കുട്ടി പറഞ്ഞാൽ ഈ ഒരു ഫീഡ്ബാക്കാണ് ആയിരിക്കുക നമ്മളിരിക്കുക. എന്നാൽ പിന്നെ അയാൾ കൂടെ ഒന്ന് കട്ടിലെ വാക്കുകയും ഞാൻ പറഞ്ഞു ഒരു തരത്തിലുള്ള ഇത്തരത്തിൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പിരികേറ്റലുകൾക്ക് നിന്ന് കൊടുക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന സാധനങ്ങളെ വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായിട്ട് സബ്ജക്റ്റീവായിട്ടല്ല. ഇയാളെ എനിക്കറിയാം, ഇയാൾ പണ്ടേ എന്നല്ല, ഒബ്ജക്റ്റീവായിട്ട് സബ്ജക്റ്റീവായിട്ട് ഒരു കാര്യം ഡീൽ ചെയ്യാൻ പാടില്ല. ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ടാണ് വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ കാര്യങ്ങൾ കൈകാര്യം സമയത്ത് നമ്മൾ പ്രശ്നത്തെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, പ്രശ്നക്കാരല്ല വ്യക്തികളല്ല കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. റിലാക്സ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, റിലാക്സ്ഡ് ആണെങ്കിൽ ആ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ നിങ്ങളിൽ തന്നെ തെറ്റുപറ്റി സ്കൂളിന്റെ അഫിലിയേഷൻ ക്യാൻസൽ ആകാൻ പോകുന്നില്ല. ഏറ്റവും ഞങ്ങൾക്ക് ആ പോസ്റ്റ് എണീറ്റ് പോയി വേറെ സ്കൂളിൽ പോയി ചേരണമെന്നേ ഉള്ളൂ. നമ്മളെ ഒരു പ്രശ്നത്തിന്റെ അൾട്ടിമേറ്റമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പ്രശ്നം ഇങ്ങനെ വഷളായാൽ എന്താ ഇപ്പോൾ പരമാവധി സംഭവിക്കുക എന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. ഇപ്പൊ പരമാവധി പ്രിൻസിപ്പൾ സംഭവിക്കുന്നതാണ് പ്രിൻസിപ്പൽ പോസ്റ്റ് നമ്മൾ ഒഴിവാക്കുന്നുണ്ടായിരുന്നു സംഭവിക്കാൻ പോകുന്നത് അല്ല സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മളത് തീരുമാനിച്ചാൽ പിന്നെ ടെൻഷൻ കിട്ടും.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം റിലാക്സ്ഡ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു കാര്യം സ്വന്തം ഏറ്റെടുക്കരുത്. നിങ്ങൾ പക്ഷേ എല്ലാത്തിൻ്റെയും അക്കൗണ്ടബിലിറ്റി ആർക്കാണ്? പ്രിൻസിപ്പളിനാണ്. റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പളിനാണോ? മറ്റുള്ളവർക്കാണ്. അപ്പോൾ ആരെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ട് ആളുകൾ തീരുമാനിക്കണം. അത് തീരുമാനിച്ചാൽ പോരാ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്നാൽ ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയാം. ഇപ്പോൾ ഞാൻ കോളേജ് മാനേജ്മെൻറ്റ് ആയിട്ട് ഒരു വർഷമാകുന്നേ ഉള്ളൂ. അവിടെ റിസൾട്ട് കുറച്ച് മോശമായിരുന്നു. ആദ്യം പ്രിൻസിപ്പളെ പുറത്താക്കി, 9 ടീച്ചേഴ്സിനെ പുറത്താക്കി, പുതിയ ആളുകൾ അപ്പോയിന്റ് ചെയ്തു, പുതിയ പ്രിൻസിപ്പൾ നമുക്ക് വന്നു. ഒക്കെ ഇപ്പോൾ കാര്യങ്ങൾ ഭംഗിയിൽ പോകുന്നുണ്ട്. പ്രിൻസിപ്പൾ വന്നു, നല്ല ഫേമസ് ആയിട്ടുള്ള പ്രിൻസിപ്പൾ ആവുന്നുണ്ട്, നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനേജിന്റെ മുന്നിൽ അക്കൗണ്ടബിലിറ്റി ആരാണ്? മെയിൻ കമ്മിറ്റി, എന്നെ സബ് കമ്മിറ്റി കൺവീനറാണ് ഞാൻ. ഞങ്ങൾക്ക് മെയിൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി നാളെ എന്ത് സംഭവിച്ചു ആരോടെ ചോദിക്കുക? എന്നോട് ചോദിക്കുക. അപ്പോൾ 8-ാം തീയതി പരീക്ഷ വരാറുണ്ട്. ഞാൻ എല്ലാ HODസിനെയും വിത്ത് ദ പെർമിഷൻ ഓഫ് പ്രിൻസിപ്പൾ ഞാൻ പ്രിൻസിപ്പളോട് സാറേ എനിക്കൊരു ടെൻഷൻ, എൻ്റെ ടെൻഷൻ തീർക്കാൻ വേണ്ടി എനിക്ക് HODസായിട്ട് സംസാരിക്കണം. സാറോ എത്ര ആൾ സംസാരിച്ചു? ഞാൻ പ്രിൻസിപ്പൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ എല്ലാ HODസിനെ വിളിച്ചു. ഞാൻ പറഞ്ഞതാ ഫസ്റ്റ് സെം പരീക്ഷ വരാൻ 8-ാം തീയതി ഒറ്റ കുട്ടി തോൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു കുട്ടി തോൽക്കുന്നുണ്ടെങ്കിൽ ഏറെ കുട്ടി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് 8-ാം തീയതി മുമ്പ് അവർ കോളേജ് വിളിച്ചിട്ട് ഫിസിക്കൽ ക്ലാസ് കൊടുക്കണം. ഇപ്രാവശ്യം നമ്മൾ 0 ഫെയിലിയർ എന്നൊരു മൗണ്ടായിട്ട് പോവുകയാണ്, ഇതെന്നെ ടെൻഷൻ കൊണ്ട് പറയുക എന്നൊക്കെ ഇവരോട് പറഞ്ഞു. ഓക്കെ, ഇതൊരു ക്രോസ് ചെക്കിങ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അവർ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനെന്ന് വിളിച്ച് പറയുന്ന സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞോ ഇല്ല എന്നുള്ളത് എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് പ്രിൻസിപ്പൾ പറഞ്ഞ അതേ അർത്ഥത്തിലാണോ ഇവരെടുത്തതെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആരെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വിശ്വാസം. പക്ഷെ എനിക്ക് വിശ്വാസം എന്താ സംഭവിക്കാന്നാൽ ഈ പറഞ്ഞ ആളുകൾ കുറച്ചുകൂടെ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത്? പ്രിൻസിപ്പൾ നടത്തിൽ ഇപ്പോൾ സ്പോർട്സ് ക്ലബ് പിന്നെ ക്ലബിൻ്റെ ഉത്തരവാദിത്വം അനീസ ടീച്ചർക്കാണ്. അനീസ ടീച്ചർ ഉത്തരവാദിത്വം, അനീസ ടീച്ചർ കൺവീനർമാർ, ഹൗസ് ക്യാപ്റ്റന്മാരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 ഹൗസ് ക്യാപ്റ്റന്മാരെ വിളിക്കുക. അല്ല, സ്പോർട്സൊക്കെ വരുന്നില്ലേ? അനീസ ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്? കുട്ടികളെല്ലാം എല്ലാ ആക്ടിവിറ്റിയും കുട്ടികൾ ചേർന്നിട്ടുണ്ടോ? നിങ്ങൾ ഹൗസിൽ കുട്ടികൾ ചേരാത്തായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ കാര്യങ്ങളല്ല? 2 കാര്യങ്ങൾ. ഒന്ന്, അനീസ ടീച്ചർ പറഞ്ഞ കാര്യം ഭംഗിയായി ചെന്നിട്ട് പ്രിൻസിപ്പൾ പിടിക്കും എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാവും. അപ്പോൾ അനീസ ടീച്ചർ കുറച്ചുകൂടെ എന്താവും? സ്ട്രോങ് ആകും. കാരണം അനീസ ടീച്ചർ പറഞ്ഞ് കേട്ടേ പറ്റും. മറ്റേ അത് അനീസ ടീച്ചർ അങ്ങനെ പറഞ്ഞു നമ്മളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ അനീസ ടീച്ചറെ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് ഞാനാണ്. അനീസ ടീച്ചർ ചെയ്ത പോലെ കാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രിൻസിപ്പളിന്റെ ക്രോസ് ചെക്കിംഗ് ആണ്. ഈ ക്രോസ് ചെക്കിംഗ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളൊരാൾ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാൽ ആ റെസ്പോൺസിബിലിറ്റി നടത്താൻ അവർക്ക് പറ്റും, അവർ ശാക്തീകരിക്കപ്പെടും. രണ്ടാമത്, അവർ പറഞ്ഞ പ്രകാരം കാര്യം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്, ചെയ്തിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പൾ ഈ കാര്യം നോക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. നമ്മളെന്താ ചെയ്യാൻ അവസാനം നമ്മൾ സ്പോർട്സിലേക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ ചില അവസരം കുട്ടികളുണ്ടാവില്ല, ചില ഐറ്റം നടന്നുണ്ടാവും. ഒക്കെ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് അനീസ ടീച്ചർ ചാർജ് ഏൽപ്പിച്ചു. ടീച്ചർ കുറെ ഹൗസ് ഉണ്ടാക്കി, എന്നിട്ട് ഒറ്റയ്ക്ക് പിന്നെ ഐറ്റത്തിൽ പല ഐറ്റത്തിൽ കുട്ടികളുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റാഫിനോട് പൊട്ടിത്തെറിക്കും. നമ്മൾ ടെൻഷൻ, ആകെ ടെൻഷൻ. ഇത് നടക്കൂലായിരുന്നു 2-3 ആഴ്ച മുമ്പ് ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ മോണിറ്ററിങ്ങും നടക്കണം. 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന് ഡെലിഗേഷൻ നടക്കണം, മറ്റൊന്ന് മോണിറ്ററിങ് നടക്കണം. എന്താ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ? ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം ഏൽപ്പിക്കുക. ഞാൻ എൻ്റെ പ്രിൻസിപ്പളായിരുന്നത് എൻ്റെ ഇതിൻ്റെ മോള് ചുമന്ന മുമ്പ് ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട്. പ്രിൻസിപ്പളെ കാണേണ്ടവർ സൂപ്രണ്ടിനെ കാണേണ്ടവർ. അതിൻ്റെ റിപ്പോർട്ട് വന്നു പോരുന്ന അതിനർത്ഥം ഞാൻ എനിക്കൊന്നും സമയമില്ല എന്നർത്ഥം. സൂപ്രണ്ട് ഞാൻ പറഞ്ഞ് എല്ലാ കാര്യവും ഡീൽ ചെയ്യാം. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ചോദിക്കുക, ഞാൻ പറയാം അതുപോലെ ചെയ്യാം. ഇങ്ങോട്ടൊരാളിനെ വിടരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ കാര്യം എന്നാൽ അങ്ങനെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അവസാനം അപ്രോച്ച് ചെയ്യേണ്ട ഒരാളാണ്. 2 അർത്ഥത്തിൽ. ഒന്ന്, പ്രിൻസിപ്പളിന്റെ മുമ്പിൽ എത്തിപ്പെട്ട പിന്നെ നിവൃത്തിയില്ല, പ്രശ്നം തന്നെയാണ് തോന്നുന്നത് ആർക്കുണ്ടാണോ? കുട്ടികൾക്കുണ്ടാണോ? രണ്ടാമത്തത്, എനിക്കൊരു പ്രശ്നം വന്നാൽ പോയി പറയാൻ പ്രിൻസിപ്പൾ അവിടെ ഉണ്ട് എന്ന് തോന്നല് അധ്യാപകർക്കുണ്ടാവും. മനസ്സിലാവും? അല്ലാതെ എല്ലാവരും കയറി ഇറങ്ങാവുന്ന കോഴിക്കോട് ബസ് സ്റ്റാൻഡായി മാറുന്നത് പ്രിൻസിപ്പളിന്റെ ഓഫീസ്. അത് നിങ്ങൾ കുട്ടികളൊന്ന് അകലണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ആ പ്രോസസ്സിൽ അങ്ങനെ ആയിരിക്കണം. അതേസമയം പ്രിൻസിപ്പൾ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. 2 തരത്തിലുള്ള പ്രിൻസിപ്പൾമാരുണ്ട്. ഒന്ന് ക്യാബിൻ പ്രിൻസിപ്പളാണ്, രണ്ടാമത് ക്യാമ്പസ് പ്രിൻസിപ്പളാണ്. നിങ്ങൾ ക്യാബിൻ പ്രിൻസിപ്പളാണോ ക്യാമ്പസ് പ്രിൻസിപ്പളാണോ? ഏതാ? ക്യാമ്പസ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് പ്രിൻസിപ്പളുടെ ക്യാബിനിൽ നല്ല അർത്ഥം. പ്രിൻസിപ്പൾ എപ്പോഴും ക്യാമ്പസിൽ നിന്നാണ് അർത്ഥം. പ്രിൻസിപ്പളുടെ ക്യാബിൽ ക്യാമ്പസ് ഉണ്ടാകാൻ പാടില്ല. അതൊരു എന്താ പറയുക, ഒരു പരിശുദ്ധമായ സംഭവം പോലെ കൊണ്ടുനടക്കണം.
അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ല പറഞ്ഞത്, അതിന്റെ രീതികൾ. ആർക്കും ഒന്ന് എന്തും പറയാവുന്ന ഒരു ഓഫീസായിട്ട് മാറരുത്. അങ്ങനെ മാറാതിരിക്കാൻ നിങ്ങൾ ആ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സമീപനം ഉണ്ടാവണം. അതിനേറ്റവും നല്ല മാർഗം ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യാം. സാറിന് ചില സ്കൂളൊക്കെ ഉണ്ട്, ഒരു കുട്ടി വരിക നേരെ കൊണ്ടുവിടും പ്രിൻസിപ്പളെ കാര്യത്തിലേക്ക്. ഇപ്പം ഓൺലൈനായിട്ട് അവസ്ഥയല്ല, ഫീസ് അടച്ചിലേക്ക് കൊണ്ടുവിടും പ്രിൻസിപ്പൾ അടുത്തേക്ക് കൊണ്ടു. ടീച്ചർമാർ ഇത് വന്ന ചെയ്ത ടീച്ചേഴ്സ് രക്ഷപ്പെട്ടു, ആ പ്രിൻസിപ്പൾ തൊണ്ട പിന്നെ കയ്യിൽ. അത് പാടില്ല. ആദ്യം ക്ലാസ് ടീച്ചർ നോക്കണം. ക്ലാസ് ടീച്ചർ നോക്കിയില്ല ശരിയാവില്ലെങ്കിൽ അതിന് സീനിയർ ടീച്ചർ നിങ്ങൾ സെക്ഷനായിട്ട് വൈസ് പ്രിൻസിപ്പാൾ അസിസ്റ്റന്റ് അച്ഛനൊന്നും പറയണ്ട. ഒരു ടീച്ചർ പറയാം, ടീച്ചറെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീച്ചർ വൈകി ടീച്ചർ കൈകാര്യം ചെയ്യണ്ടോ എന്ന് പറയും. ഡെലിഗേറ്റ് ചെയ്യും. ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ അവിടെ ചെയ്യേണ്ട കാര്യം അങ്ങനെ ഡെലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത ഒരാൾ ഒരു സംഭവം ചെയ്താൽ അതിൽ വീഴ്ച വന്നാൽ ഉത്തരവാദിത്വം ആരുടേതാണ്? അവരുടേതാണ്. പക്ഷെ അതിന്റെ അക്കൗണ്ടബിലിറ്റി, അതിന്റെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഞാൻ ടീച്ചേഴ്സിനോട്, നിങ്ങൾ ഇപ്പം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു, എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവർ ചെറിയൊരു മടിയില്ല. കാരണം ഉത്തരവാദിത്വം ആർക്കാ പോവുക? പ്രിൻസിപ്പൾക്കാ പോവുക. ഒന്ന് അപ്പോൾ സംഭവിക്കുന്നതാണ്, അപ്പോൾ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ സംഭവം വളരെ കൂടിയ ആലോചന വളരെ പ്രധാനമാണ്. ആരോട് എന്ത് ചോദിച്ചാലും ഒരു കുഴപ്പമില്ല. എല്ലാവരോടും കൂടിയാലോചിക്കും, എല്ലാ തലത്തിലും കൂടിയാലോചിക്കും. അത് ഔദ്യോഗികമാകാം, അനൗദ്യോഗികമാകാം. കൂടിയാലോചന ഉണ്ടെങ്കിൽ മാത്രമേ ടീം വർക്ക് നടക്കുകയുള്ളൂ. ഇപ്പൊ പുതിയ ടീച്ചർക്ക് ഒരു ഐഡിയ ഉണ്ട്. ആ ടീച്ചർ ചിലപ്പോൾ സ്റ്റാഫ് മീറ്റിംഗിൽ എനിക്കിന്ന് പറയാൻ മടിയുണ്ടാവും. പക്ഷെ സ്വകാര്യമായിട്ട് നമ്മുടെ ഒന്ന് പറയാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എന്താ പറയുക, പരമാവധി പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ നൂതനമായ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പം ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം, കോളേജ് അഡ്മിഷൻ്റെ അവസ്ഥ വന്നപ്പോഴും പിന്നെ കുട്ടികളോട് ചോദിച്ചു, നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് വെറുതെ ഒരു സാധനം നമുക്ക് എങ്ങനെ പുതുതായിട്ട് നമ്മൾ കോളേജ് പ്രൊമോട്ട് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് ഓരോ കുട്ടിയും അവരുടെ അനുഭവം ഒരു വീഡിയോ ആയിട്ട്, കോളേജ് അനുഭവം ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ അപ്രൂവ് ചെയ്താൽ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾ ആലോചിച്ചൊക്കെ 10-15 കുറിച്ച് ഉണ്ടാക്കേണ്ട വീഡിയോ കുട്ടികൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് നൂതനമായ ആശയമാണ് അവിടെ നിന്ന് വരുന്നത്. ഗവേണൻസിൽ എപ്പോഴും എല്ലാവരും പങ്കെടുക്കുന്നു. കുട്ടികളെ ഗവേണൻസിൽ പങ്കെടുച്ച ഭംഗിയായി നടക്കും. ഞാൻ പരീക്ഷ നടത്തിയ അനുഭവങ്ങളോട് പറഞ്ഞില്ലേ, കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ചെയ്യും. അപ്പൊ ആ അറിഞ്ഞൊന്ന് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഇത് എവിടെ വരുന്നുണ്ടാണ്, പിന്നെ നിങ്ങൾ കൈ തന്നെ എടുത്ത് കൈ ഒന്ന് ഞാൻ 1 ഞാൻ 1 വരുമ്പോൾ കൊണ്ടാക്കിട്ട് വരണം. 1 2 1 2 1 2 കുറേ ചെയ്യുന്നില്ലേ? ഞാൻ കുറേ 1 2 1 2 എന്ന് പറഞ്ഞാൽ എന്തായിപ്പോ അങ്ങനെ ആയിപ്പോ. കുറെ കഴിഞ്ഞാലോ അതിൻ്റെ നിർത്തോളം പരിപാടി അല്ലേ? ഇയാൾ എന്താ പറയുക, മടുപ്പ് വരില്ലേ? കുറെ ആക്കിയാല് മടുപ്പ് വരുമല്ലേ? വരുമല്ലേ? അല്ലേ? മടുപ്പ് വരില്ല. എത്ര കാലം നമ്മളിങ്ങനെ മടുപ്പ് വന്നിട്ടുണ്ടോ? മടുപ്പ് വന്നിട്ടുണ്ടോ? ഇത്ര കാലം ഇന്ന് രാവിലെ എത്ര വട്ടം ചെയ്തു? ഏറ്റവും ചെറിയ 40 പ്രാവശ്യം നമ്മൾ തന്നാല് വായ കൊണ്ടുപോകണം. പക്ഷെ മടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഒരു കാര്യം നൈസർഗികമായി ചെയ്യുമ്പോൾ മടുപ്പ് വരില്ല. അതേസമയം ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കൃത്രിമമായി ചെയ്യുമ്പോൾ മടുപ്പ് വരും. ഇല്ലേ? വരുമല്ലേ? വരും. ഇത് നൈസർഗികമായി ചെയ്യുന്ന പണിയാണ്. നൈസർഗികമായി ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മളാണ് വിശ്വസിച്ച് ഇങ്ങനെയാണ് പ്രിൻസിപ്പൾ വേണ്ടത്. അല്ലാതെ അയാൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടിയാലോചിക്കണം, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം പോയിട്ട് ഒരു ഓൺലൈൻ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് അടുത്ത വർഷം കഴിഞ്ഞാൽ നമുക്ക് കൂടിയാലോചന നടത്താം എന്ന് പറഞ്ഞാൽ നടക്കൂലത്. അത് വളരെ യൂഷ്വലായിട്ട് നടക്കേണ്ട സംഭവമാണ്. അത് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് മാത്രമാണ്. സ്റ്റാഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേദി മാത്രമാണ്, ചർച്ച ചെയ്യാനുള്ള വേദിയല്ല. സ്റ്റാഫ് മീറ്റിംഗ് പറഞ്ഞ് ചർച്ച ചെയ്താൽ എവിടെയും എത്തൂല. പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു കാര്യം എങ്ങനെ നടക്കാതിരിക്കാവുന്നതിന്റെ ഏറ്റവും നല്ല മാർഗമാണ് സബ് കമ്മിറ്റി. ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രയോഗം, ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഒരാൾക്ക് സ്വന്തം ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ഒരു കാര്യം എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് കഴിയില്ല എന്ന് തീരുമാനിക്കുന്നതാണ് മീറ്റിംഗ് എന്ന് പറയാറുണ്ട്. സ്റ്റാഫ് മീറ്റിങ്ങുകളൊക്കെ വളരെ കൃത്യം ഷോർട്ട് ആയിരിക്കണം, വളരെ ചെറുതായിരിക്കണം. എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനം നേരത്തെ പറയണം. അതിന് മാർഗം എന്താ അറിയോ? അതിൻ്റെ പറഞ്ഞ ഫ്രീക്വൻസി കൂട്ടുക എന്നതാണ്. ഞാൻ വളരെ ഇഫക്റ്റീവായിട്ട് പിന്നെന്താ പറയുക നടത്തി വിജയിപ്പിച്ച സംഭവമുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് വിട്ട് പോകുന്നതിന് മുമ്പ് 5 മിനിറ്റ് ടീച്ചേഴ്സ് ഒന്നിച്ചിരിക്കും. 5 മിനിറ്റ്, അതിലപ്പുറം പോകില്ല. ഇത് സ്റ്റാഫ് റൂമിൽ തന്നെ ബാഗിൽ സിബിട്ട് കൊടുത്ത ടീച്ചർ പറഞ്ഞത് പറ്റില്ല.
അപ്പൊ അതിന് നമ്മുടെ അപ്പം അങ്ങനെ എൻട്രൻസിലൊരു ക്ലാസ്, ഗേറ്റിന്റെ അടുത്തുള്ള ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സാണ് മീറ്റിംഗ് ആണ്. പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എല്ലാവരും 5 മിനിറ്റ് അവിടെ ഇരിക്കും, എല്ലാവരും പ്രിൻസിപ്പൾ അടക്കം. അതിൽ ആരെയും കാത്തു നിൽക്കില്ല, ഒരാളെയും കാത്തു നിൽക്കില്ല. എന്തിനാ 5 മിനിറ്റ് ഇരിക്കുന്നത്? 5 മിനിറ്റ് 10 ടൈം തീരുമാനിക്കും. ഞാൻ 5 മിനിറ്റ് അറിയാം, നമ്മൾ പറഞ്ഞ ആളുകളോ 23 ആളുകളോ 5 മിനിറ്റ് ആണ് കോളേജിൽ. അപ്പം 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൊടുക്കും, വെറുതെ ഒന്ന് പറയും. വേറെ അജണ്ട സംഭവമൊന്നുമില്ല. ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന വിഷയമാണെങ്കിൽ അപ്പം ചർച്ച ചെയ്ത് എല്ലാവർക്കും അപ്പം പോകാം. ആ വിഷയം അടുത്ത സ്റ്റാഫ് മീറ്റിംഗിന്റെ അജണ്ടയായിട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കും? 2-3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ എല്ലാവരും അവസാനം പോകുന്നത് കണ്ടുപിടിക്കും, ഒന്നിച്ച് ടുഗദർനെസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് ഒന്നിച്ചിട്ടാവുന്നുണ്ടാവുന്ന സാധനമാണ്. അപ്പൊ എല്ലാവരും കണ്ടുപിടിക്കും, മറ്റേ ഇയാളുണ്ടോ പോയോ ഒന്നുണ്ടോ എന്ന് അറിയില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അതിൽ എണ്ണത്തിനനുസരിച്ച് 10 മിനിറ്റ്, പക്ഷെ 10 മിനിറ്റ് അപ്പുറം പോകാനേ പാടില്ല കേട്ടോ. കാരണം വീട്ടിൽ പോകാൻ തിരക്കിന്റെ സമയത്ത് അത് ചെയ്യാൻ പാടില്ല. 10 മിനിറ്റ് ഉണ്ടാവും. ഒന്നൊന്ന് ഷെയർ ചെയ്യപ്പെടും. അപ്പൊ ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല എന്നുള്ള വിഷയം വേണം. സാറേ ഞാൻ നാളെ ഫിസിക്സിന്റെ ക്ലാസ് വെച്ചിട്ടുണ്ട് 8 എന്ന് പറഞ്ഞു. അപ്പോൾ 8 ഞാൻ വെച്ചിട്ടാണ് ആണോ, എന്നാ പിന്നെ ഒന്ന് ക്യാൻസൽ ചെയ്യാം എന്നൊക്കെയുള്ളത് അവിടെ വരും. പിറ്റേ ദിവസം രാവിലെ 8 2 ടൈം ടേബിൾ വരുമ്പോഴാണ് ഈ പ്രശ്നം അറിയാം. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊന്നും പോകും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഫ് മീറ്റിംഗിന്റെ ഫ്രീക്വൻസി നേരത്തെ ഫിക്സ് ചെയ്യാം. രണ്ടാമത്തെ വ്യാഴാഴ്ച 4 മണി മുതൽ 5 മണി വരെ, അത്രയും 5 ആവാൻ പാടില്ല, 5 1 പാടില്ല. അപ്പൊ ഞങ്ങളുടെ ധൈര്യമാണ് ഇത് മറ്റേ സ്റ്റാഫ് മീറ്റിംഗ് പഠിച്ചോ ഇത് എപ്പോഴാണ് തീരുക എന്നുള്ള ബേജാറിലേക്ക് ഉണ്ടാവും പലപ്പോഴും. അതിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രോഗ്രാം ഉണ്ടാവണം, അജണ്ട ഉണ്ടാവണം. കഴിഞ്ഞ വർഷത്തെ മീറ്റിംഗിന്റെ അജണ്ട മിനിറ്റ്സ് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് പ്ലാൻ പറയാനുള്ള സ്റ്റാഫ് മീറ്റിംഗ് ഇതേ നടക്കണം. സ്റ്റാഫ് മീറ്റിംഗ് ഞാൻ പറഞ്ഞ കൂടുതൽ ചർച്ചകൾ സമയത്ത് ചർച്ചകളൊക്കെ ചെയ്യുന്നാൽ നമ്മൾ ക്യാബിനറ്റ് കിട്ടും അല്ലാത്ത നടത്തിയിട്ട് ഒരു കൺക്ലൂഷനും ആ എടുത്ത തീരുമാനമാണ് ചർച്ച. എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുത്ത് ആ തീരുമാനത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാം. ഇതാണ് എന്ത് സ്റ്റാഫ് മീറ്റിംഗ് നടക്കുന്നത്. നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗ് പരാജയപ്പെടുന്നതിന് ഒരു കാരണം എന്നാൽ സ്റ്റാഫ് മീറ്റിംഗിൽ സാധനം ചർച്ചയാണ് നമ്മൾ പോകുന്നത്, അതല്ല വേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. സ്റ്റാഫ് മീറ്റിംഗിന് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ പിന്നെ അജണ്ടയിൽ ഉൾപ്പെടുത്തണം. അജണ്ടയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിൽ മിനിറ്റ്സ് സർക്കുലേറ്റ് ചെയ്യണം. മിനിറ്റ്സ് എല്ലാ ടീച്ചേഴ്സിനും എടുക്കണം. പല സ്കൂളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പല ആൾക്കാരും. അങ്ങനെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറയാറുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഇവിടെ ആരും തന്നില്ല, ഇവിടെ ആരും പറഞ്ഞില്ല ഏതൊരു സിനിമയിൽ നെടുമുടി പറയുന്നു. അതേപോലെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഒരു ആളും ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പറയാനേ പാടില്ല. അറിയേണ്ടത് അവരുടെ ഉത്തരവാദിത്വം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേ, നിങ്ങൾക്ക് നേരെ ഹൈവേയിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്തെ കൂടെ എന്താ പറയാ മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്ക് നിങ്ങൾ വലതുവശത്തൂടെ വണ്ടി എടുത്ത് പോയില്ലേ, വണ്ടി ഇടിച്ചു, പോലീസ് പിടിച്ചു. അത് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് എ ക്രൈം. നിയമം അറിയേണ്ടത് നമ്മളുടെയൊക്കെ ബാധ്യതയാണ്. അറിയില്ല എന്ന് പറയുന്നതിന്റെ ക്രൈമാണ്. അതേപോലെ സ്കൂളിലെ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ക്രൈമാണ്. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ സ്വാഭാവികം ഏത് കാര്യം ഇന്നെന്താണ് ഇപ്പം സെപ്റ്റംബർ 5 വരെയാൻ പോവുകയാണ്. സെപ്റ്റംബർ 5 സ്റ്റാഫ് പിന്നെ അധ്യാപക ദിനാഘോഷം വരുന്നു. അത് അധ്യാപക ദിനാഘോഷം ആഘോഷിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ്, എന്താണ് എൻ്റെ റോള് എന്നൊക്കെ സ്വയം അന്വേഷിച്ചാലുള്ള ഒരു ഇൻവോൾവ്മെന്റ് എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ഇത്രയും കാര്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേദി മാത്രമായിട്ട് സ്റ്റാഫ് മീറ്റിങ്ങൾ വാങ്ങണം. കാര്യം ചർച്ച ചെയ്യാനുള്ള വേദിയായിട്ടല്ല, കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേദിയാണ് നടക്കേണ്ടത്. പിന്നെ ചർച്ച നടക്കേണ്ടത് അനൗപചാരികമായിട്ടാണ്. അനൗപചാരികമായിട്ട് ചർച്ച നടക്കുന്നതാണ് ഒരുപാട് പ്രൊഡക്റ്റീവ്. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ 5 അധ്യാപക ദിനാഘോഷം ആഘോഷിക്കണോ വേണ്ടേ? സ്വാഭാവികം നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടു ഇങ്ങനെ സെപ്റ്റംബർ 5 വരുമ്പോൾ നമ്മൾ ആഘോഷിക്കണോ വേണ്ടേ? ഒരുപാട് കമന്റ്സ് വരും. നിങ്ങൾ കൺസൾട്ടേറ്റ് ചെയ്യും. കൺസൾട്ടേറ്റ് ചെയ്തിട്ട് മീറ്റിംഗിൽ പറയാം ഇങ്ങനെ എനിക്ക് സാധിക്കുന്നു, ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്, നമുക്ക് ഒരാളെ വന്നിട്ട് ക്ലാസ് നടത്തിയിട്ട് ടീച്ചേഴ്സിനെല്ലാം ഓഫ്ലൈനായിട്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്, ഓഫ്ലൈനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും പറയണമെന്ന് അഭിപ്രായം പറയണമെന്ന് പറയാം. അപ്പോൾ ഒരുപാട് സമയം സേവ് ചെയ്യപ്പെടും. എല്ലാ മീറ്റിങ്ങുകളും എല്ലാ യോഗങ്ങളും അധ്യാപകരുടെ യോഗമാവട്ടെ, ടീച്ചേഴ്സ് പിന്നെ പാരൻസിൻ്റെ യോഗമാവട്ടെ, കുട്ടികളുടെ മീറ്റിംഗ് ആവട്ടെ ഒക്കെ സ്ട്രക്ചേർഡായിട്ടുള്ള മീറ്റിങ്ങുകളാണ് നടക്കേണ്ടത്. അല്ലാതെ ഒരു അബ്യൂറ്റീവ് മീറ്റിങ്ങിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതാണ് മറ്റൊന്ന് പറയുന്നത്. വേറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരിക്കൽ പിന്നെ ഈ വിമാനം ഇങ്ങനെ യാത്ര ഇതായിക്കൊണ്ടിരിക്കും, പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനൗൺസ്മെന്റ് പണിക്കും. അനൗൺസ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വിമാനത്തിന് ഈ 5 ആളുകളെയും വഹിച്ച് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ ഇതിൻ്റെ ഫ്യൂലുള്ളൂ. അതുകൊണ്ട് ഇതിലുള്ള പിന്നെ 10 യാത്രക്കാരിൽ ഒരു കുറച്ചാളുകൾ 5 ആളുകൾ ചുരുക്കേണ്ട ഒരു ആവശ്യമുണ്ട്.
ആവശ്യങ്ങൾ 8 ആളുകൾ ചുരുക്കേണ്ട ആവശ്യങ്ങൾ വന്നു. അപ്പം അതിൽ യാത്രക്കാർക്ക് മൊത്തം നോക്കി, കാരണം 10 കിലോമീറ്റർ കഴിഞ്ഞാൽ എല്ലാ യാത്രക്കാരും മരിക്കും. അതല്ലെങ്കിൽ ഇനി 3 യാത്രക്കാരും ചെയ്യണം, ചാടും. അപ്പൊ ആദ്യം ചാടുന്നതെന്ന് ആലോചിച്ചിരുന്ന സമയത്ത് വേഗം അന്ന് ഈ ശീതസമരം കത്തിയിരിക്കുന്ന സമയം. അപ്പോൾ റഷ്യക്കാരൻ പറഞ്ഞു കമ്മ്യൂണിസം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പുറത്തേക്ക് ചാടി സ്വയം തയ്യാറായി. കാരണം അയാളുടെ രാജ്യത്തിന്റെ പ്രശസ്തിയും അതിൻ്റെ ഇതൊക്കെയാണ്. പിന്നെ റഷ്യക്കാരൻ ചാടിയ പിന്നെ അമേരിക്കാരൻ വന്നിപ്പോൾ അയാളുടെ മുതലാളിത്തം ജയിക്കട്ടെ എന്ന് അയാൾ ചാടി. പിന്നെ ഇനി എന്ത് ചെയ്യണം, ഒരാളുടെ ചാടണം. വേറെ ഇന്ത്യക്കാരൻ ഭാരത് മാതാക്കി ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനെ കുറിച്ച് പുറത്തേക്ക് സെറ്റ്. അപ്പോൾ കാര്യം രക്ഷപ്പെട്ടു. ഇങ്ങനെ ചില ആൾക്കാർ നമ്മളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ വൈസ് പ്രിൻസിപ്പളെ കാട്ടയിപ്പ മറ്റുള്ള ചെലവില് കാര്യം കാണാൻ ശ്രമിക്കും. അത് പോസിറ്റീവാണ്, നല്ലതാണ്. ഡെലിഗേഷന്റെ ഭാഗമാണ്, നല്ലതാണ്. ഇയാളോട് പറയുന്നത് പാകിസ്ഥാനെ ഒരു പുറത്തിടുക പറയാ, പക്ഷെ ഇയാൾ സ്വയം തീരുമാനിച്ചിറങ്ങിയാണ്. ഇങ്ങനെ ചില ആളുകൾ നമുക്കില്ല, അയാളൊന്നും ചെയ്യില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തതിന്റെ എല്ലാം ക്രെഡിറ്റ് കൊടുക്കാൻ നമ്മളെടുത്തു. നമ്മുടെ ടീച്ചേഴ്സിന് ഒരുപാട് ഒരുപാട് ആൾക്കാർ പേര് മനസ്സുകൂടി വന്നിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അവർ സൂക്ഷിക്കണം, അത്ര ആളുകളെ സൂക്ഷിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് അവസരം കൊടുക്കുകയേ അരുത്. എന്താ കാര്യം പറഞ്ഞാൽ അത്ര ആളുകളാണ് എല്ലാ മാനിപ്പുലേഷനും ഉണ്ടാകും. ഞാൻ റിസർവ് സംഭവം പറയാം. ഞാൻ 9 ടീച്ചേഴ്സിന് പിരിച്ചുകൊണ്ട് വന്നില്ലേ. ഈ 9 ടീച്ചേഴ്സിൽ ഒരാൾ ബാക്കിയുള്ളവരെ കൂട്ടി അസോസിയേഷൻ ഉണ്ടാക്കി ഇവരുടെ ടീച്ചേഴ്സ് അസോസിയേഷനിൽ പരാതി കൊടുത്തു, കമ്മീഷന് പരാതി കൊടുത്തു, യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇതിനായിട്ട് കുറച്ച് ഞാൻ പറഞ്ഞു, ഇപ്പൊ റിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സാലറി കുറിച്ചുകയും ഗ്രാറ്റുവിറ്റിയും ആ നിമിഷം തരുന്നു. ആദ്യം വന്നിട്ട് ഗ്രാറ്റുവിറ്റി കുറിച്ച് വന്നിട്ട് വളരെ നല്ലൊരു രാജിക്കത്ത് വാങ്ങി എന്നോട് നല്ല സർവീസ് സർട്ടിഫിക്കറ്റ് വാങ്ങി ഇയാൾ വയ്ക്കും. ബാക്കിയുള്ളവരെ കാര്യം എന്തായി? അവസാനം 3 ആൾക്കാർ ഇപ്പോഴും അവരുടെ അവരോട് പറഞ്ഞ കാര്യം, സാർ ഞങ്ങൾ കോഴ്സിന് വേണ്ടി നിലനിന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറില്ല, ഞങ്ങൾ അവിടെ അവസാനം വരെ ഫൈറ്റ് ചെയ്യുന്നത്. ഞാനവർ പറഞ്ഞു എനിക്ക് KT അഷ്റഫിനും ലീവ് ഓഫീസിനും തമ്മിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ ഫ്രണ്ട്സ് തന്നെ. പക്ഷെ മാനേജറും ടീച്ചറും തമ്മിലുള്ള പ്രശ്നമുണ്ട്, അതായത് വൈകിട്ട് നടത്തുകയും ചെയ്യുന്നു. അത് രണ്ടും രണ്ടാണ്. ഒന്ന് ചെയ്യണമെന്ന് പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യണം. വ്യക്തിപരമായി പേഴ്സണൽ കാര്യങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും എന്ത് ചെയ്ത് കൂട്ടിക്കുഴക്കാനേ പാടില്ല, കൂട്ടിക്കുഴക്കാനേ പാടില്ല. അത് നമ്മൾ വളരെ ഇതായിട്ട്, കാരണം പറയാനുള്ളത് നമ്മുടെ സ്വന്തം അങ്ങനെ അടുത്താണെങ്കിലും പ്രൊഫഷണലായിട്ട് വിളിച്ചിട്ട് മാഷെ ഇത് ശരിയാവില്ല, സംഭവം നമ്മുടെ സൗഹൃദമൊക്കെ അത് വേറെ തന്നെയാണ്, അത് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആസ് എ ടീച്ചർ വാട്ട് യു ഡൺ ഇസ് നോട്ട് റൈറ്റ്, ഇതിന് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നടപടി എടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ആദ്യക്കാർക്ക് വിഷമം ഉണ്ടാവും, പിന്നെ ആർക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ സുഹൃത്ത് തന്നെ നമ്മൾ തുടരുന്നുണ്ട്. ഇത് രണ്ടിനും ഒരിക്കലും കൂട്ടിക്കുഴക്കുക. വ്യക്തിബന്ധങ്ങൾ വേറെ, പ്രൊഫഷണൽ രീതികൾ വേറെ. അത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണ്. പ്രിൻസിപ്പൾ എന്നത് വളരെ പേഴ്സണലായിരിക്കും. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് ഒരാളോടും കൂടുതൽ അടുപ്പമോ കൂടുതൽ അകൽച്ചയോ ഉണ്ടാവാനും പാടില്ല. എല്ലാവർക്കും തോന്നണം പ്രിൻസിപ്പൾ ഒക്കെ വളരെ ഇന്റിമേറ്റ് ആണ്, എനിക്ക് എന്ത് കാര്യം പ്രിൻസിപ്പൾ ചെയ്തു തരും എന്ന് തോന്നണം. പക്ഷെ വഴിവിട്ട് ഒരു കാര്യവും ചെയ്തു കൊടുക്കും. വഴിവിട്ട് ഒരു കാര്യം ചെയ്തു പെട്ടു. ഇപ്പൊ അടുത്ത ഒരു കോടതി പോയ കേസുണ്ട്. അവിടെ വർക്ക് ചെയ്ത ഒരു 6 മാസം വർക്ക് ചെയ്ത ടീച്ചർ, ആ ടീച്ചർ അവിടുന്ന് അവർക്ക് വേറെ സ്കൂളിലേക്ക് പിന്നെ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ 1 വർഷത്തെ എക്സ്പീരിയൻസ് സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്ത് കൊടുത്ത് അവരവിടെ പോയി വർക്ക് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ ഇവർ കേസ് കൊടുത്തു. എനിക്ക് 6 മാസം ശമ്പളം കിട്ടാൻ ബാക്കിയുണ്ട്. 6 മാസം ശമ്പളം കിട്ടാൻ ബാക്കിയുണ്ടാണ് കേസ് കൊടുത്തത്. അതിന് മോട്ടീവ് വേറെ ആയിരുന്നു. ഈ പാവം കുടുങ്ങി. കാരണം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, 6 മാസം സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ സർവീസ് അങ്ങനെ എഴുതുക. നമ്മളെഴുതുന്നത് സിമ്പിളാണ്. ഒരു കുട്ടി TCക്ക് വന്നു. TC ആ കുട്ടി പിന്നെ വിദേശത്തോടെ പഠിച്ചാണ്, അവിടെ തിരിച്ചു വന്നാണ് ജോലി നഷ്ടപ്പെട്ടിട്ട്. വേറെ സ്കൂൾ അന്ന് TC വേണ്ട സമയമാണ്, ഇപ്പം TC വേണ്ട. അപ്പോൾ TCക്ക് വന്നു. ഈ കുട്ടി അവിടെ പഠിച്ചു പറഞ്ഞിട്ട് TC കൊടുത്തു. പഠിച്ചതുകൊണ്ട് TC കൊടുത്തു. ഈ കുട്ടി അവിടെ പോയിട്ട് 9ാം ക്ലാസ് തോറ്റുപോയി. 9ാം ക്ലാസ്സിൽ തോറ്റുപോയി. ഈ കുട്ടി രക്ഷാകർത്താവ് ഒരു കുട്ടിയെ 10ാം ക്ലാസ് പാസ്സാക്കണം. ഈ പ്രിൻസിപ്പൾ അത് പാസ്സാക്കാൻ പറ്റില്ല, കുട്ടിക്ക് മാർക്കില്ലെന്നുണ്ട്. അപ്പോൾ ഈ രക്ഷാകർത്താവ് പറഞ്ഞ കുട്ടി 8ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് കിട്ടി. എത്രയായിരുന്നു മാർക്ക് നിങ്ങൾ നോക്കുന്നത്? അപ്പോൾ മറ്റേ ടീച്ചർ എന്തിരുന്നു, അത്യാവശ്യം നല്ല മാർക്ക് എഴുതി മാർക്ക് ലിസ്റ്റ് TC കൂടെ കൊടുത്തത് സഹായിച്ചതാണ്. പെട്ടോ വഴി വിട്ട് ഒരു കാര്യവും മാനേജർ പറഞ്ഞാൽ പറ്റും സാർ ഞാൻ ചെയ്യില്ല എന്നങ്ങ് പറഞ്ഞേക്കണം. മാനേജർ ചിലതൊക്കെ ആവശ്യപ്പെടുത്തപ്പോഴും ഒരിക്കൽ നിന്ന് കൊടുക്കരുത്. നിന്ന് കൊടുത്താൽ അവസാനം വളരെ അപൂർവമായിട്ട് സംഭവിക്കുള്ളൂ. പക്ഷെ അപൂർവം സംഭവിക്കും നമ്മുടെ കേസിലായിരുന്നു മാത്രം. അപൂർവം സംഭവിക്കാൻ പാടുന്നത് നമ്മുടെ കേസ്. അതുകൊണ്ട് വഴി വിട്ട് ഒരു കാര്യവും
ചെയ്തു കൊടുക്കുക. ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അപ്പം നമ്മളെ പാമ്പുലിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അത് നിങ്ങളൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കേണ്ടതാണ്. ശരി, നിങ്ങൾ ആ പ്രശ്നം പഠിച്ചിരുന്നോ? ആരും പഠിച്ചിരുന്നു? ഞാൻ ശരിക്കും പഠിച്ചിരുന്നു. ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ശരിക്കും പറഞ്ഞത് ഞാൻ ശരിക്കും പഠിച്ച കേസാണ് അത്. ഈ പിന്നെ സത്യാനന്തര കാലം എന്നൊക്കെ പറയും പോലെ മീഡിയ ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷെ അതിൽ തെറ്റ് പറ്റിയിട്ട് എവിടെ ഞാൻ പറഞ്ഞില്ല. ആ സംഭവം ഒരു എക്സാമ്പിൾ ചർച്ച ചെയ്യാം. കുട്ടിക്ക് കാലൊക്കെ കടിച്ചു, കുട്ടി പാമ്പ് കടിച്ചോണ്ട് കരഞ്ഞു. ഇവിടെ ടീച്ചർ നിങ്ങളെ പാമ്പൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ആയിരിക്കും, നീ ബേജാറാക്കിയെന്ന് അത് കുട്ടിയെ സമാധാനിപ്പിച്ചതാണ്. അതിനെങ്ങനെ മീഡിയ വർക്കത്? പാമ്പ് കടിച്ചത് കുട്ടി പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു പാമ്പല്ലാന്ന് ടീച്ചർ വാശി പിടിച്ചു എന്നാ പറഞ്ഞത്. നമ്മൾ പറയില്ല സമാധാനിപ്പിക്കില്ല, സമാധാനിപ്പിച്ചാണ്. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട മാഷാണ് സസ്പെഷ്യലായ മാഷ്. അയാളോട് വിവരം പറഞ്ഞു. അയാൾ ഓടി വന്ന് നോക്കുമ്പോൾ ഇയാളുടെ സുഹൃത്തിന്റെ മോളാണ്, അവിടെ അഡ്വക്കറ്റാണ്, വക്കീലാണ്. നിങ്ങൾ ആരെ ശ്രദ്ധിച്ചോ? ആ അച്ഛനും അമ്മയും ടി വിയുടെ മുമ്പിൽ വന്നിട്ടില്ല. ആരെങ്കിലും കണ്ടോ? അച്ഛനമ്മയെ ഉപ്പാനമ്മമാനെയും കണ്ടോ? വന്നിട്ടില്ല. എന്താ കാര്യം? എല്ലാവരും. ഇയാൾ വേഗം കൂട്ടുകാരൻ വിളിച്ചു. എടോ, കുട്ടിക്ക് എന്തോ ഒരു പാമ്പ് വെച്ച് തോന്നുന്നുണ്ട്. ഇയാൾ തൊട്ടടുത്താണ്, ഇവിടെ ഏകദേശം പാലക്കിൽ പോലും ദൂരമല്ല. ഞാൻ കൊണ്ടുവരാം, ഞാൻ കാലം കൊണ്ടുവരാം. കാരണം സ്കൂളിൽ കാലം കൊണ്ടുവരണം, വേറെ ടീച്ചേഴ്സിന്റെ കാലം ഉണ്ട്. ഞാൻ കാലം കൊണ്ടുവരാം, നീ അവിടെ തിരികെ കൊണ്ടുപോകണമെന്ന് ആര് പറഞ്ഞു? മാപ്പ് പറഞ്ഞു. എന്നിട്ടും ഇവർ കുറച്ച് കാത്തിൽ കാണുന്ന സമയത്ത് പറഞ്ഞാൽ കൊണ്ടുപോയി. കുഴപ്പം മുഴുവൻ ചെയ്ത് ഡോക്ടറാണ്. ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ ആജീവനല്ല. ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു എന്ത്, ഇവിടെ ആൻറ്റീവനല്ല, നിങ്ങൾ ഞങ്ങൾ ആൻറ്റീവൻ ഉള്ളിടത്തേക്ക് കൊണ്ടുപോകണമെന്ന്. ആ ഡോക്ടർ ചെയ്തൊരു പണിയുണ്ടായിരുന്നു. ഒന്ന് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കണം. രണ്ടാമത്തത് ആൻറ്റീവനം കുത്തിവെക്കേണ്ടത് കുട്ടി ക്രിട്ടിക്കലായിട്ട് പോകുന്ന സൗകര്യപ്രദമായ ഒരു ആംബുലൻസ് തയ്യാറാക്കി കൊടുക്കണം. ഇത് രണ്ടും ചെയ്തില്ല. ഓക്സിജൻ സൗകര്യമില്ലാത്ത ആംബുലൻസ് വഴി വെച്ച് കുട്ടി മരിച്ചു. പക്ഷെ മീഡിയ നമ്മുടെ ചെയ്തു വേറെ കുട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്ത് പറയിപ്പിച്ചാണ് അവർക്ക്. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ മുഴുവൻ അവർ സസ്പെൻഷൻ ചിത്രത്തിലുണ്ടായത് അധ്യാപകർക്കായിരുന്നു. എന്താ പ്രശ്നം? നമുക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം എല്ലാ കാര്യങ്ങൾക്കും. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രിൻസിപ്പളായിട്ട് നാം ചെയ്ത പണിക്ക് പോയത് അതാണ്. ഒരു കുട്ടിക്ക് പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം? അവിടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ രക്ഷകർത്താവിനെ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പറയാത്ത ഒരു കാര്യവും ചെയ്യരുത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യണം. അപ്പൊ എന്താണ് എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ. ഇപ്പൊ അഡ്മിഷൻ നടന്ന സമയം എന്താണ് അഡ്മിഷന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? കുട്ടി ആദ്യം ആരെ കാണണം, എപ്പോഴാണ് ഫീസ് അടയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്, അത് എഴുതി ഉണ്ടാക്കണം. ഇതൊക്കെ ഇപ്പൊ എവിടെയുള്ളത്? നമ്മളുടെ മനസ്സിലാവും. പറ്റൂല. കാരണം നാളെ നിങ്ങൾ പോയിട്ട് വേറെ ആൾ വന്നാൽ അയാൾക്ക് ഇവിടെ നിന്ന് നടക്കുന്നത് മനസ്സിലാവണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അത് നമുക്ക് ഓരോ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണെന്നൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ ഇപ്പം നടക്കുന്നത് അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് ഒരു പ്രശ്നമായിട്ട് വന്നാൽ ആദ്യം ആരെ കാണണം? ആദ്യം രക്ഷകർത്താവ് ഇവിടെ ആരെ കാണുന്നത്? പ്രിൻസിപ്പളോടെ ഞാൻ വിളിക്കുകൊണ്ട് കാസിലോടെ വിളിക്കുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വരിക. അന്നല്ല, ഇയാൾ ആദ്യം വന്നാൽ ആരെ കാണണം? ഇയാൾ ആരെ ആദ്യം അറ്റൻഡ് ചെയ്യും? ഈ പ്രശ്നം ആരാദ്യം കേൾക്കും? എന്നിട്ട് ആരെ പിന്നെ ആർക്ക് റിപ്പോർട്ട് ചെയ്യും? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. ഒരു കുട്ടിക്ക് വീണ് പരിക്കേറ്റു, എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യുക? സ്കൂളിൽ ഒരു കുട്ടി വീണ് പരിക്കേറ്റു, എന്താ ചെയ്യാം? ആര് കൊടുക്കും? ഏത് ടീച്ചർ കൊടുക്കും? ആരാ കണ്ടെച്ച കൊടുക്കും? അതാണ് പ്രശ്നം. പക്ഷെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അങ്ങനെയാണ് ഇരിക്കുക. ആദ്യം കാണുന്ന ടീച്ചർ ആയിരിക്കണം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നാണെങ്കിൽ പറഞ്ഞ് ശരിയാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് അറിയാം. ഞാൻ 10ാം ക്ലാസ്സിൽ ക്ലാസ് വെച്ചിട്ടുണ്ടാവും, ഞാൻ പോകുമ്പോഴേക്ക് വീഴുന്നത് അത് വലിയ കുഴപ്പമില്ല, ഞാനും പോകും. ഈ കുട്ടിക്ക് മാറി വർഷം മാഷോട് പറഞ്ഞു, വർഷം മാഷ് മൈൻഡ് ചെയ്യാതെ പോയി എന്ന് പറയുന്നതാണ്. അത് മുഴുവൻ സ്കൂൾ മൊത്തം ചീത്തപ്പേരാണ്. അപ്പം അവിടെ ആരാണ് അത് ആദ്യം അത് കാണുന്ന ടീച്ചറാണ് ആ കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് ഓടൂല, 10ാം ക്ലാസ്സിലേക്ക് ഓടൂല. അതിന്റെ മുഴുവൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പം കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ പണി തുടങ്ങണം എല്ലാ സ്കൂളിലും. അങ്ങനെ സ്കൂളുണ്ടോ? ഏതെങ്കിലും സ്കൂളുണ്ടോ? എല്ലാത്തിലും വേണം സാർ. നിങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നില്ലേ? എന്താ കോവിഡ് പ്രോട്ടോകോൾ? എവിടുന്നുണ്ടാക്കിയതാ കോവിഡ് പ്രോട്ടോകോൾ? ആരുണ്ടാക്കിയതാ കോവിഡ് പ്രോട്ടോകോൾ? WHO പ്രോട്ടോകോൾ ഉണ്ട്. എന്തുകൊണ്ട് ഇത് പാൻഡമിക് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പാൻഡമിക് എന്ന് വിളിക്കുന്നത്? അങ്ങനെ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ അതാലോചിച്ചിട്ടുണ്ട്. പാൻഡമിക് എന്താ ഈ പകർച്ചവ്യാധികൾ ഏതെല്ലാം രീതിയിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്? 5 രീതിയിലാണ് പകർച്ചവ്യാധികൾ. ഞാനത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ SOPയിലേക്ക് പോകണം. നിങ്ങളുടെ പഠിപ്പിക്കണം. ഒന്ന് എപ്പിഡമിക്. എന്താ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ
പാൻഡമിക് എന്താണ് പാർട്ടി ചെയ്തത്? പാൻഡമിക് ആണെങ്കിൽ വൻകരകൾ കടന്ന് പോണം. എന്താ സംഭവം? അഞ്ച് തരത്തിൽ നാലാമത്തെ പറഞ്ഞു മനസ്സിലാവും. ഒന്ന് എപ്പിഡമിക്. എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ക്രസന്റ് സ്കൂളിലെ കുട്ടികൾക്കിടയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചു. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരേ രോഗം ഒരുപാട് ആൾക്കുണ്ടാകും, നമ്മൾ വിളിക്കും എപ്പിഡമിക്. ഓക്കെ. മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു രോഗം, ബട്ട് അതിപ്പോൾ നിലവിലുള്ള പറയാം, അങ്ങനത്തെ രോഗമില്ല. വയനാട് ജില്ലയിലെ പണിയന്മാർക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം, അരിവാൾ രോഗം. അത് നമ്മൾ എന്താ വിളിക്കുക? അതെന്താ വിളിക്കുക? ഒരു നിശ്ചിത ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന സാധനത്തെ എൻഡമിക്. എന്താണ് എൻഡമിക്? അത് വയനാട്ടിലെ ഒരു പ്രത്യേക ജനവിഭാഗത്തിനിടയിൽ മാത്രം ഉണ്ടാകുന്ന രോഗമാണ്. വയനാട് ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും, ഒരു വലിയ ജനങ്ങൾക്ക് മുഴുവൻ എന്താ പറയാ, പിന്നെ കഠിനമായ പനി വരും. അതിനെ വിളിക്കും, അതിനെ നമ്മൾ ഇന്ന് ഔട്ട് ബ്രേക്ക് എന്ന് പറയും. എന്താണ് ഔട്ട് ബ്രേക്ക്? അപ്പൊ അതൊക്കെ പഠിച്ചു നമ്മള് എപ്പിഡമിക് പഠിച്ചു, എൻഡമിക് പഠിച്ചു, ഔട്ട് ബ്രേക്ക് പഠിച്ചു. അതൊരു അതേസമയം വൻകരകൾ കടന്ന് എല്ലായിടത്തും രോഗം വരികയാണ്. നമുക്ക് ഇത് വന്നാൽ പറ്റും, കൊറോണ. ഇതിനെ നമ്മൾ വിളിക്കാം പാൻഡമിക്, മഹാമാരി. പക്ഷെ മഹാമാരി എന്നുള്ള വാക്ക് വലിയ തെറ്റാണ്. മാരി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മഴ. മഹാമാരി എന്നാൽ നല്ല മഴ എന്നാണ് അർത്ഥം. ശരി, ഇത് എവിടെയാണ് വെച്ചിട്ടാണ് ഇത് മാറിപ്പോകുന്നത്? മലയാളത്തിൽ ഞാൻ ലിംഗ്വിസ്റ്റിക്സ് ആണ് എൻ്റെ PhD സബ്ജക്ട്. ഞാൻ റിസർച്ച് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക്സിലാണ്. എവിടുന്നാണ് ഈ വാക്ക് മാറി മനസ്സിലായി? മഹാമാരി എന്ന വാക്കിന്റെ അർത്ഥം നല്ല അർത്ഥം, നല്ല മഴ, കടുത്ത് നല്ല സമയത്ത് കിട്ടുന്ന മഹത്തായ മഴക്കാണ് എന്ത് വിളിക്കുക? മഹാമാരി. ലോകത്തിന് എവിടെയും മലയാളത്തിൽ മഹാമാരി എന്ന് പറഞ്ഞാൽ ഇന്നുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ മഹാമാരി എന്ന് ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ സംഭവിച്ച കേസാണ്. ഭയം കരോതിയാണ് ഭയങ്കരം. ഭയം കരോതി, ഭയം ഉണ്ടാക്കുന്നത്, അതാണെന്ത് ഭയങ്കരം. എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടെങ്കിൽ പേടിയൊന്നും പറയുന്ന അർത്ഥം നല്ല വളരെ പേടിപ്പിച്ച് ഇഷ്ടപ്പെടുത്തുന്നതിന് അർത്ഥം. അതേപോലെ അർത്ഥവ്യത്യാസം, പ്രയോഗവശാൽ അർത്ഥവ്യത്യാസം വന്നൊരു വാക്കാണ് മഹാമാരി. മഹാമാരി എന്ന അർത്ഥം നല്ല മണമാണ്. ഇതിനെ ശരിക്കും വിളിക്കേണ്ടത് നമ്മൾ പറഞ്ഞാൽ ഇതിന്റെ എന്റെ വിഷയമല്ല, SOP വിഷയം മാറി. SOP ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പാൻഡമിക്സ് പിന്നെ പ്രോട്ടോകോൾ ഉണ്ടാകുന്ന WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ചുവട് പിടിച്ച് ഓരോ രാജ്യത്തും ഓരോ സാധനം ഉണ്ടാക്കും. അതേപോലെ നമ്മുടെ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും SOP ഉണ്ടാക്കണം. അഡ്മിഷൻ എങ്ങനെയാണ്, ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണ്, ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, ഒരു പ്ലാസ്റ്റിക് ഷോട്ട് ഉണ്ട് അവിടെ കൊടലാണ്. ഒന്നേ മുക്കാലൊക്കെ പറയാം, സമയത്ത് ഓർമ്മയുണ്ട്. സ്മാർട്ട് വാച്ച് ആവുമ്പോഴും വെച്ചതാണ്. ഞാനിത് വൈബ്രേറ്റ് ചെയ്യും, അവരോട് ഞാൻ നിർത്തും, എവിടോ കുഴപ്പമില്ല. അപ്പോ പിന്നെ ടെൻഷൻ വേണ്ട, പുറത്തുനിന്നൊന്നും വേണം. പറഞ്ഞു വരുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. അപ്പോയിന്റ്മെന്റ്, നിങ്ങളെ ഒരു ഇന്റർവ്യൂ ഇപ്പം എങ്ങനെ സാറേ സ്കൂളിൽ ഇന്റർവ്യൂ ഉണ്ട്, ടീച്ചേഴ്സിന് ഇന്റർവ്യൂ എടുക്കുന്നത് എങ്ങനെയാണ് നടത്തുന്നത്? എങ്ങനെ ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ്? അല്ല, ഇന്റർവ്യൂവിന് മുമ്പ് എന്താ പ്രോസസ് ഉണ്ട്? അല്ല, അതിന് മുമ്പ് എന്താ പ്രോസസ് ഉണ്ട്? കോൾ ഫോർ ചെയ്യും അല്ലേ? കോൾ ഫോർ ചെയ്യുന്ന ആരാ? കോൾ ഫോർ ചെയ്യുന്നത് പ്രിൻസിപ്പൽ കോൾ ഫോർ ചെയ്യും. മാനേജ്മെന്റ് വിത്ത് ദ കൺസൾട്ടേഷൻ വിത്ത് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ കോൾ ഫോർ ചെയ്യും. എന്നിട്ടോ എത്ര ദിവസം പിന്നെ അഡ്വർടൈസ്മെന്റ് ഡേറ്റ്സ് എത്ര? ഹൗ മെനി ഡേയ്സ്? 7 days നോട്ടീസ്. ഓക്കെ. പിന്നെ എന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതാരാ ചെയ്യുന്നത്? അത് പ്രിൻസിപ്പലിന്റെ മേൽനോട്ടത്തിൽ ചാർജ് ചെയ്തിരിക്കുന്ന ആള്. ഇന്റർവ്യൂ പോസ്റ്റ് ചെയ്യും. ഇന്റർവ്യൂ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവും? ഇന്റർവ്യൂ ബോർഡില് പ്രിൻസിപ്പള്, മാനേജർ, പിന്നെ ഒരു സബ്ജക്ട് എക്സ്പെർട്ട്. എല്ലാ പ്രാവശ്യം 3 പേർക്ക് ഉണ്ടാവും. മിക്കവാറും. പിന്നെ ക്ലാസ് ഒബ്സർവേഷൻ അതിന് പുറമെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞറിയോ, ഇതിപ്പം ഒരു SOP ആണ്. ഇത് നടക്കുന്ന പണിയാണ്, ഇവിടെ എല്ലാ സ്കൂളിലും നടക്കുന്ന പണിയാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ആയി. അപ്പോൾ അപ്പോയിന്റ്മെന്റ് SOP ആണിത്. അപ്പോൾ ഒരു വാക്കൻസി വരുന്നു, ആദ്യം മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഇത്ര ദിവസം നമ്മൾ കാത്തിരിക്കുന്നു. അത്ര ദിവസം കിട്ടുന്ന നോട്ടിഫിക്കേഷൻസ് മുഴുവൻ, ആപ്ലിക്കേഷൻസ് മുഴുവൻ നമ്മൾ സോർട്ട് ചെയ്യുന്നു. അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, അതേപോലെ പ്രോക്സിമിറ്റി, അങ്ങനെ നമ്മൾ നോക്കും. വീടിന്റെ സ്കൂളിന്റെ അടുത്തുള്ള ആൾക്കാരെ അറിയേണ്ടതുള്ളൂ. അങ്ങനെ ക്രൈറ്റീരിയ ഇത് വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു.
ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരാൾക്ക് നമ്മൾ മാർക്ക് കൊടുക്കുന്നു. ഇന്റർവ്യൂ എങ്ങനെ നടത്തുന്നത്? ഈ ഒരു ഇന്റർവ്യൂ എങ്ങനെ നടക്കുന്നത്? ഇപ്പൊ എന്നെ ഇന്റർവ്യൂ വിളിച്ചു, എങ്ങനെ തുടങ്ങുന്നത് നിങ്ങൾ? അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും 3 പേര്. ഫസ്റ്റില് ആരാണ് ചോദിക്കുന്നത്? ഉദാഹരണത്തിന് സബ്ജക്ട് എക്സ്പെർട്ട് ആണെങ്കിൽ അദ്ദേഹം സംസാരിക്കും. എന്നിട്ട് ഇന്റർവ്യൂ ശരിക്കും ആ ഇന്റർവ്യൂ എങ്ങനെ തുടങ്ങും? സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ തീരുമാനിച്ചവരാണോ ആരാണോ അയാളായിരിക്കും എങ്ങനെ തുടങ്ങാം? ഫസ്റ്റില് അയാളോട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അതിന് മുമ്പ്, ഇന്റർവ്യൂവിന് മുമ്പ് ഈ ബോർഡിനെ അയാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ആദ്യം ചെയ്യണം. നമ്മൾ ഇന്റർവ്യൂ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വരുന്ന ആളെ മുഴുവൻ ചോദ്യം ചെയ്ത് ബേജാറാക്കാനാണോ, അല്ല നമുക്ക് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് കിട്ടാനാണോ? ഏറ്റവും നല്ല കാൻഡിഡേറ്റ് കിട്ടാൻ അയാൾ ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യണോ വേണ്ടേ? ഒരാൾ നന്നായിട്ട് ഇന്റർവ്യൂ പെർഫോം ചെയ്യണമെങ്കിൽ അയാൾ റിലാക്സ്ഡ് ആയിരിക്കണോ വേണ്ടേ? ആദ്യം ചെയ്യേണ്ടത് വന്ന ടെക്സ്റ്റൈൽ റിലാക്സ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ആദ്യം ഇപ്പൊ ഞാൻ വരുന്നെങ്കിൽ സീനിയർ സെക്രട്ടറി സർ, ഗുഡ് മോർണിംഗ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ ഇന്റർവ്യൂ പാനൽ, ഹിയർ ഈസ് അവർ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ടേക്ക് ഇറ്റ് ആസ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ, ഇതൊരു സൗഹൃദ സംഭാഷണം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യം ചെയ്യണം കംഫർട്ടബിൾ ആക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ചോദിച്ചതും ചോദ്യത്തിലൊക്കെ ഒന്നാമത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ആളല്ല സെലക്ട് ചെയ്യേണ്ടത്, അയാൾ ഉത്തരം പറയുന്ന രീതി നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ നമുക്ക് ഉത്തരം തരുന്ന ആളെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉത്തരം കൊടുത്തോളന്നില്ല, ഒരു നിർബന്ധമില്ല, മനസ്സിലായി? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനൊരു ആ ഇന്റർവ്യൂവിൽ ഒരു SOP ഫിക്സ് ചെയ്യണം. ആര് ഇന്റർവ്യൂ പാനലിന്, ആരൊക്കെ ഉണ്ടാവും ഇന്റർവ്യൂ പാനലിൽ, ആര് ഇന്റർവ്യൂ പാനലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് ആര് എന്തായാലും ചോദിക്കും. വായ ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദ്യങ്ങൾ നേരത്തെ എഴുതി കൊണ്ടുപോകണം. എത്ര എക്സ്പെർട്ട് ആണെങ്കിൽ ഇത്രയും ചോദ്യം എഴുതി കൊണ്ടുപോകണം. അല്ലെങ്കിൽ സംഭവിക്കാൻ ഇപ്പോൾ അടുത്ത സപ്പോർട്ടായി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അടയ്ക്കാണ്. അപ്പൊ നമ്മൾ കൂടുതൽ വെച്ച് ഡു യു ഹാവ് എനി പൊളിറ്റിക്കൽ അഫിലിയേഷൻ ചോദിച്ചു. അയാളത് എഴുതി കൊണ്ടുണ്ട്. യെസ്, ഐ ആം എ കമ്മ്യൂണിസ്റ്റ്. ഇപ്പൊ കുറ്റോ ഉടനെ ഇയാൾക്ക് വിളിച്ചാണല്ലോ. ഇയാൾ ഹൗ ഡയർ യു ആർ ടെലിംഗ് യു ആർ എ കമ്മ്യൂണിസ്റ്റ്. ഓട് ചന്ത പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോണ്ടല്ലേ പറഞ്ഞത്. അതിന് നമ്മൾ തല അടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ അവൾ അപ്പോയിന്റ് ചെയ്തിട്ടോ. അത് ഞാൻ അവളെ ചോദിച്ചു, നീ അന്ന് അങ്ങനെ പറഞ്ഞത്? അല്ല സാർ, എന്നോട് പൊളിറ്റിക്സ് വെച്ചാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞത് നിർബന്ധമില്ലല്ലോ. അവിടെ തെറ്റ് പറ്റിയത്. നിനക്കെന്ത് പറയാം? ഐ ഹാവ് മൈ ഓൺ അഫിലിയേഷൻ, പൊളിറ്റിക്കൽ അഫിലിയേഷൻ, ബട്ട് ഐ ആം നോട്ട് റെഡി ടു റിവീൽ ദിസ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ റെലവന്റ്. ഈ ഇന്റർവ്യൂവിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് സാർ, അവിടെ ഞാനത് പറഞ്ഞു വിചാരിക്കുന്നില്ല, പക്ഷെ എനിക്കെന്തായ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാനായിരുന്നു നിന്നും ആരും പ്രതീക്ഷിക്കുന്നത്. ഇന്റർവ്യൂ ബോർഡ് പ്രതീക്ഷിക്കുന്നത് എന്താ സംഭവം? എല്ലാം പറയാനുള്ള സ്ഥലമല്ല ഇത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ. എല്ലാം ചോദിക്കാനുള്ള സ്ഥലമല്ല ഇന്റർവ്യൂ. പക്ഷെ എന്ത് ചോദിക്കണം എന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആളും തീരുമാനിക്കും. പക്ഷെ ഇത് പറയുന്ന ആളും തീരുമാനിക്കാം. നമ്മൾ പറയാതിരിക്കലും ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യുന്ന പഠിപ്പിക്കുക, പകരം ഇതൊരു SOP വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യും? ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ ചെയ്യും. അപ്പൊ തന്നെ നമ്മള് കറക്റ്റ് ആയിട്ട് മാർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ടോ കംപ്ലീറ്റ് റാങ്ക് ചെയ്തിട്ട് ഓരോരുത്തരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെയ്യാറില്ല. ഓരോരുത്തരും വിളിച്ചിട്ട് നിങ്ങളുടെ പൊസിഷൻ എന്നതാണ് റാങ്കില്, നിലവിലുള്ള അവസ്ഥ എന്താണ്, അപ്പോയിന്റ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ പറയും. എന്നിട്ടോ പിന്നെ നമ്മൾ വേക്കൻസി വരുന്നതിനനുസരിച്ച് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് പ്രോസസ് എങ്ങനെ? അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് നമ്മൾ ഫസ്റ്റ് അവരെ ഡേറ്റ് പറഞ്ഞിട്ട് വിളിക്കും. വിളിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കും. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇനി മാറ്റാം. നിങ്ങൾ ആദ്യം ചെയ്യണം, നിങ്ങളൊരു HR പോളിസി ആദ്യം എഴുതിണ്ടാക്കണം. എത്ര ലീവ്? അത് സാറേ ഈ ഓഗസ്റ്റ് 15 ലീവ് ഉണ്ടോ ഇല്ലേ? ഇതൊരു ടീച്ചർ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. സാർ ഈ കർക്കിടകാവ് ഹിന്ദുക്കൾക്ക് മാത്രമേ ലീവ് ഉള്ളൂ? അതെ, റെസ്ട്രിക്റ്റഡ് ലീവ് കർക്കിടകാവ് കൊണ്ട് വളരെ കറക്റ്റായിട്ടൊന്നും സാധിക്കും. ഇപ്പൊ 2 ദിവസമായി മുസ്ലിങ്ങൾ നോക്കുമല്ലേ, ഏത് ദിവസം അവരത് പറയാൻ പറ്റുന്ന അവസ്ഥ വന്നിട്ടിപ്പോ. അപ്പൊ നമ്മൾ ഇതൊക്കെ സംഭവിക്കുന്നത് HR പോളിസി ഇല്ലാത്തതാണ്. അപ്പൊ HR പോളിസി എന്താണോ, ഏതൊക്കെയാണ് ഈ വർഷത്തെ ലീവ് ഗവൺമെന്റ് പറയുന്നുണ്ടല്ലോ. അപ്പം ഇനി അല്ല, പെരുന്നാൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കും ലീവ്, പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? കർക്കിടവാവ് ആചരിക്കുന്നവർക്ക് ലീവ് ഉണ്ടോ? ലീവ് ഇല്ലേ? റെസ്ട്രിക്റ്റഡ് ലീവ് ഉണ്ടോ? ഇല്ലേ? അതേപോലെ എത്ര ലീവ് എടുക്കാം? ഒരു മാസത്തിൽ ലീവ് എടുക്കാം. ഒരു ലീവ് കൂടുതലായി കഴിഞ്ഞാൽ ആ മാസം തന്നെ അതിന്റെ കട്ട് ചെയ്യോ, പൈസ കട്ട് ചെയ്യോ, അല്ല വർഷാവസാനം ലീവ് ബാക്കിയോ നല്ല പൈസ ആക്കാൻ പറ്റുമോ എന്ന് തുടങ്ങിയിട്ട് എല്ലാ കാര്യവും നേരത്തെ എഴുതി തയ്യാറാക്കാം. ഓക്കെ, എന്നിട്ട് അപ്പോയിന്റ്മെന്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ടഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അയക്കേണ്ടത് ഓഫർ ലെറ്ററാണ്. ഒരു ഓഫർ ലെറ്റർ കൊടുക്കണം. നിങ്ങൾ ഇന്റർവ്യൂ സക്സസ് ആയിട്ട് പിടിച്ചിട്ട് നിങ്ങൾ ഈ ജോലി ഇവിടെ തരാൻ ഞങ്ങൾ തയ്യാറാണ്
നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് വായിച്ച് ബോധ്യപ്പെട്ട് ഇതിനെ നിങ്ങൾ ഒപ്പിട്ടിട്ട് തിരിച്ചു തരണം ഒരു കോപ്പി. അതിനർത്ഥം നല്ല ഓഫർ ലെറ്ററൊക്കെ പറയുന്നത് ശമ്പളം എത്രയാണ്, ഈ 2 വർഷം കൂടുമ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടാവുള്ളൂ, വർഷത്തിൽ 15 ലീവ് ഉണ്ടാവുള്ളൂ, മാസത്തിൽ 2 ലീവ് എടുക്കാൻ പാടുള്ളൂ, ഞായറാഴ്ചകളിൽ ക്ലാസ് ഉണ്ടാവുന്നതല്ല, സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവുന്നതല്ല, ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും, എന്നാൽ ഞായറാഴ്ചക്ക് HOD ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആവശ്യപ്പെട്ടാൽ വരണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് ഇതാണ് ഇയാൾക്ക് ഒപ്പിട്ടുണ്ട്. മറ്റേ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല സാർ എന്നൊരാൾ പിന്നീട് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത് HR പോളിസിയാണ്, ഇത് എല്ലാവർക്കും ബാധകമാണ്. ഈ HR പോളിസി ഒക്കെ വായിച്ച് ചേർത്തപ്പെട്ടതിന് ശേഷം ഓഫർ ലെറ്റർ കൊടുക്കുക. ഓഫർ ലെറ്റർ കൊടുത്തതിന് ശേഷം പിന്നെ അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കണം. അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കും. അപ്പോയിൻമെന്റ് ഓർഡർ ഏറ്റവും പോസിറ്റീവായിട്ട് സാധനമായിരിക്കണം. വി ആർ വെൽക്കമിങ് യു ടു അവർ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വായിച്ചു കഴിഞ്ഞാൽ ഞാനെന്തോ ഇവിടെ എത്തിപ്പോയി തോന്നണം. സംഭാവന ഡയറക്റ്റ് ശമ്പളം ഉണ്ടാവുള്ളൂ, എന്നാൽ ഭർത്താവിന് കുഴപ്പം ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഭർത്താവ് നന്നായി പറഞ്ഞണം. അതെന്താ സംഭവം എന്നറിയാമെങ്കിൽ എന്തിനാ പറയുന്നത്, ഈ സെൽഫ് എസ്റ്റീം വളരെ പ്രധാനമാണ്. എനിക്കിത് കിട്ടുന്നു എന്നുള്ളതല്ല, എന്നെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതൊക്കെ ഈ SOP-കളൊക്കെ വരണം. അപ്പം HR പോളിസി വായിച്ചു, ഓഫർ ലെറ്റർ വായിച്ചു, അപ്പോയിൻമെന്റ് കിട്ടി, ജോയിൻ ചെയ്തു, ജോയിനിങ് റിപ്പോർട്ട് തരണം. ഞാൻ ഇത്ര തീയതി ഗവൺമെന്റിലുള്ള രീതികളൊക്കെ ജോയിൻ റിപ്പോർട്ട് വന്നു, നമ്മൾ അതിലൊക്കെ ഫയൽ വേണം. ഇതൊക്കെ ഓഫീസ് കാര്യങ്ങൾ ഞാൻ പറയണല്ലോ. അങ്ങനെയൊക്കെ ഈ ഇതൊക്കെ അറിയില്ലേ, MOP ഒക്കെ അറിയാലോ, ഓഫീസ് പ്രൊസീജിയർ ഒക്കെ അറിയില്ലേ, അതൊന്നും പറയട്ടോ, അങ്ങനെ അറിയാലോ. ഓക്കെ, ഓഫീസ് ഈ MOP ഒക്കെ ശരിക്കും പറയട്ടോ. ഓഫീസിൽ ഉണ്ടാവേണ്ട ഡോക്യുമെന്റ്സ് അത് പിന്നെ കീപ്പ് ചെയ്യേണ്ട രീതി, അത് അപ്ഡേറ്റ് ചെയ്യേണ്ട രീതി, അത് പ്രസന്റ് ചെയ്യേണ്ട രീതി, ചെക്ക് ചെയ്യേണ്ട രീതി, അത് വർഷാവസാനം ഓടിച്ചു നടത്തേണ്ടതൊക്കെ അറിയുന്ന വിചാരിക്കുന്നു. അറിയിക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാത്തിനും SOP വേണം. അപ്പോൾ അപ്പോയിൻമെന്റ് SOP വേണം, അഡ്മിഷൻ SOP വേണം, സ്കൂളിൽ നടക്കുന്ന യൂത്ത് ഹോസ്റ്റലിന് SOP വേണം, പാരന്റ്സ് മീറ്റിംഗ് SOP വേണം, ക്ലാസ് മീറ്റിംഗ് SOP വേണം, എല്ലാ കാര്യങ്ങൾക്കും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. ഇങ്ങനെ ചെയ്തു വെച്ചാൽ മെച്ചം നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ നാളെ നമ്മളങ്ങ് പോയി. ഞാൻ പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയൊക്കെ എൻ്റെ കൂടെ കൂടി സാധാരണ സ്കൂളിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആണ്, സിസ്റ്റം ഓറിയന്റഡ് അല്ല നമ്മൾ സ്കൂൾസ് ഒന്നും. അത് അന്ന് അഷ്റഫ് മാഷ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉഷാറായിരുന്നു. അന്നത്തെ മീറ്റിംഗ് ഒക്കെ എന്താ മീറ്റിംഗ്, ഇതെന്ത് മീറ്റിംഗ് എന്ന് പല ആളുകളും ചോദിക്കും. എന്താ വെച്ചാൽ അഷ്റഫ് സാർ എന്തൊക്കെ ഉണ്ടാക്കി, അഷ്റഫ് സാർ വരുമ്പോൾ അഷ്റഫ് സാർ ഉണ്ടാക്കിയ കാര്യങ്ങൾ ചെയ്തു, അഷ്റഫ് സാറിന്റെ കൂടെ പോയി. പക്ഷെ ഞാനൊരു നല്ല പ്രിൻസിപ്പാളാണെങ്കിൽ, ഒരു നല്ല പ്രിൻസിപ്പാൾ എപ്പോഴും എങ്ങനെയായിരിക്കും അറിയാം, എൻ്റെ കാലശേഷം ആ സ്കൂളിനെ കുറിച്ച് നല്ലത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും നല്ല പ്രിൻസിപ്പാൾ. അതേസമയം ഭൂരിഭാഗം പ്രിൻസിപ്പാൾമാർ എങ്ങനെയായിരിക്കും, ഞാൻ പോയതിനു ശേഷം ആ സ്കൂൾ നശിച്ചു എന്ന് എനിക്ക് കേൾക്കാൻ കഴിയും എന്ന് ആളുകൾ പറയണം. നിങ്ങളങ്ങനെയുള്ള അതെങ്ങനെ മനസ്സിലാവുന്ന അറിയും. ഈ പ്രിൻസിപ്പാൾ ആ സ്കൂളിൽ പോയാൽ കുറേ ദിവസം വിളിക്കാം, ഇപ്പം എന്തെങ്കിലും പ്രിൻസിപ്പാൾ എന്തെങ്കിലും വിശേഷം അപ്പോൾ ടീച്ചർ ഒന്നും പറഞ്ഞ സാറേ ചാകള വരുന്നല്ലേ നോക്കാൻ കഴിയും. അങ്ങനെ വേണം. ഞാനിങ്ങനെ ഹാപ്പി ആയിക്കൊണ്ടേ. അത് ഏറ്റവും മോശം പ്രവണതയാണ്. സമ്പൂർണ്ണയിലെ ഡാറ്റ ഡിലീറ്റ് പോയ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന സ്ഥാപനത്തെ കുറിച്ച് നല്ലത് കേൾക്കാൻ മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതാണ് നിങ്ങളുടെ നന്മ എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ നന്മ. അങ്ങനെ നല്ല പുറത്ത് പഠിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ പോരാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ ഡീൽ ചെയ്യുന്ന മാനേജ്മെന്റായിട്ടല്ല, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ സ്ഥാപനമല്ല. സ്ഥാപനം ആരുടേതാണെങ്കിലും പൊതുസ്വത്താണ്. സ്ഥാപനം ആരുടേതാണെങ്കിലും പൊതുസ്വത്ത്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിന് സ്വകാര്യതയൊന്നുമില്ല. സംഭവം ഞാൻ പൈസ മുടക്കി ഉണ്ടാക്കിയെങ്കിൽ ലാഭം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നുണ്ടാവും, അത് വേറെ വിഷയം. പക്ഷെ അവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് സമൂഹത്തെ ശക്തിപ്പെടുത്തലാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല പ്രിൻസിപ്പാളാണെന്ന് തെളിവ് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്നും നമ്മൾ എപ്പോഴും ഞാൻ പറയും, എപ്പോഴും ഞാൻ എൻ്റെ സ്ഥാപന ടീച്ചേഴ്സിനോടും എല്ലാ സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ട്, നാളെ നിങ്ങളൊരു ഒരു അപ്ലിക്കേഷൻ അയക്കുമ്പോൾ, ഒരു ജോലിക്ക് അപ്ലിക്കേഷൻ അയക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ റെഫറൻസിൽ നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയറുടെ പേരെ കൊടുക്കാൻ പാടില്ല. അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ലാസ്റ്റ് റെഫറൻസ് എഴുതുമല്ലോ, എന്നെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റിയ ആളുകളുണ്ട്. അത് നിങ്ങൾ ആരായിരിക്കണം? നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയർ ആയിരിക്കും. അത് തെറ്റിപ്പിരിഞ്ഞു പോകാൻ നമ്മളെ കുറിച്ചുള്ള നല്ല അഭിപ്രായം ശേഷിപ്പിച്ചിട്ട് ഒരു സംഭവം ഞങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പോയില്ല ശരിയാണ്, പക്ഷെ അദ്ദേഹം നല്ല പ്രിൻസിപ്പളായിരുന്നു, നല്ല ടീച്ചറായിരുന്നു എന്ന് ആര് പറയണം? ആ എംപ്ലോയർ പറയണം. ആ രീതിയിൽ നമുക്ക് അവർക്ക് പോരാൻ കഴിയണം. അല്ലാതെ എല്ലാവരും ഞാനൊരിക്കലും ഒരു 5 വർഷത്തിലധികം ഒരു സ്കൂൾ പ്രിൻസിപ്പളായി ഇരിക്കരുത് കേട്ടോ. എന്നാലും കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രൊഡക്റ്റീവായിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം. 5 വർഷമൊക്കെയാണ് സ്ഥാപനത്തിൽ പ്രിൻസിപ്പളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും ഐഡിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. 5 വർഷം നമുക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും. 5 വർഷം കഴിയുമ്പോൾ നമ്മൾ പിന്നെ സ്റ്റാൻഡിലായിരിക്കും, പിന്നെ താഴോട്ടായിരിക്കും, പിന്നെ നമ്മൾ സ്കൂളിൽ ബാധ്യതയാവും, സ്കൂളിൽ നമുക്ക് ബാധ്യതയാവും. അവിടെ വളരെ പുതിയ സ്ഥലത്ത് പുതിയ കാര്യം ചെയ്യാൻ പറ്റും.
അതിൻ്റെ അർത്ഥം 5 വർഷത്തിലധികം ആളുകൾ നാട്ടിൽ രാജ്യത്ത് കൊടുക്കുന്നതിൻ്റെ അർത്ഥമല്ല. ഞാൻ അതിൻ്റെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ അവിടെ സിസ്റ്റം ഉണ്ടാക്കി വെക്കണം. സ്വാഭാവികം ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ അടുത്താൾ വരുമ്പോൾ അയാൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എങ്ങനെ യൂത്ത് ഹോസ്റ്റൽ നടക്കുന്നത്, ഇവിടെ എങ്ങനെ പാരൻസ് മീറ്റിംഗ് നടക്കുന്നത് എന്നിട്ട് അതിനെ കുറിച്ച് ഡോക്യുമെന്റ് അവിടെ ഉണ്ടാവും. ആ ഡോക്യുമെന്റ് നോക്കിയാൽ മനസ്സിലാവും. ഡോക്യുമെന്റേഷൻ വളരെ പ്രധാനമാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്തിരിക്കണം. ഇതൊക്കെ ഡിജിറ്റലൈസേഷന്റെ കാലമാണ്, വളരെ എളുപ്പമാണ്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം, റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാം, ഒക്കെ ചെയ്തിരിക്കണം. ഇതൊക്കെ എവിടെ ഉണ്ടാവും? ഈ ആനുവൽ നടത്തില്ല. ആനുവൽ നടത്തുന്നതിന്റെ 2-3 ദിവസം പ്രിൻസിപ്പൾ ഭയങ്കര തിരക്കായിരിക്കും. എന്താ പരിപാടി? റിപ്പോർട്ട് ഉണ്ടാക്കില്ല. എന്താ പരിപാടി? റിപ്പോർട്ട് ഉണ്ടാക്കില്ല. ഞാൻ ആലോചിച്ചു ഇതാണ് അത് അന്ന് ഓഗസ്റ്റ് 11 അന്ന് ആയിട്ടാണ് അന്നല്ല, അത് ഓഗസ്റ്റ് 15 പ്രോഗ്രാം എന്നാൽ അന്ന് വൈകുന്നേരത്തേക്ക് റിപ്പോർട്ടായിട്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഫയൽ ഉണ്ടാവണം. ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇതൊന്ന് കമ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യരുത്. ആരാണ് ഓഗസ്റ്റ് 15 പരിപാടിയുടെ ഉത്തരവാദി? ആരുടെ വൈകുന്നേരം റിപ്പോർട്ട് വേണമെന്ന് പറയാം. അതിൽ ഫോട്ടോ വേണം, പങ്കെടുത്ത ആളുടെ പേര് വേണം, നോട്ടീസ് വേണം, പ്രോഗ്രാം വേണം, ആളുകൾ എന്തൊക്കെ സംസാരിക്കുന്ന ഡീറ്റെയിൽസ് വേണം, ഒക്കെ വേണം. ആര് നന്ദി പറഞ്ഞൊക്കെ ആക്കിയിട്ട് അവസാനം ശുഭം തെറ്റിട്ട് മടക്കി കൈ തരണം. ആ രീതിയിൽ ഡോക്യുമെന്റേഷൻ നടത്തിയിരിക്കണം. മറ്റേ പരിപാടി പിന്നെ ഈ പരിപാടി ആയിട്ടു എല്ലാം ഗംഭീരമായി നടന്നിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരെടുത്ത് അസ്മി എടുത്ത് നോക്കുകയാണ് ഈ സംഭവം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആരും വിട്ട നിലവിൽ ആരും വീണ വിട്ട കട്ടിയിൽ വീണ നിലവിലുള്ള അവസ്ഥയിലായിരിക്കും. ആരും ഒപ്പിട്ട പേപ്പർ മാത്രം ഉണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇപ്പൊ ഇവിടെ ഒരാൾ ഉത്തരവാദിത്തപ്പെടുത്താണ്. എന്താണ് മുഹമ്മദ് സാറിന്റെ ക്ലാസിന്റെ ഒരു സിനോപ്സിസ്, കേറ്റർഷപ്പ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് ഒരു 10 പോയിന്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും അവിടെ ചർച്ച ചെയ്തതായിരുന്നു മനസ്സിലാവും. അപ്പൊ അടുത്ത നാളെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യണോ വേണ്ടത് പിന്നെ ആലോചിക്കാം, അല്ലെങ്കിൽ പറഞ്ഞതിനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ ഡോക്യുമെന്റേഷൻ വളരെ പ്രധാനമാണ്. SOP വേണം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിനും ഓപ്പറേഷൻ്റെ ഡോക്യുമെന്റേഷൻ വേണം. അതേപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം വേണം. ലോക അവസാനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നമ്മൾ പരിപാടിക്ക് ഒരു അവസാനം ഉണ്ടാവും. ഇത് എപ്പം തുടങ്ങി എപ്പോൾ അവസാനിച്ചിട്ടുണ്ടാവില്ല. യൂത്ത് ഫെസ്റ്റിൽ കഴിഞ്ഞു. യൂത്ത് ഫെസ്റ്റിൽ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? യൂത്ത് ഫെസ്റ്റിൽ ട്രോഫി, എവറോളിംഗ് ട്രോഫി അടുത്ത യൂത്ത് ഫെസ്റ്റിൽ സമയത്ത് അല്ല, നമ്മുടെ മറ്റേ ഒപ്പനല്ലേ എവറോളിംഗ് ട്രോഫി ഇപ്പോൾ എവിടെയുണ്ട്? അത് മമ്മാലിയോട്ട് പോയിട്ടുണ്ടോ? മാഷത്തോ പോയിട്ടുണ്ടോ? മാഷോട് കൂടെ ട്രോഫി പോയിട്ടുണ്ടാവും. അപ്പൊ എന്താ അവസാനിപ്പിക്കാനുള്ളതാണ്? ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതെന്നാല് ഈ സാധനം സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ പ്രോസസ് അങ്ങ് അവസാനിച്ചു. ആ ഫയൽ ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് വിളിക്കും. അപ്പോൾ യൂത്ത് ഹോസ്റ്റലിൽ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. സെലീന ടീച്ചർ വളരെ ഗംഭീരമായിട്ട് കൺവെൻഷൻ നിർവഹിച്ചു, ഉഷാറായിട്ടുണ്ട് എന്ന് നമ്മൾ ചായ കൊടുക്കുന്നത്. അപ്പോൾ സെലീന ടീച്ചർക്ക് എല്ലാവിധ എന്താ നന്ദി അഭിനന്ദനങ്ങൾ അർപ്പിച്ചിട്ട് സെലീന ടീച്ചറുടെ സ്ഥാനത്ത് ഒന്ന് മാറ്റണം. അല്ലെങ്കിൽ കാലാകാലം യൂത്ത് ഹോസ്റ്റൽ സെലീന ടീച്ചർ അനൗൺസ്മെന്റ് സ്ഥിരം ഒരാളല്ലേ സ്കൂളിൽ, മൈക്കൂട്ട് കൊടുക്കുന്ന ഒരാളല്ലേ സ്കൂളിൽ അല്ലേ? കാലാകാലം അയാളെ അനൗൺസ് ചെയ്യുള്ളൂ. അത് അയാളുടെ കുത്തകയാണ്. മനസ്സിലായില്ലേ? അനൗൺസ്മെന്റ് എല്ലാവരും ചെയ്താലും ശബ്ദങ്ങൾക്കൊക്കെ അനൗൺസ് ചെയ്യാം, അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. ഈ വർഷം അനൗൺസ് ചെയ്താൽ അടുത്ത പരിപാടി വേറെ ആൾ അനൗൺസ് ചെയ്യണം. അസംബ്ലി സംഘടിപ്പിക്കുന്നത് അടുത്ത് വേറെ ടീച്ചർ ആയിരിക്കണം. എല്ലാ ടീച്ചർമാരും അസംബ്ലിയിൽ പ്രസംഗിക്കണം. എല്ലാ ടീച്ചർമാരും തോട്ട് ഓഫ് ദ പറയണം. എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരെയും സംസാരിപ്പിക്കണം. എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണം. അല്ല കാലാകാലം അഷഫന്റെ മൈക്കിന് മുമ്പിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും സ്കൂളിൽ. എല്ലാ സ്കൂളും അങ്ങനെ തന്നെയല്ലേ? സ്കൂളിൽ അനൗൺസ്മെന്റ് ഒരാൾ തന്നെയായിരിക്കും കന്യഗംഭീര സ്ഥലത്തിൽ അല്ലേ? അപ്പൊ അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ടീം ബിൽഡിങ്ങിന്റെ എല്ലാ ഒരു സാധനവും മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. പറയേണ്ടത് പറഞ്ഞാല് പ്രിൻസിപ്പളായിട്ട് ആരും ജനിക്കുന്നില്ല. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ നല്ല പ്രിൻസിപ്പളാക്കുന്നത്. അതിനാകെ ചെയ്യേണ്ടത് കണ്ണു മുമ്പ് തുറന്നിരിക്കുന്നതാണ്. നമ്മുടെ അനുഭവത്തിൽ ഇത് എങ്ങനെ നടക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചാൽ കാര്യം മതിയോ? എങ്ങനെ നടത്താം എന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ട എന്താണ്? എങ്ങനെ നടക്കരുത് എന്നാണ് ചിന്തിക്കുന്നത്. സാറിന് നടക്കരുതല്ല, എന്തൊക്കെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ മാത്രമല്ല, നമ്മളൊരാളെ ഗ്രൂപ്പിനെ വിളിച്ച് ചീത്ത നമുക്ക് ഇഷ്ടമാണോ? ആണോ? അല്ല. നമുക്ക് സ്ഥലത്ത് സാധനം ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡൻസ് ഉണ്ടാകുന്നത് നല്ലതാണോ? അല്ലേ? ആണോ? അല്ലേ? ആണ്. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട് നമുക്ക് ഇഷ്ടമാണോ? അല്ലേ? ഇഷ്ടമാണ്. നമ്മൾ കാര്യം ചെയ്താൽ ആൾ നല്ലത് വരുന്നത് നമുക്ക് ഇഷ്ടമാണോ? ഇല്ലേ? അത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലേ? ഒരു പ്രശ്നം വന്നാൽ സാറിന്റെ ഞാനെന്റെ കൂടെ എന്ന് ഒരാൾ പറയുമ്പോൾ അങ്ങനെ ഒരാൾ പറയാനുണ്ടാവുന്നത് നല്ലതാണോ? അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതൊക്കെ ഞാൻ ആവണം എന്ന് ആലോചിച്ചാൽ നല്ലൊരു പ്രിൻസിപ്പൾ ആവാൻ പറ്റും. ഏറ്റവും മാനമര്യാദയ്ക്കാണ് ഏറ്റവും സുഖമുള്ള പരിപാടിയാണ് പ്രിൻസിപ്പൾ. ഞാൻ എൻ്റെ PhD പൂർത്തിയാക്കുന്ന സമയത്ത് 1700 കുട്ടികൾ ഉള്ള സ്കൂളിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു എൻ്റെ PhD പൂർത്തിയാക്കുന്ന സമയത്ത്. അതേസമയം ഞാൻ വൈകുന്നേരം വെറുതെ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുവരുത്തിയാണ് ഞാൻ ചെക്ക് ചെയ്തത്. എല്ലാ ആഴ്ചയും 2 പ്രാവശ്യം ഹൈദരാബാദിലെ യാത്ര ചെയ്ത് പോലെ എൻ്റെ ഗൈഡ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ സ്കൂൾ ഭംഗിയെ നടന്നിരുന്നു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എന്താ കാര്യം? ആളുകളുടെ വിശ്വാസത്തിലുണ്ട്.
എല്ലാ ആളുകളെയും വിശ്വാസത്തിലെടുക്കുക, പക്ഷെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. എല്ലായിടത്തും ഒരു നമ്മളുടെ ഒരു ഇടപെടൽ, നമ്മളുടെ ടച്ച്, നമ്മുടെ കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. സ്ഥാപനം നന്നാവുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെന്റ് വളർത്തിയെടുക്കും. അതിന് അലാവുദ്ദീൻ്റെ അരിഞ്ഞോളൊക്കെ നമ്മുടെ കയ്യിലില്ല. എന്നാൽ സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ വിഷയം മുമ്പിൽ വരുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു മനോഗതി അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ മനോഗതി രൂപപ്പെടുത്തുന്നതിൽ വളരെ കാര്യമായിട്ടുള്ള ശ്രമം ഉണ്ടാവണം, ആലോചന ഉണ്ടാവണം. എത്ര ചെറിയ സ്കൂളാണെങ്കിലും പ്രിൻസിപ്പൾ എന്ന പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അതിനെന്താണ് അതിനെ പ്രധാനാധ്യാപകൻ എന്ന് വിളിക്കുന്നത് അത് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്, സ്കൂളിൻ്റെ വലുപ്പം തന്നെ പ്രധാനം. അപ്പോൾ ആ ഒരു അർത്ഥത്തിലുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡറായി മാറാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ ഒരു നിങ്ങളുടെ ഓരോ വിഷയം വെച്ചിട്ട് സംസാരിക്കാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ വരാത്തതുകൊണ്ട് എന്നെ മനസ്സിൽ തോന്നിയ ഒരു പ്രിൻസിപ്പളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് ചില സൂചനകൾ മാത്രമാണ് തന്നിട്ടുള്ളത്. ഏതായാലും എന്നെ ശ്രദ്ധിച്ചത് സന്തോഷം. നന്ദി, നമസ്കാരം.